السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആദരണീയരായ ഭാരവാഹികളെ, ഈ മാഹി പാലത്തോട് ചേർന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള നല്ലവരായിട്ടുള്ള പ്രദേശവാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അതിശക്തമായ ബ്ലോക്കിലൂടെയാണ് മാഹി പ്രദേശം കടന്നു പോകുന്നത്. സൗമ്യഭാവേന റോഡിന്റെ ഇരു പാർശ്വങ്ങളിലും നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ആധ്യാത്മിക പ്രഭാഷണം, ആത്മാവിന്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണം, അത് ആത്യന്തികമായി മനുഷ്യന്റെ നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിൽ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഒരു സമ്മേളനം കണ്ണൂർ ജില്ലയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 2019 ജനുവരി 27 തീയതി ഒരു ഹദീസ് സെമിനാർ കടവത്തൂർ വെച്ച് നടക്കുന്നുണ്ട്. ആ സമ്മേളനത്തിന്റെ തലശ്ശേരി മണ്ഡലം പ്രചരണ ഉദ്ഘാടനം കൂടിയാണ് ഈ സമ്മേളനം. മാഹി പാലത്തിന് സമീപമുള്ള ഈ സമ്മേളനത്തിന്റെ ഏറ്റവും സുപ്രധാനമായി ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന വിഷയം മറക്കാതിരിക്കുക മുന്നറിയിപ്പുകളെ എന്ന വിഷയമാണ്. ഇങ്ങനെയൊരു വിഷയം തിരഞ്ഞെടുത്തത് ഒരു നൂറ്റാണ്ടുകൾക്കപ്പുറത്ത് കേരളത്തിൽ 1924 ഒരു മഹാജലപ്രളയമുണ്ടായി. ഭീതി പരത്തുന്ന ആ ജലപ്രളയത്തിന് ശേഷം പൂർണ്ണമായ ഒരു നൂറ്റാണ്ട് തികയുമ്പോൾ കേരളത്തിന്റെ മുൻകാല ചരിത്രങ്ങളിൽ ഒന്നുമില്ലാത്ത ഒരു മഹാജലപ്രളയത്തിന്, ഉരുൾപൊട്ടലുകൾക്ക് കേരള ജനത സാക്ഷ്യം വഹിക്കുകയും
ആമൂലാഗ്രം നശിച്ചു പോകുമെന്ന് ഭീതിതമായി ദിനങ്ങൾ തള്ളി മുന്നോട്ട് പോവുകയും ചെയ്ത ദിനങ്ങളുണ്ടായി. എല്ലാ മത സമൂഹത്തെയും മതമില്ലാത്തവരെയും എല്ലാം പിടിച്ചു കുലുക്കിയതായിരുന്നു ആ ജലപ്രളയം. അതൊരു മഹാ മുന്നറിയിപ്പാണ് എന്ന നിലയിലാണ് നാം ഇതിനെ കാണുന്നതും. ഏതേത് മുന്നറിയിപ്പുകളെയും മറക്കാതെ ജാഗ്രതയോടെ വീണ്ടും വിചാരങ്ങൾക്ക് വിഷയീഭവിക്കേണ്ടതുണ്ട് എന്ന നിലയിലാണ് ഈ സമ്മേളനം. പ്രിയപ്പെട്ട ഹൈന്ദവ, ക്രൈസ്തവ, ഇതര മത ജനപദങ്ങളോടെല്ലാമുള്ള ഒരു ആത്യന്തികമായ സംസാരം കൂടിയാണ് ഇത്. നമ്മളെല്ലാവരും ഒന്നടങ്കം അറിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മനുഷ്യനെന്ന മഹാസൃഷ്ടി, അവരെല്ലാം ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ ജീവിച്ചുകൊണ്ടേ പോകുന്നു. ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി ജീവജാലങ്ങളിൽ ഏറെ സവിശേഷമായ ഒരു സൃഷ്ടിയാണല്ലോ മനുഷ്യർ. ഒരു മനുഷ്യക്കുഞ്ഞ് പിറവിയെടുക്കുമ്പോൾ ആ കുഞ്ഞ് ഭൂമുഖത്തേക്ക് ജനിച്ച് ഭൂജാതനാകുമ്പോൾ അന്നു മുതൽ ആ കുട്ടിയുടെ പേരിൽ ഏറെ ജാഗ്രത പുലർത്തിക്കൊണ്ടാണ് മാതാപിതാക്കൾ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, താലോലിക്കുന്നത്. സ്കൂളിൽ പഠിപ്പിക്കാൻ പ്രായമായാൽ 3 വയസ്സ് കഴിയുമ്പോൾ തന്നെ LKG-യിലും UKG-യിലും കൊണ്ടുപോയി ചേർത്ത്, പിന്നീട് 1, 2, 3, 4 അങ്ങനെ 10ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞ് ഡിഗ്രി തലം കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് അങ്ങനെ ഉന്നതമായ വിദ്യാഭ്യാസ ശ്രേണികൾ തേടിപ്പോകുന്ന ഏക ജീവവർഗം അത് മനുഷ്യനാണ്. വസ്ത്രം ധരിക്കുന്ന ഏക ജീവിയും മനുഷ്യൻ തന്നെ. അതുപോലെ സമ്മേളനങ്ങൾ നടത്തുന്ന ജീവിയും മനുഷ്യൻ തന്നെ. ഇലക്ഷനിൽ നിന്ന് മത്സരിച്ച് ജയിക്കുന്ന സൃഷ്ടിയും മനുഷ്യൻ തന്നെ. ഭരണ സംവിധാനങ്ങളും ചർച്ചകളും രാഷ്ട്രീയ മീമാംസകളെ കുറിച്ച് വിദ്യാഭ്യാസ വിചക്ഷണന്മാരുടെ ചർച്ചകളെല്ലാം നടക്കുന്നത് മനുഷ്യർക്കിടയിൽ മാത്രമാണ്. അപ്പൊ മനുഷ്യനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ചർച്ചകളെല്ലാം പുരോഗമിക്കുക. ലോകത്തിന്റെ, പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ഈ ഭൂമുഖത്തെ കേന്ദ്ര കഥാപാത്രം, ചർച്ചയുടെ കഥാപാത്രം മനുഷ്യനാണ്. ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ മതങ്ങൾ പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളിൽ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. വളരെ പ്രധാനമായി അദ്ദേഹം ചെയ്ത ചില പ്രഭാഷണങ്ങളാണ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രൗഢമായ പ്രഭാഷണങ്ങളുടെ ക്രോഡീകരണമാണ് മതം പാശ്ചാത്യ പൗരസ്ത്യ ദേശങ്ങളിൽ എന്ന അദ്ദേഹത്തിന്റെ ആധികാരികമായ എഴുത്തുകളിലൊന്ന്. അതിൽ അദ്ദേഹം പറയുന്നത് മനുഷ്യൻ ശരീരവും ആത്മാവും ജീവനും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സത്തയാണ് മനുഷ്യൻ. ഭൗതികമായി മണ്ണിന്റെ ഭാഗമാണ് നമ്മൾ. ഈ മണ്ണിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്ന പോലെ കപ്പയും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളും ഒക്കെ ഉണ്ടാകുന്ന പോലെ ഈ മണ്ണിന്റെ ഭാഗമാണ് മനുഷ്യർ. അതുകൊണ്ടാണ് ഒടുവിലത്തെ ഗ്രന്ഥമായ ഖുർആൻ വല്ലാഹു അംബതകും മിനൽ അർളി നബാത സുമ്മ യുഈദുകും ഫീഹാ വയുഖ്രിജുകും മിഖ്റാജ വല്ലാഹു ജഅല ലകുമുൽ അർള ബിസാത. ഈ മണ്ണിൽ നിന്നൊരു മുളപ്പിക്കൽ മുളപ്പിച്ചു നിങ്ങളെ മനുഷ്യരെ. ഈ മണ്ണിൽ നിന്ന് ഫ്രൂട്ടും കായ്കനികളും കഴിച്ച് പിതാവിന്റെ മാതാവിന്റെ ബീജ അണ്ട സങ്കലനങ്ങളിലൂടെ കൂടിച്ചേരലുകളിലൂടെ ഒരു കുഞ്ഞ് മാതാവിന്റെ ഗർഭപാത്രത്തിൽ രൂപം കൊള്ളുകയാണ്. അനാട്ടമി, ആന്തരികമായ മനുഷ്യ ശരീരത്തിന്റെ പഠനങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് എംബ്രിയോളജി എന്ന് പറയുന്ന സയൻസ് ശാഖ. എംബ്രിയോളജി, ഭ്രൂണ ശാസ്ത്രം എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിൽ എങ്ങനെ വളരുന്നു. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും ഗൗരവമായി ആലോചിക്കേണ്ടാണല്ലോ. അനന്ത പരകോടി ജീവജാലങ്ങൾ ഈ ഭൂമുഖത്ത് ഗർഭധാരണം നടത്തുന്നുണ്ട്. സിസേറിയൻ ഇല്ലാതെ ആ ജീവവർഗങ്ങളെല്ലാം പ്രസവിക്കുന്നുണ്ട്. നെയ്സ് ഇല്ലാതെ, ഹോസ്പിറ്റൽ ഇല്ലാതെ, ഒരു പേരിന് നിന്ന് എടുക്കാൻ ഒരു ലേഡി ഇല്ലാതെ ഈ ജീവവർഗങ്ങളെല്ലാം ഇവിടെ പ്രസവിക്കുന്നു, കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു, വളരുന്നു. നാം മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയല്ല. അതിൽ നിന്ന് തന്നെ പഠിക്കണം. മനുഷ്യനൊരു സവിശേഷമായ സൃഷ്ടിയാണ്.
ഒരു പ്രസവത്തിൽ ഒരു പട്ടി പ്രസവിച്ചാൽ ചിലപ്പോൾ 4-5 കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഒരു മുയലിന് 4-5 കുഞ്ഞുങ്ങൾ ഉണ്ടാവും. പല ജീവവർഗങ്ങൾക്കും ഉണ്ടാവുക അത്. പക്ഷെ സാധാരണയായി മനുഷ്യർക്ക് ഒരു കുഞ്ഞാ ഉണ്ടാവുക. ഇരട്ടക്കുട്ടി എന്ന് പറയുമ്പോൾ നമ്മൾ അത്ഭുതം, അങ്ങനെയാണോ, ഇരട്ടയാണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ട്വിൻസ് ആണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. അത് കൗതുകമാണ്. അത് 3 ആയാൽ 4 ആയാൽ 8 പ്രസവം, ഒരു പ്രസവത്തിൽ 8 കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ടാണ് മനുഷ്യകുലത്തിൽ അത് നിലനിൽക്കുക. എന്നാ ജന്തുലോകത്തൊന്നും അതില്ല. എന്തുകൊണ്ടാണ്? മനുഷ്യരിലെ മഹാഭൂരിപക്ഷം 98% ആളുകളും പ്രസവിക്കുന്ന സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ ഒരു കുഞ്ഞാവണത് അത് ബോധപൂർവമാണ് എന്നർത്ഥം. കാരണം അതിലധികം ആവാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എന്റെ നിയമം. എന്താ കാരണം? മനുഷ്യരെ സവിശേഷമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഞാൻ നിങ്ങൾക്ക് ലളിതമായ ഒരു കാര്യം പറയാം. ഇപ്പൊ മരം, നമുക്കറിയാം, നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് വളരുന്ന കാടുകളിൽ വളരുന്ന മരങ്ങൾ, തേക്കിന്റെ ബലം നമ്മുടെ കൈക്കുണ്ടോ, നമ്മുടെ കാലിനുണ്ടോ, നമ്മുടെ എല്ലുകൾക്കുണ്ടോ? എന്താ ആലോചിക്കാൻ? നമ്മൾ കൈ കൊണ്ട് തേക്കിന് ഒരു ഒറ്റ അടി കൊടുത്താൽ നമ്മുടെ കൈ പൊട്ടി പോകും. പക്ഷെ തേക്കിന് യാതൊരു പ്രശ്നവും ഇല്ലണ്ടോ? തേക്ക് ഡിസൈൻ ചെയ്ത് ഫ്രണ്ട് ഡോറാക്കി വെച്ചു. എത്രയോ കാലം അതവിടെ നിൽക്കും, എത്രയോ വർഷം അതവിടെ നിൽക്കും. നമ്മുടെ വീടിന്റെ ഉമ്മറപ്പടിയിൽ ചാരുകസേരയിൽ 100 വയസ്സുള്ള നമ്മുടെ മുത്തച്ഛൻ നിൽക്കുന്നു എന്ന് വിചാരിക്കുക. ആരും മുത്തച്ഛന് വില പറയില്ല. ആ മുത്തച്ഛന്റെ പ്രായമുള്ള ഒരു തേക്ക് ആ പറമ്പിലുണ്ടെങ്കിലോ അതിനാളുകൾ വില പറയും. ആ തേക്കിനെ ആളുകൾ വില പറയും. അള്ളാഹുവിന് തേക്കിന്റെ ഉറപ്പോടുകൂടി മനുഷ്യനെ സൃഷ്ടിക്കാമായിരുന്നു. തേക്കിനൊക്കെ കൊടുക്കണ ആയുസ് കാക്കക്ക് കൊടുക്കണ ആയുസും മനുഷ്യന് കൊടുക്കാമായിരുന്നു. കഴിയാത്തതുകൊണ്ടല്ല, മനുഷ്യൻ അതിനല്ല. ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് ഭൂമുഖത്ത് ജീവിച്ച് മരണത്തിന് ശേഷമുള്ള ഒരു യാത്ര എന്ന ഒരു മഹാസംഭവമുണ്ട് ഇവിടെ. മണ്ണിന്റെ ഭാഗമാകാത്ത ഒരു കാലം എനിക്കില്ലേ, നിങ്ങൾക്കില്ലേ? ഭാസ്കരനും സുരേന്ദ്രനും ദേവദാസനും ദമയന്തിക്കും കല്യാണിക്കും മാധവിക്കുട്ടിക്കും ഒക്കെ അല്ലേ ഉണ്ട്. പറയപ്പെടാൻ ഒന്നുമല്ലാത്ത ഒരു കാലം ഉണ്ട്. മണ്ണിന്റെ ഭാഗം പോലും അല്ലാത്ത കാലം ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്, ഓരോരുത്തർക്കും ഉണ്ട്. അത് ആര് പ്രസവിച്ച, ഏതാ അമ്മ പ്രസവിച്ചാലും ഒരു കുഞ്ഞിനെ, മനുഷ്യക്കുഞ്ഞിനെ ഇവിടെ ഭൂമുഖത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. അവിടെ നമുക്ക് ആലോചിക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അതൊരു ഇന്ദ്രിയമായി, ആ ഇന്ദ്രിയം മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്നു, സൈക്കോട്ടായി. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فقسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين. അതൊരു സുന്ദരമായ ആ രക്തപിണ്ഡം മാംസപിണ്ഡമായി, മാംസത്തെ അസ്ഥി കൊണ്ട് അനാവരണം ചെയ്തു. ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് പൊതിഞ്ഞു, ഒരു നല്ല സൃഷ്ടിയാക്കി ഈ ഭൂമുഖത്തേക്ക് മനുഷ്യനെ. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ. ഖുർആനിലെ 23-ാം അധ്യായം, ഖുർആനിലെ 23, 12-16 വരെയുള്ള വചനം. ഖുർആനിലെ 16-ാം അധ്യായം 78-ാമത്തെ വചനം. മാതാവിന്റെ ഗർഭപാത്രത്തിൽ നിന്ന് ഒന്നും അറിയാത്തവനായിട്ട്, അത്ഭുതാവഹമാണ്. എന്താ ഒരു ജീവിക്ക് സ്കൂൾ പഠിക്കേണ്ടി വരാത്തത്? പഠിച്ചെടുക്കേണ്ടതായ ഒന്നും ആ സൃഷ്ടിക്കില്ല. ആ സൃഷ്ടിക്ക് എത്ര ആയുസ് നൽകിയോ ആ ആയുസ്സിൽ ആവശ്യമായതെല്ലാം പഠിപ്പിക്കപ്പെട്ട് അപാരമാണ് ചിന്തിക്കേണ്ടതാണ്. മനുഷ്യരല്ലാത്ത എല്ലാ സൃഷ്ടിക്കും അത് മരിക്കുന്നവരെ ആവശ്യമുള്ളത് അതിന്റെ ജനിതക കോഡുകളിൽ സന്നിവേശിപ്പിച്ചുകൊണ്ടാണ് പ്രാപഞ്ചികമായ ഈ പ്രതിഭാസങ്ങളെ മുഴുവനും ദൈവം കൺട്രോൾ ചെയ്യുന്നത്. മനുഷ്യൻ അങ്ങനെയല്ല, പഠിച്ചെടുക്കേണ്ടവനായിട്ടാണ്. നീന്തം അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ആരും ജനിക്കുന്നത്, നീന്തം പഠിക്കലാണ്. പോത്ത് നീന്തം പഠിക്കലില്ല. പോത്തിന് നീന്തം പഠിക്കേണ്ടതില്ല, ആരും പഠിപ്പിക്കേണ്ടതുമില്ല. ഇല്ല സുഹൃത്തുക്കളെ, നമ്മളെക്കാൾ ബെറ്ററാണത് ഈ ജന്മം കൊണ്ട്. പക്ഷെ സംസ്കാരം കൊണ്ട് സമ്പന്നനാകും മനുഷ്യനാണ്. കാരണം മനുഷ്യന് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള വിവേചന ശക്തി, ബുദ്ധി, കഴിവ്, വിവേകം, ഇതെല്ലാം സദ്ബുദ്ധി, ഇതൊക്കെ നൽകിക്കൊണ്ടാണ് ഇന്നത് ശരി ഇന്നത് തെറ്റി എന്ന് അവനോട് തന്നെ പഠിക്കാൻ പറഞ്ഞു. അവനോട് പഠിക്കാനും മനസ്സിലാക്കാനും പറഞ്ഞു. അല്ലെങ്കിലോ ഒരു കുട്ടി സ്കൂളിൽ പോകണില്ല പറഞ്ഞാൽ വലിയ ദുഃഖം നമുക്ക്. എന്താ മോനെ നീ സ്കൂളിൽ പോകാത്തത്? മോനെ നല്ല സ്കൂളല്ലേ കുട്ട, യൂണിഫോം ഒക്കെ ധരിച്ച ആ ബസ്സിൽ നിന്റെ സഹപ്രവർത്തകരുടെ കൂടെ, നിന്റെ ചങ്ങാതിമാരുടെ കൂടെ പൊന്നുമോന് പൊയ്ക്കൂടെ എന്ന് നമ്മൾ പറയാറുണ്ട്. അത് മനുഷ്യകുലത്തിൽ മാത്രമാണ്, ജന്തുലോകത്ത് അതില്ല. ഒരു ടെൻഷനും ഇല്ല എന്ന്. യൂണിഫോം ആവശ്യമില്ല, സ്കൂൾ ആവശ്യമില്ല, അവിടെ മീറ്റിംഗ് ആവശ്യമില്ല, അവിടെ PTA കമ്മിറ്റി രൂപീകരിക്കേണ്ട വിഷയം ജന്തുലോകത്തില്ല. എന്റെ പൊന്നാര സഹോദരങ്ങളെ, ഹൈന്ദവരെ, ക്രൈസ്തവരെ, സഹോദരങ്ങളെ, മതമുള്ളവരെ, ഇല്ലാത്തവരെ,
എല്ലാവരും ആലോചിച്ചു, മനുഷ്യനൊരു വേറെ സവിശേഷ സൃഷ്ടിയല്ലേ? അല്ലാതെ ലോകത്ത് നിങ്ങൾ ആലോചിച്ചു, നമ്മൾ ആരായാലും ഇവിടെ ഈശ്വരനില്ല എന്ന് പറയുന്നതിലും കുപ്പായിടുന്നുണ്ട്, ഡ്രസ്സ് ധരിക്കുന്നുണ്ട്. ഒരാളും കുരങ്ങുന്ന മനുഷ്യൻ ഉണ്ടായത് എന്ന് വാദിച്ചു കുറെ കാലം നടന്നു. പിന്നെ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ വിവരക്കേടായിരുന്നു, കള്ളമായിരുന്നു അത്, സയന്റിഫിക് ബ്ലണ്ടർ ആയിരുന്നു അത് എന്നെല്ലാ ആളുകൾ പറഞ്ഞു. അതൊരു സയന്റിഫിക് ബ്ലണ്ടറാണ്, ഹിസ്റ്റോറിക്കലായി അത് തെളിയിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, കാർബൺ 14 പരീക്ഷണത്തിലൂടെ ആ കാലഘട്ടത്തിലെ ശരിക്കും ചാൾസ് ഡാർവിൻ നമ്മളെ ചീറ്റ് ചെയ്യുകയായിരുന്നു. മതത്തെ അടിക്കാനും ദൈവത്തെ അടിക്കാനും ദ തിയറി ഓഫ് എവല്യൂഷൻ എന്നത് ചാൾസ് ഡാർവിന്റെ ഒരു കളവായിരുന്നു. അത് ലോകം പിന്നീട് തെളിയിച്ചു. ഞാൻ ആ ഭാഗത്തേക്കൊന്നും എന്റെ മാറ്റർ അതല്ല. ഞാൻ പറയുന്നത് മനുഷ്യൻ എന്ന് പറയുന്ന സൃഷ്ടിയെ സവിശേഷമായി തന്നെ നാം ഉൾക്കൊള്ളുക. നമ്മുടെ പ്രത്യേകത അതാണല്ലോ. ഇപ്പൊ നമുക്കറിയാം, ലളിതമായ ഒരു വാചകത്തിലൂടെ ഞാൻ അത് വ്യക്തമാക്കാം. വളരെ ലളിതമായ, വളരെ സിമ്പിളായ ഒരു ഉദാഹരണത്തിലൂടെ ഈ മാഹി പാലത്ത് എന്റെ പ്രഭാഷണം നടക്കുമ്പോൾ വളരെ വളരെ ഗൗരവമായി ഞാൻ ആ കാര്യം വ്യക്തമാക്കാം. അപ്പൊ നമുക്കറിയാം, ജന്തുലോകത്ത് ഒരു കോഴി 10 മുട്ട വെച്ച് വിരിച്ചു എന്ന് വിചാരിക്കുക. അതിൽ പൂവൻകോഴി ഉണ്ടാവും, പെടക്കോഴി ഉണ്ടാവും, ആണും ഉണ്ടാവും, പെണ്ണും ഉണ്ടാവും. അവിടെയാണ് നാം അറിയേണ്ട കാര്യം എന്ത്? അവിടെ സ്വന്തം അച്ഛന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് ജന്തുലോകത്ത് മകൾ. ഞാൻ പറയുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. സ്വന്തം മകന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് അമ്മ ജന്തുലോകത്ത്. അച്ഛന്റെ ബീജം പേറാൻ വിധിക്കപ്പെട്ടവളാണ് മകൾ. പക്ഷെ മകൾക്ക് എന്തില്ല? അച്ഛൻ എന്നെ പ്രാപിച്ചു എന്ന കുറ്റബോധമില്ല, ജന്തുലോകത്തില്ല. അതുപോലെ എടാ ചെക്ക ഞാൻ നിന്റെ തള്ളയടാ എന്ന് ജന്തുലോകത്തില്ല. ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന മനുഷ്യനെ മാത്രമല്ലേ ഉള്ളത്. എന്താണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറഞ്ഞല്ലേ? സ്വന്തം അമ്മയുമായി ബന്ധപ്പെട്ടു പോയ ഒരു ചക്രവർത്തി അപാരമായ വേദനയോടെയാണ് അദ്ദേഹം മരിക്കുന്നത്. അമ്മയെ നമ്മൾ ചുംബിക്കാറുണ്ട്, ഭാര്യയെ ചുംബിക്കാറുണ്ട്, നമ്മുടെ പെൺകുട്ടികളെ ചുംബിക്കാറുണ്ട്. 3 ചുംബനത്തിന്റെയും അവസ്ഥ വ്യത്യസ്തമാണ്. ഉമ്മാനെ ചുംബിക്കുമ്പോൾ മാതൃബന്ധിതമായ ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഭാര്യയെ ചുംബിക്കുമ്പോഴോ അത് കാമബന്ധിതമായ ഹോർമോണാണ്. മകളെ ചുംബിക്കുമ്പോഴോ അത് പിതൃബന്ധിതമായ ചുംബനമാണ്. ഇത് മനസ്സിലാവോ എന്നാവോ എനിക്ക് അറിഞ്ഞുകൂടാ. മനുഷ്യന്റെ പ്രത്യേകത അതാണ്. അമ്മ, പെങ്ങൾ, ഇക്കാക്ക, മകൾ, അമ്മായി, കുടുംബം, ടീച്ചർ, വിദ്യാർത്ഥി എന്ന സങ്കല്പം നമുക്കറിയാം. ടീച്ചറെ പ്രേമിക്കുന്ന വിദ്യാർത്ഥിയുടെ സിനിമ ഇറക്കുന്ന ആളുകൾ ഒനൊക്കെ തലതിരിഞ്ഞവനാണ്. ഒനൊക്കെ സിനിമാ സംവിധായകൻ, കലാകാരനല്ല, കൊലകാരൻ, സംസ്കാരത്തെ കൊല ചെയ്യുന്നവനവൻ. ഓൻ പഠിപ്പിച്ചു കൊടുക്കുന്ന മെസ്സേജ് എന്താ? ടീച്ചറെ പ്രേമിക്കുന്ന വിദ്യാർത്ഥിയുടെ സിനിമ എടുത്ത ആ മാനവകുലത്തോട് അതിക്രമം ചെയ്ത പരാക്രമി എന്ന ആ സംവിധായകൻ ചെയ്ത ദുരന്തം എന്താ? അതിന്റെ കഥ എഴുതുകയും ചെയ്തത് എന്താ? നമ്മുടെ മക്കളോട് ടീച്ചറെ കയറി പ്രേമിച്ചോളാൻ പഠിപ്പിക്കണ ഈ വൃത്തികെട്ടവൻ പഠിപ്പിച്ച അതാണ്. അത് മനസ്സിലാക്കാൻ, അതിന് പോയി ഇരുന്നൊടുക്കാനല്ല, അതിന് വിജയിപ്പിക്കാനല്ല മാനവകുലം നന്നാവണമെങ്കിൽ നമുക്കറിയാം, മനുഷ്യന് ശരീരത്തിന് പോഷണം ഉണ്ടാകണം. അതിന് ബെറ്ററായ ക്വാളിറ്റി ടൈപ്പ് ഫുഡ് കഴിക്കണം. ആത്മാവിന് അഭിവൃദ്ധി ഉണ്ടാകണം. അതിനെന്താ വഴി? ആശ്ചര്യമത് ആശ്ചര്യമോ വന്യശ്രുതിമൃതായ. ആത്മാവ് എന്ന് പറയുന്ന ഭഗവത്ഗീത പറഞ്ഞാണ്. ആത്മാവിന്റെ പരിപോഷണം ആത്മജ്ഞാനത്തിലൂടെയാണ് നേടുക. അത് ഋഷീശ്വരന്മാരിൽ നിന്നുള്ളതാണ്, മാമുനിവര്യന്മാരിൽ നിന്നുള്ളതാണ്, ദൈവത്താൽ അവതരിപ്പിക്കപ്പെടുന്നിടത്തുള്ളതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് മനുഷ്യര് നന്നാവുക. ഞാൻ പറഞ്ഞു, ഇവിടെ എല്ലാവർക്കും കേൾക്കാം, മാറി നിന്നുകൊണ്ടോ എവിടെയാണെങ്കിലും. ബാലേന്ദ്രന് കേൾക്കാം, സുരേന്ദ്രന് കേൾക്കാം, ബഷീറിന് കേൾക്കാം, ആർക്കും ഈ പ്രസംഗം ആർക്കും കേൾക്കാം എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഏതെങ്കിലും ഒരു മനുഷ്യരോടാണ് ഈ ടോപ്പിക്, ഇതിന്റെ കണ്ടന്റ് എല്ലാം മനുഷ്യരുമായി ബന്ധപ്പെട്ടതാണ്. നാം ആലോചിക്കാനും ചിന്തിക്കാനുമാണ് പറയുന്നത്. മനുഷ്യനൊരു സവിശേഷ സൃഷ്ടിയാണ്. ആ സവിശേഷ സൃഷ്ടിയെ എങ്ങനെയാണ് നാം ശരിക്കും വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ്. അതിലേറ്റവും കാതലാണ് നാം ഇവിടെ അവതരിപ്പിക്കുന്ന വിഷയം. മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക. എന്തൊക്കെ ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായാലും പെട്ടെന്ന് മറക്കുന്നു നമ്മൾ എന്നതാണ് നമ്മുടെ ഒരു വലിയ കാര്യം. നമുക്കറിയാം, സോഷ്യൽ മീഡിയയില് ഇന്ന് പുകിലുണ്ടാക്കിക്കൊണ്ടൊരു വാർത്ത വന്നാൽ നാളെ അതിനെ കവിച്ചു വെക്കുന്ന വേറൊരു വാർത്ത വരുമ്പോൾ അത് പെൻഡിങ്ങിലായി. പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് അത് അപ്രത്യക്ഷമായി പോവുകയാണ്. ഇപ്പൊ മഹാജലപ്രളയം നമുക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? അത് അന്നത്തെ നാളുകൾ ഓർത്തെടുക്കാൻ പറ്റുന്നുള്ളൂ നമുക്ക്. എന്തായിരുന്നു അത്? അല്ലെ, എന്തായിരുന്നു? ലംബോർഗിനി കാറിലേ പോകൂ, അതിന് പറ്റിയ റോഡില്ല എന്ന് പറഞ്ഞ അമ്മ ചെമ്പിലാ പോയത്, ചെമ്പോർഗിനിയില്. ചിന്തിച്ചാല്, മനുഷ്യനെ ആലോചിച്ച ചെമ്പില്, ബിരിയാണി ചെമ്പില്, ആയിരക്കണക്കിന് ആളുകൾക്ക് ചോറ് വെച്ച് വിളമ്പിയ ബിരിയാണി ചെമ്പിൽ ഇരിക്കുക. ലംബോർഗിനി കാറിന് പോകാൻ പറ്റിയ റോഡ് ഇവിടെ എന്ന് വിലപിച്ച അഹങ്കാരിയായ സ്ത്രീയെ അള്ളാഹു ചെമ്പോർഗിനിയിൽ കയറ്റി.
ചെമ്പില്. മനസ്സിലായില്ലേ? അതാ മനുഷ്യൻ എന്ന ദുർബലൻ. ആർക്കെങ്കിലും ഇപ്പൊ പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ആദരണീയനായ മന്ത്രിയാണ്. അവിടെ നമുക്കറിയാവുന്ന ഡാം സൈറ്റില് വെള്ളം അതിന്റെ ഉയർച്ച ഇങ്ങനെ ഉയർന്നു വരുമ്പോ ഉള്ളില് കിടിലമാണ് എല്ലാവർക്കും, അല്ലേ? എല്ലാവർക്കും വേദനയാണ്. ഇടുക്കിയായാലും കണ്ണൂരായാലും എവിടെയായാലും, കണ്ണൂർ അമ്പായത്തോടുള്ള ഭൂകമ്പം കണ്ടാ, അവിടുത്തെ ഉരുൾപൊട്ടല് കണ്ടാൽ എന്താണ് ആ വരുന്ന വരവ് ഓർക്കുണ്ടോ? സോഷ്യൽ മീഡിയയിലൂടെ വാർത്തകളിലൂടെ നാം കണ്ട ആ മൺപ്രളയം, അല്ലെ? ജലപ്രളയമല്ല, മൺപ്രളയം. ആ പർവ്വതങ്ങൾ ഇടിഞ്ഞ് തകർന്നു പോകുന്നു. ഇടുക്കിയിലല്ലേ 250 ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായത്. ആ പ്രദേശം ആവാസ വ്യവസ്ഥക്ക് പറ്റാത്തായി. ആരാ ഇതൊക്കെ നിയന്ത്രിക്കുന്നത്? അവിടേക്ക് വിനയപ്പെടാൻ നമുക്ക് കഴിയോ? ഇന്ത്യ രാജ്യം, ഭാരതം, ഹർഷഭാരതം, മുനിമര്യന്മാരുടെ ഭാരതം, ഋഷീശ്വന്മാരുടെ ഭാരതം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ശ്രീമദ് ഭഗവത്ഗീതയുടെ 4-ാം അധ്യായം 7-8 ശ്ലോകമാണ്. ആലോചിക്കാറില്ല ആരും. എന്താ ശ്ലോകത്തിന്റെ അർത്ഥം? ബാലേന്ദ്ര, സുരേന്ദ്ര, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ, ഗ്ലാനി സംഭവിക്കുമ്പോൾ, അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ, അധർമ്മം കൊടുമ്പിരിക്കൊള്ളുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അന്ന് ഞാൻ യുഗങ്ങൾ തോറും അവതരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെ? ധർമ്മമാണ്. അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത്, ധർമ്മത്തിന് ചുതി. അപ്പൊ ധർമ്മം എന്താ? ഭഗവത്ഗീത പറയുന്നു, ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോൾ എന്താണ് ധർമ്മം? ഭഗവത്ഗീതയുടെ ഉന്നത പ്രഖ്യാപനമനുസരിച്ച് എന്താ ധർമ്മം, എന്താ അധർമ്മം? ആരാ തീരുമാനിക്കാതെ? ബൈബിള് പറയുന്ന ധർമ്മം, ബൈബിള് പറയുന്ന അധർമ്മം, അത് ഭഗവത്ഗീതക്കാരന് അവന്റെ ധർമ്മം ഇവന് അധർമ്മമാണ്, ഇവന്റെ അധർമ്മം അവന ധർമ്മമാണ്. ഈ വ്യത്യാസമുണ്ട്. അപ്പൊ പിന്നെ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ഒരു ധർമ്മം ഉണ്ടോ? ഉണ്ട് എന്നാണ് സത്യം. എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റിയ ധർമ്മം ഉണ്ടോ? ഉണ്ട്. അത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ട്. അത് മനുഷ്യനാണോ അവതരിപ്പിച്ചത്? അല്ല. ഇനിയാണ് നമ്മുടെ പോയിന്റ്. മുഹമ്മദ് നബി ഒരു ധാർമ്മിക പദ്ധതി അവതരിപ്പിച്ചിട്ടേയില്ല. മുഹമ്മദ് നബി ലോകത്തിന് ഒരു ധാർമ്മിക നിയമവും നൽകിയിട്ടേയില്ല. ഈശ്വരനിൽ നിന്ന് സ്വീകരിച്ച് ആ ധർമ്മം ആചരിച്ച് ആ ധർമ്മ പരിപാലനത്തിൽ ലോകത്തെല്ലാരേക്കാൾ മുന്നിൽ നിന്ന് ഞാൻ ആമിനയുടെ അബ്ദുള്ളയുടെ മോന, പച്ചയായ മനുഷ്യനാണ്, നിങ്ങളുടെ നാട്ടിൽ ജനിച്ച ആളാ, വായിശ്വസിച്ച് വെള്ളം കുടിച്ചു നിങ്ങളെപ്പോലെ വികാരമുള്ള ആളായിട്ട് ജീവിക്കുന്ന ആളാ ഞാൻ. എനിക്കുമുണ്ട് ലൈംഗിക ദാഹം, പക്ഷെ ഞാൻ ഒരിക്കലും വ്യഭിചരിച്ചിട്ടില്ല, ഞാൻ ഒരിക്കലും അതിനപ്പുറത്തുള്ള ഒരു അധർമ്മം ചെയ്തിട്ടില്ല. അപ്പൊ ധർമ്മത്തിന്റെ പരിപാലകൻ, ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മ പരിപാലകൻ പ്രവാചകനായിരുന്നു എന്നാണ്. കാരണം മുത്തഖി എന്ന പദത്തിന്റെ അർത്ഥം ധർമ്മപരിപാലകൻ എന്നാണ്. അന അത്ഖാകും ബില്ലാഹ്, ദൈവത്തോട് ഏറ്റവും അടുത്ത മുത്തഖി ഞാനാണെന്ന് പറഞ്ഞ അർത്ഥം മനുഷ്യകുലത്തിലെ ഏറ്റവും വലിയ ധർമ്മപരിപാലകൻ ഞാനാണെന്നാണ്. മുഹമ്മദ് നബി ഒരു ധർമ്മം കൊണ്ടുവന്നിട്ടില്ല. ദൈവം പഠിപ്പിച്ച ധർമ്മത്തെ ഇന്നത് അധർമ്മം എന്ന് ദൈവം പറഞ്ഞു, പ്രവാചകൻ അത് ലോകത്തോട് പറഞ്ഞു. ഇന്നതാണ് ഗുണം എന്ന് പറഞ്ഞു, അത് പ്രവാചകൻ ലോകത്തോട് പറഞ്ഞു. ആ ഗുണം ചോദ്യം ചെയ്യാതെ സ്വീകരിച്ചു. ഗുണമല്ല, അധർമ്മമാണ്, അരാഗത്വമാണ്, തിന്മയാണ്, അനീതിയാണ് മുഹമ്മദേ, അരുത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ ലോകത്തിലെ ഏറ്റവും വലിയ ധർമ്മത്തിന്റെ പരിപാലകനായി പ്രവാചക തിരുമേനി ഏതസ്മിൻ നമ്പരേ മ്ലേച്ഛാചാര്യേണ സമുന്നിത മഹാമത് ഇതിക്കാതെ ശിഷ്യശാഖാ സമുന്നിതം, അല്ലെ? കരുണാവാൻ നബി മണിമുക്തി രത്നമോന്ന ദി മോസ്റ്റ് കംപ്ലീറ്റ് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റി, ചരിത്രത്തിലാണ് അദ്ദേഹം ജീവിച്ച്. അദ്ദേഹം ലോകത്തോട് പറയുന്ന എന്തറിയോ? ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, 16-ാം അധ്യായം 46-ാമത്തെ വചനം. ദൈവം എന്നിലേക്ക് അവതരിപ്പിച്ചത് ഞാൻ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു. പ്രവാചകനോട് ദൈവം പറഞ്ഞ എന്താണ്? ലിതുബയ്യിന ലിന്നാസ് മാ നുസില ഇലൈഹിം, താങ്കളിലേക്ക് നാം അവതരിപ്പിച്ച ധർമ്മസംഹിത ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കൂ. ഒരു ഭർത്താവ് ആരാകണം, ഒരു ഭാര്യ ആരാകണം, ഒരു കച്ചവടക്കാരൻ ആരാകണം, ഒരു അയൽവാസി ആരാകണം, ഇതര മതക്കാരനോട് എങ്ങനെ പെരുമാറണം, എങ്ങനെ മതം പ്രബോധനം ചെയ്യണം, എങ്ങനെ ഗതാഗത നിയമങ്ങൾ നിയന്ത്രിക്കണം, എങ്ങനെ സമ്പാദിക്കണം,
അങ്ങനെ തുടങ്ങി ചിരിക്കണോ ചിരിക്കണ്ടേ എന്നൊക്കെ പഠിപ്പിക്കാനാണ് ഋഷീശ്വരന്മാർ വന്നത്, മാമുനിവര്യന്മാർ വന്നത്, പ്രവാചക പുങ്കവന്മാർ വന്നതെന്നാണല്ലോ എല്ലാ വേദങ്ങളും പഠിപ്പിക്കുന്നത്. പക്ഷെ ആരൊക്കെ അത് ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട്? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇതാ ഈ പാലം, മാഹി പാലം, ഈ മാഹി പാലത്തിന്റെ പാലത്തിന്റെ വലതു ഭാഗത്ത് അങ്ങേയറ്റം ഒരാള് കോടി മലന്ന് കിടക്കുന്നുണ്ട്, കുമ്പിട്ട് കിടക്കുന്നുണ്ട്, കാട്ടറായി അടിച്ചിട്ട്. ഇപ്പൊ പോയി നോക്കിയാ കാണാം, ഇപ്പൊ പോയി നോക്കി ഫോട്ടോ എടുത്തുണ്ടോ അങ്ങ് കാണാം. മുഖം നിലത്തേക്ക് കമഴ്ന്ന് കള്ള് കുടിച്ചിട്ട് പൂസായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ കള്ളുടിച്ചിട്ട് ഒരു പട്ടി ഈ മാഹി പാലത്ത് കിടക്കുന്നില്ല. ഒരു പട്ടി, ഒരു പന്നി, ഒരു കുരങ്ങ് കള്ളുടിച്ചിരുന്നില്ല. പക്ഷെ ഒരു മനുഷ്യനുണ്ട് ഇവിടെ കള്ളു കുടിച്ച് ബോധം കെട്ട് കിടക്കും. കള്ളു കുടിച്ച ആളുകളെ ബോധം കെടുത്താൻ ഏറ്റവും ശ്രമിക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് മാഹി പാലം. ഞാൻ ആലോചിക്കുക, അത് വിൽക്കുന്ന ആളുണ്ടല്ലോ, ഈ കള്ളുടിയന്മാരിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണല്ലോ ഭാര്യനെ തീറ്റിക്കണത്. ഉളുപ്പില്ലാത്തവൻ, സത്യല്ലേ? അവനെ മക്കളൊക്കെ ഡ്രസ്സ് ധരിക്കണ എന്തിനാ? ഇവിടെ കള്ളുടിച്ച ഒരുത്തൻ സ്വന്തം മാതാവിനെ കത്തിയോണ്ട് കുത്തി കൊന്നിട്ട് ഓൻ കള്ളു കുടിക്കാൻ കൊടുത്ത ക്യാഷ് കൊണ്ട് പൈസ വാങ്ങി തിന്ന അന്തസ്സുള്ള ആണായി പറഞ്ഞ മനുഷ്യൻ കള്ളുഷാപ്പില് പൈസ കൊണ്ട് ജീവിക്കോ? മഹാഗൗരവായിട്ട് ചർച്ച ചെയ്യേണ്ട കാര്യമായിട്ടാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ അത്ഭുതത്തോടുകൂടി ഇപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ ഇലക്ഷനിൽ വോട്ട് ചെയ്ത് ആളുകളെ ജയിപ്പിക്കുക, അധികാരത്തിലെത്തുക, എന്നിട്ട് ആ അധികാരികൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന സേവനം എന്താ? നിങ്ങൾക്കൊക്കെ കള്ള് കിട്ടുന്നുണ്ടല്ലേ? ഞാൻ ഭരണത്തിൽ കയറിയതിനു ശേഷം നിങ്ങൾക്ക്, ഞാൻ എക്സൈസ് മന്ത്രിയായതിനു ശേഷം എല്ലാവർക്കും കള്ളിട്ടുണ്ടല്ലേ? അമ്മനെ ചവിട്ടാനും ഭാര്യനെ കൊല്ലാനും ഒക്കെ പ്രേരിപ്പിക്കുന്ന കള്ള് ഞാൻ വിളമ്പിയിട്ട് നിങ്ങൾക്ക് കിട്ടില്ലേ? അപ്പൊ ഞാൻ നല്ലൊരു അടുത്ത ഇലക്ഷനിൽ എനിക്ക് വോട്ട് ചെയ്യണം. നാം 15 കൊല്ലം കൊണ്ട് കേരളത്തെ എന്നേക്കുമായിട്ട് ഹ്യൂമൻ റിസോഴ്സിനെ ഞാൻ നശിപ്പിച്ചു തരുമോ? ബുദ്ധിയും കഥയുള്ള ഒരുത്തനോട്, ഏത് മന്ത്രി ആയിക്കോട്ടെ, അവനോട് എനിക്ക് പറയാനുള്ള എന്തറിയോ? ജി രാജ്യസ്നേഹിയുമല്ല, മനുഷ്യസ്നേഹിയുമല്ല. അല്ല, എന്ത് വെള്ളക്കുപ്പായിട്ടിട്ട് കാര്യമില്ല, എനിക്ക് എത്ര പോലീസ് പ്രൊട്ടക്ഷൻ തന്നിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഇതിന്റെ ഗൗരവം മനസ്സിലായോ? മാനവ വിഭവശേഷി എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? അതെന്താണെന്നറിയോ? ചൈന കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ മാനവ വിഭവശേഷിയുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തോട് പലതും ആധ്യാത്മികത വിളിച്ചു പറഞ്ഞ ഒരു നാടായത്. ആ നാട്ടിലെ എന്ത് മദ്യം സർവത്ര വിളമ്പുന്നത്. ഹിന്ദുവിന് അഭിപ്രായം ഉണ്ടോ മദ്യം നല്ലതാൻ? ക്രിസ്ത്യാനിക്ക് അഭിപ്രായം ഉണ്ടോ മദ്യം നല്ലതാൻ? പോട്ടെ കള്ള് ഷാപ്പ് ഓപ്പൺ ചെയ്യാൻ ചർച്ച ചെയ്ത് പെർമിഷൻ ചെയ്ത് തീരുമാനിക്കുന്ന ആളുകളോട്, വെള്ളക്കുപ്പായം തുണിയിട്ടവരോട്, കതറുടുത്തവരോട് ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങളെ മകൻ കള്ളു കുടിച്ച് നിങ്ങളെ പുരയിൽ വന്നിട്ട് അമ്മനെ ചവിട്ടുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? ആ പരിപാടിയിൽ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണത്? ആരെങ്കിലും ഗൗരവമായിട്ട് ചിന്തിച്ചു? ഞാൻ പാർട്ടി പറയല്ലോ. കേരളത്തിൽ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകളും മദ്യത്തിലുള്ള വരുമാനം വേണ്ടാൻ തീരുമാനിച്ച എന്താ? ഒന്നുകൂടെ അറിയണം, മദ്യം വിറ്റ് കിട്ടുന്ന വരുമാനത്തിന്റെ 3 ഇരട്ടിയാണ് മദ്യപാനികളെ പുനരധിവസിപ്പിക്കാൻ ഈ നാട് മുടക്കുന്നത്. അതുകൂടെ മനസ്സിലാക്കിയ എല്ലാവർക്കും നല്ലതാ. നല്ല മനുഷ്യൻ മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളുടെ കായിക ശേഷി നശിച്ചുവാണ്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ചിലി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, കേട്ടിട്ടില്ലേ? ഫുട്ബോളില് ഉറുഗ്വേ എന്ന് പറയുന്ന എത്ര ജനസംഖ്യ മക്കളെ അവിടെ? ഇവിടുത്തെ ഒരു ജില്ലന്റെ ആളുണ്ടോ അവിടെ? ഒരു രാജ്യത്ത് മൊത്തം ഇവിടുത്തെ ഒരു ജില്ലന്റെ ആളുണ്ടോ? ഞങ്ങളോട് 130 കോടി മനുഷ്യന്ന് 1 കോടിയിൽ നിന്ന് ഒറ്റൊരുത്തൻ. നല്ലോണം ചിന്തിക്കണം കേട്ടോ. 1 കോടിയിൽ നിന്ന് ഒരു പൗരൻ, ഒരു ഇന്ത്യൻ പൗരൻ, അടുത്ത കോടിയിൽ നിന്നൊരു ഇന്ത്യൻ പൗരൻ, അടുത്ത കോടിയിൽ, അങ്ങനെ 10 കോടിയുടെ ഇടയിൽ. ഞാൻ പറഞ്ഞു വന്നത്, 10 കോടിയിൽ നിന്ന് ഒരാൾ എടുക്കുക, 1 കോടി അവിടെ 10 കോടിയിൽ നിന്ന് ഒരാള് അങ്ങനെ എടുത്തിട്ട് പോലും ലോക ഫുട്ബോളിൽ 11 ആളെ നിരത്താൻ ഇന്ന് വരെ കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും ആവേശദായകമായ കളിയാണ് ഫുട്ബോള്. 1.5 മണിക്കൂർ ഓടാൻ എനർജി ഉള്ള ഒരു പൗരനില്ല ഇന്ത്യയില് എന്ന് നല്ലോണം മനസ്സിലായിക്കോളി. എന്തുകൊണ്ടാ സംഭവിച്ചത്? എന്തുകൊണ്ടാ? നിങ്ങൾ ആലോചിച്ചു, വലിയ ജലപ്രളയം ഉണ്ടായി. ആ ജലപ്രളയത്തിന് ശേഷം കൊച്ചിയിലെ 200 കോടിയുടെ കഞ്ചാവ പിടിച്ച്. എത്ര? 1000 രൂപയുടെ കഞ്ചാവ്, 200 കോടിയുടെ കഞ്ചാവ്. ആർക്കാത്? നായിക്കും പന്നിക്ക, കോഴിക്കും പൂച്ചക്കാണോ? 2 കാലിൽ നിൽക്കുന്ന ബുദ്ധിജീവി എന്ന് പറഞ്ഞ മനുഷ്യന്. ഒരു ബാപ്പ എന്നോടൊരിക്കൽ പറഞ്ഞ്, എന്റെ മോനപ്പം വലിയ കലാപമൊന്നുമില്ല, ഇടക്കിങ്ങനെ ചിരിക്കും, ഇടക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കരയും, വേറെ പ്രശ്നമൊന്നും കൊണ്ടില്ല. ഞാൻ പറഞ്ഞു, പൊന്നാരപ്പാ, ഓൻ കഞ്ചാവിന് അടിമയാ, നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ മതി. സ്കൂളുകളിലാണ് കഞ്ചാവ് വിൽക്കുന്നത്, നല്ലോണം അറിഞ്ഞോളാം. നമ്മുടെ പെൺകുട്ടികളുടെ കാലിന്റെ നരിയാണിയുടെ ഭാഗത്തൊക്കെ സ്റ്റിക്കർ കണ്ടാ പരിശോധിച്ചോളുക. ബ്ലേഡ് കൊണ്ട് ചെറിയൊരു വരയിടും കാലിന്റെ നിര്യാണിയില്.
എന്നിട്ട് മയക്കുമരുന്നിന്റെ സ്റ്റിക്കർ ഉണ്ട്. നമ്മൾ കാണുമ്പോൾ എന്താ അറിയോ, മുറിക്ക് വേണ്ടി വെച്ച സ്റ്റിക്കറാന്നാ തോന്നുക. അല്ല ഉപ്പമാരെ, മയക്കുമരുന്നിന്റെ സ്റ്റിക്കറാണ്. ബോട്ടലിൽ വെള്ളം കൊണ്ടുപോകും മക്കള്, ആ വെള്ളത്തിൽ ഗുളിക ഇടും, മയക്കുമരുന്നിന്റെ ഗുളിക. അത് വെള്ളത്തിൽ ലയിച്ചു ചേരും. ആരും കാണില്ല, അറിയില്ല, ഒന്നും അറിയില്ല. അത് ഗവേഷണം നടത്തി അറിയാനല്ലാതെ കഴിയില്ല. അങ്ങനെ അധുനാധുനമായ രൂപത്തിലാണ് മയക്കുമരുന്ന് വിപണനം കേരളത്തിൽ അരങ്ങ് തകർക്കുന്നത്. മയക്കുമരുന്ന്, മദ്യം, മൊബൈൽ അതിനടിമകളാണ്. ഞാൻ പറയണു, ലോകത്ത് ഇന്ത്യയിലെ പോലെയുള്ള ഒരു മൂന്നാംകിട രാജ്യങ്ങളിലൊക്കെ മൊബൈലിന് അടിമകളാണ്. ഒരു തരം ഭ്രാന്താണ്, ജ്വരമാണ്, യൗവനം ഹോമിക്കപ്പെടുകയാണ്, തകർന്നു പോവുകയാണ്. ബാപ്പ വിളിക്കുന്നുണ്ട് കേൾക്കില്ല, അച്ഛൻ വിളിക്കുന്നുണ്ട് കേൾക്കില്ല, മക്കളും ആരും തമ്മിലൊരു എല്ലാവരും ശരിക്കും നമ്മൾ എന്താ പറയുന്നത്, ആഗോള സംവിധാനമുള്ള അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് അല്ലെ ഗ്ലോബലൈസേഷൻ എന്നൊക്കെ ഇവിടെ പറയുന്നു. സത്യത്തിൽ ലോകം ഒരു അതിഗോളമായി, എല്ലാവരും അതിരുകളില്ലാത്തവരായി. പക്ഷെ ഞാൻ പറയണു, 715 കോടി മനുഷ്യരും ഓരോ ലോകത്താ ജീവിക്കുന്നത്. അവന്റെ ലോകം അവന്റേതും മാത്രമാണ്. അവനൊരു ലോകമേ ഉള്ളൂ, വേറെ ആരും ആ ലോകത്തില്ല. സത്യം, ഞാൻ വെറുതെ പറയുന്നല്ല. നമ്മുടെ മക്കളൊക്കെ ഒരുതരം ആലസ്യത്തിന്റെ മൂടുപടങ്ങളിലാണ്. അവർ ഉള്ളോട്ട് വലിയുകയാണ്. എന്തൊക്കെയോ അസ്വസ്ഥതകളാൽ സ്ഫോടനാത്മകമാണ് അവരുടെ മനസ്സുകൾ. എങ്ങനെ സംഭവിക്കുന്നു ഇത്? ആലോചിക്കണം, എങ്ങനെ സംഭവിക്കുന്നു ഇത്? എന്തുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവണോ? ഇവിടുത്തെ സോഷ്യൽ മീഡിയകൾ, ഇവിടുത്തെ മീഡിയകൾ, ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ, ഇവിടുത്തെ വിഷ്വൽ മീഡിയകൾ, ഇതെല്ലാം നമ്മുടെ മക്കളെ കേടുവരുത്തുന്നുണ്ടോ? അധ്യാപകർ കേടുവരുത്തുന്നുണ്ടോ? വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിൽ ഗുരു ശിഷ്യ ബന്ധം മാറിയിട്ടുണ്ടോ? അവിടെ കാമകേളികളുടെ ലോകമാണോ? അതൊക്കെയാണല്ലോ പുതിയ പഠനങ്ങൾ. അതുകൊണ്ട് മാഹി പാലത്ത് എന്റെ പ്രസംഗം കേൾക്കുന്നവരോട് ഇതിന്റെ ചില മർമ്മങ്ങൾ പറയാൻ. ഈ അധർമ്മങ്ങളൊക്കെ ഉണ്ട്, ഇതില്ലാതാവണം. എന്താണ് വേണ്ടത്? എന്താ വേണ്ടത്? ഈ അധർമ്മങ്ങളില്ലാത്ത ഒരു ലോകഘടന ഉണ്ടാവണം. എന്താ വേണ്ടത്? എന്തിന്? ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ വിഖ്യാതമായ, ഞാൻ നേരത്തെ ഉദ്ധരിച്ച ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മതമാണ് ശരിക്കും മനുഷ്യനെ സാംസ്കാരികമായി നന്നാക്കുന്നത്. മതത്തിന്റെ മൂല്യങ്ങളാണ് മനുഷ്യർ നിലക്കാനുള്ള അടിസ്ഥാനം എന്നാ പറയുന്നത്. സത്യമാണ്. അതുകൊണ്ട് നമ്മൾക്ക് നന്നാവണം. നന്നാവാൻ എന്താ വഴി? ലോകത്ത് ഞാൻ നിങ്ങളുടെ ഒരുപാട് ചരിത്രങ്ങൾ വായിച്ച ഒരു ചരിത്ര വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം. എന്റെ മെയിൻ സബ്ജക്ട് ആ വിഷയമായതുകൊണ്ടും ഞാൻ പറയാം. ലോക ചരിത്രത്തെ കുറിച്ച് ഡിഗ്രി തലത്ത് പഠിച്ചു എന്നുള്ളൊരു നിലക്കും ഞാൻ പറയാം നിങ്ങളോട്. ലോക ചരിത്രം പരിശോധിക്കുമ്പോൾ അത്ഭുതാവഹമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആ കാര്യം പറയുന്നുണ്ട്. അറബ് ജനത ഒട്ടകത്തിന്റെ സഞ്ചാരത്തിനനുസരിച്ച് ജീവിച്ചു പോകുന്ന ഒരു തലമുറ, ആ തലമുറ അന്ന് അവരുടെ കൂടെ മുഹമ്മദ് നബി ഉണ്ട്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറയാൻ 40 വയസ്സുവരെ മുഹമ്മദ് ആ നാട്ടിലുണ്ട്. അദ്ദേഹം മദ്യപിച്ചിരുന്നില്ല, അദ്ദേഹം വ്യഭിചരിച്ചിരുന്നില്ല, അദ്ദേഹം പലിശ കൊടുത്തിരുന്നില്ല, അദ്ദേഹം ഒരാളെ ആക്രമിച്ചിരുന്നില്ല, ഒരു പെണ്ണിനെ പോലും ഒളിക്കണ്ണിട്ട് നോക്കിയിരുന്നില്ല, അരാജകത്വത്തിന്റെ ഒരു തരിമ്പും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ബിംബത്തെ ആരാധിച്ചില്ല, മഹാന്മാരെ ആരാധിച്ചില്ല. കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുറ്റിയും ആൽത്തറകളും അക്ബറുകളും ജാറങ്ങളും ഒക്കെ അന്നുണ്ട്. അതിനൊന്നും അദ്ദേഹം ആരാധിച്ചില്ല. അദ്ദേഹം ഈ പ്രപഞ്ചത്തിന്റെ നാഥനിലേക്ക് അദ്ദേഹത്തിന്റെ മനസ്സ് കേന്ദ്രീകരിച്ചു. പക്ഷെ 40 കൊല്ലം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞോ ആ നാട്ടില്? ഇല്ല. ആ നാട്ടിൽ മാറ്റം ഉണ്ടാക്കാൻ അദ്ദേഹം ഇറങ്ങി തിരിച്ചോ? ഇല്ല. പക്ഷെ ഇറാ ഗുഹയിൽ വെച്ച് ദൈവത്തിൽ നിന്ന് വെളിപാടുണ്ടായി. പിന്നെ അദ്ദേഹം വിശ്രമിച്ചോ? നോക്കൂ എന്റെ പൊന്നു ചെങ്ങായിമാരെ, യൗവനത്തിന്റെ ഏറ്റവും ചൂടേറിയ കാലം ഒരാൾ വെറുതെ ഇരിക്കുകയാണ്. അത് നിങ്ങൾ എല്ലാവരും ആലോചിക്കേണ്ട കാര്യമാണ്. 40 വയസ്സുവരെ ഒരു തിന്മയും അദ്ദേഹം ചെയ്തിട്ടില്ല. നാട്ടിൽ നടക്കുന്ന തിന്മയോട് അദ്ദേഹത്തിന് വെറുപ്പാണ്. എന്നിട്ടും എന്തേ അദ്ദേഹം ഇറങ്ങിത്തിരിക്കാത്ത? എന്തായിരുന്നു അദ്ദേഹത്തിന് ഒരു ധൈര്യത്തിന്റെ കുറവ്? ആ ധൈര്യം 40-ാമത്തെ വയസ്സിൽ ഒറിജിനലായിട്ട് കിട്ടി. അല്ല, ഒരാൾക്ക് ധൈര്യം ഉണ്ടാവൂ? ഒരാൾക്ക് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടാവൂ? അതുണ്ടാവില്ല. ആ ധൈര്യം എവിടുന്ന് കിട്ടി? 40 വയസ്സുവരെ കിട്ടാത്തൊരു ധൈര്യം, 40 വയസ്സുവരെ കണ്ട സമൂഹത്തിലെ തിന്മ, ഏറ്റവും ചുറുചുറുക്കുള്ള കാലം, ഇടിക്കാൻ പറ്റുന്ന കൈമസിലുള്ള കാലം, 40 കഴിഞ്ഞിട്ട് 63 വയസ്സുവരെ യാതൊരു പേടിയില്ലാതെ പിന്നെ അദ്ദേഹം പ്രവർത്തിച്ച എന്തുകൊണ്ടാ? അത് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഞാൻ ശ്രീരാമനെ കുറിച്ച് പഠിച്ചു, ശ്രീകൃഷ്ണനെ കുറിച്ച് പഠിച്ചു, യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു. ആ കൂട്ടത്തിൽ ഞാൻ പ്രവാചകനെ പഠിച്ചു. എനിക്ക് പ്രവാചകനെ വേറിട്ട് കാണാൻ കഴിയും. ഒന്ന്, പ്രവാചകൻ ഭാവന കഥാപാത്രമല്ല. മഹാത്മാഗാന്ധി പറഞ്ഞത് ശ്രീരാമനും ശ്രീകൃഷ്ണനും കഥാപാത്രങ്ങളാണ്, ചരിത്ര പുരുഷന്മാരല്ല. ഒരു രേഖയില്ല എന്നാണ് ഗാന്ധിജി പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ അത് ഒരിക്കലും ചരിത്ര പുരുഷനാന്ന് പറയരുത് എന്നാണ് ഹരിജൻസിൽ ഗാന്ധിജി അന്ന് ലേഖനം എഴുതിയത്. 1930 കാലങ്ങളിൽ ഗാന്ധിജിയുടെ ലേഖനത്തിന്റെ പ്രസിദ്ധ ഭാഗം അതായിരുന്നു. അനി ബസന്റിനെ പോലെ, ഗോപാലാചാര്യെ പോലെ, ബാലഗംഗാധര തിലകനെ പോലെ ഉള്ളവരൊക്കെ
ശ്രീരാമനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭാരദ്വാജന്റെ കൂടെ തമസാ നദിയുടെ തീരത്തുപോയി ക്രൗഞ്ചമിഥുനങ്ങൾ സ്നേഹം പങ്കുവെക്കുന്നതിനിടയിൽ മാലിഷാദ എന്ന് വാത്മീകിയുടെ അവിടെ നിന്നുള്ള ഇതിവൃത്തമാണ് രാമായണം. നേരെ മറിച്ച് മുഹമ്മദ് നബി അങ്ങല്ല, അറേബ്യ ഉണ്ടായിരുന്നു ഭാവനയല്ല, ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. 1400 വർഷം മുമ്പുണ്ട്. മക്ക അന്നും ഉണ്ട്, കഅബാല അന്നും ഉണ്ട്. എല്ലാവർക്കും അറിയാം, ചരിത്രം എഴുതിയ എല്ലാവർക്കും അറിയാം. അന്ന് ഖുറൈശി ഗോത്രമുണ്ട്, ഉള്ളതാണ്. മുഹമ്മദ് ജനിച്ചിട്ടുണ്ട്, ഭാവനയല്ല, കവിഭാവനയല്ല. ഉണ്ടായി. ആമിന എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടായി, അബ്ദുള്ള എന്ന് പറഞ്ഞ മനുഷ്യനുണ്ടായി, അവർക്കൊരു പുത്രനുണ്ടായി, അറബികളുണ്ടായി. അവർ പിന്നീട് 23 കൊല്ലം കൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സംസ്കാരത്തിന്റെ ഉടമയായി. ഈ 23 കൊല്ലം കൊണ്ട് എന്തുണ്ടായത്? പഠിക്കേണ്ടതാണ് എന്നല്ല ഞാൻ എല്ലാവരോടും പറയണേ. നമ്മുടെ ഗാന്ധിജിയും കെജ്രിവാളും ഒക്കെ പറയുന്നത് ഉമറിനെ പോലുള്ള ഒരാളുടെ ഭരണം അതാ ഇന്ത്യയിലൊക്കെ വേണ്ടത്. എന്റെ ചോദ്യം, ഉമർ ആരായിരുന്നു ആദ്യം? ഉമർ പിന്നെ ആരായി? ഉമർ ആദ്യം എന്തുകൊണ്ട് നന്നായില്ല? ഉമർ രണ്ടാമത് എന്തുകൊണ്ട് നന്നായി? ഏതൊരു മനുഷ്യനും അങ്ങനെയാണല്ലോ. ഇവൻ ദുബായി പോയി വന്നപ്പോൾ നല്ല മനുഷ്യനായി. ചില ആളുകൾ ഖത്തറിൽ പോയപ്പോൾ നന്നായി, എന്തൊക്കെ കുരുത്തക്കേടായിട്ട് ഇവിടുന്ന് പോയത് ഇപ്പൊ പക്വതുള്ളൊരു ചെക്കനായി. നമ്മൾ ഗൾഫിൽ പോയി വന്നവരെ പറ്റി പറയാറുണ്ട്. എന്റെ അവിടെ പോയപ്പോൾ മാറ്റം ഉണ്ടാകാൻ കാരണം ഇവിടുത്തെ സാഹചര്യം വൃത്തികേട് ചെയ്യാനായിരുന്നു. ഇവിടെ ജനിച്ചപ്പോൾ കണ്ട സുഹൃത്തും കൂട്ടുകാരും പശ്ചാത്തലമൊക്കെ അതായിരുന്നു. അവിടെ പോയപ്പോൾ കൃത്യമായിട്ട് 6 മണിക്ക് ജോലിക്ക് പോകണം. അവിടെ കൃത്യമായിട്ട് ജോലി ചെയ്താലേ കൂലിയുള്ളൂ. അവിടെ നിയമമൊക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. നന്നാകാനുള്ള സാഹചര്യം അവിടെ ഉണ്ട്. നന്നായി. കേടുവരാനുള്ളതുണ്ട്, പക്ഷെ നന്നാകാനുള്ള സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തി നന്നായി. വിഷയം എന്താണ്? അറേബ്യൻ ജനത മുഹമ്മദ് നബി 40 കൊല്ലം ജീവിച്ചപ്പോൾ കേടിലായിരുന്നു, തെറ്റിലായിരുന്നു. അന്ന് മുഹമ്മദ് നബിയുടെ അഭാവം അവിടെ ഇല്ല. പക്ഷെ മുഹമ്മദ് നബിയുടെ കയ്യിൽ ഒരു ഗ്രന്ഥം ഉണ്ടായിരുന്നില്ല. ആ ഗ്രന്ഥം പൂർണ്ണമായിട്ട് ദൈവികമാണ് എന്ന് വന്നപ്പോൾ പരിവർത്തനം ഉണ്ടായി. എന്റെ ചോദ്യം ഞാൻ ആവർത്തിച്ചു വയ്ക്കുന്നു, ഭഗവത്ഗീതയുടെ കണ്ടന്റ് അനുസരിച്ച് ജീവിക്കുന്ന ഒരു ലോകം, ഒരു ഗ്രാമപഞ്ചായത്ത് ഭൂമിയിൽ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ബൈബിൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സൊസൈറ്റി ഒരു 10 കിലോമീറ്ററിന് ഉള്ളളവിൽ ലോക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. 20 ഭൗതിക സാമ്രാജ്യങ്ങളിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന തങ്കപ്പെട്ട മുത്തുകൾ ലോകത്തുണ്ടായി. ചരിത്രമല്ലേ? അല്ലേ? നിഷേധിക്കാൻ പറ്റുന്നവർ വന്നോളൂ, നിഷേധിച്ചോളൂ, ഞാൻ സമയം തരും. സാധ്യമല്ല എന്ന് പറയും. എന്തുകൊണ്ട് ഒരു വേദഗ്രന്ഥത്തിന് എന്തുകൊണ്ട് ഇത് കഴിഞ്ഞു? വേറെ ഒരു വേദഗ്രന്ഥത്തിനും ഇതുപോലൊരു പരിവർത്തനം. വേദഗ്രന്ഥങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്, അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ മുഹമ്മദ് നബിയുടെ കയ്യിൽ 40ാമത്തെ വയസ്സിൽ ഒരു ഗ്രന്ഥത്തിന്റെ ആദ്യ വചനം കിട്ടിയത് മുതൽ മരിക്കണതിന്റെ കുറച്ചു ദിവസം മുമ്പ് വരെ ദൈവത്തിങ്കൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട കണ്ടന്റിന്റെ ഉള്ളടക്കം മാനവ ചരിത്രത്തെ അട്ടിമറിച്ചു. എങ്ങനെ? ഇതെല്ലാരും ഗൗരവമായിട്ട് പഠിക്കേണ്ടതാ. എല്ലാരും, ഇവിടുത്തെ എല്ലാരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബിനെ പറ്റി പറഞ്ഞു. മുന്നറിയിപ്പുകളുടെ ലോകത്തേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു കടിഞ്ഞാണില്ലാതെ ജീവിച്ച ഒരു കൊട്ടേഷൻ ഡയറക്ടറായിരുന്നു. ഒരു തനി ഗുണ്ട അതിന്റെ ഡയറക്ടർ. ഉമറായിരുന്നു എല്ലാവരെയും ടോപ്പ് ലീഡർ. നമ്മൾ സാധാരണ പറയുന്ന പോലെ ലോകം അറിയപ്പെട്ട പല ആളുകളും ഉണ്ട്. അതിൽപ്പെട്ട ഒരു 1ാം നമ്പർ വാളും കൂടെ ഊരിയാല് ആ വാള് വെറുതെ ഉറയിലേ പോവില്ല, ചോരെങ്ങനെ ഉറ്റി വീഴണം, അതിന് കിട്ടുന്നവനെ വെട്ടണം, കൊല്ലണം. ഇതായിരുന്നു ഉമർ. ആ ഉമർ ഒറിജിനലായിട്ട് ഉണ്ടായ ആളാ. ആ ഉമർ രാജ്യം ഭരിച്ചിരുന്നു ഒരു കാലത്ത്. ആ രാജ്യം ഭരിച്ച ഉമറിനെയാണ് ഗാന്ധിജി ഇഷ്ടപ്പെട്ട്. എന്തുകൊണ്ട്? ഗാന്ധിജി എന്തുകൊണ്ട് പറഞ്ഞില്ല വേറെ ഒരു ഭരണം വേണോന്ന്? ഉമറിന്റെ ഭരണം എനിക്ക് ഇഷ്ടമാണ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കെജ്രിവാൾ എന്തുകൊണ്ട് പറഞ്ഞു? പഠിക്കുന്നവർക്ക് മുഴുവൻ അറിയാം ആ ഭരണം എന്താ. സ്കൂളുകളിൽ കുട്ടികളെ പഠിപ്പിച്ചു ഉമറിന്റെ ഭരണം. എന്തേ കാരണം? എന്റെ ചോദ്യം ഏതാണ്? ഉമർ എങ്ങനെ മാറി? മുഹമ്മദ് നബി പഠിപ്പിച്ച സിദ്ധാന്തം അനുസരിച്ച് ജീവിച്ചപ്പോ അനീതി തരിമ്പുമില്ലാത്തൊരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. അതെങ്ങനെ ഉണ്ടായി? ചരിത്ര വിദ്യാർത്ഥികൾ അങ്ങനെയാ പഠിക്കേണ്ടത്, പക്ഷപാതത്തോടെയല്ല. അല്ല, നമ്മളൊക്കെ പാർട്ടി ഭ്രാന്ത് മൂത്തവരാണ്, സംഘടനാ ഭ്രാന്ത് മൂത്തവരാണ്. അതുകൊണ്ട് സത്യത്തിലെത്താൻ കഴിയില്ല. നമ്മൾ പറയുന്നെന്താ? ഓം അസദോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യുമാ അമൃതംഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. എന്താ ഇതിനർത്ഥം? ദൈവമേ, പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം അല്ലേ? ഓം എന്ന് പറഞ്ഞാൽ അതാണ്. അല്ലാണ്ട് ശബരിമല ശാസ്താവ് എന്നല്ല, ഗുരുവായൂരപ്പൻ എന്നല്ല, പിശാരികാവിൽ അമ്മ എന്നല്ല, ശ്രീരാമൻ ശ്രീകൃഷ്ണൻ. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം, ലോകത്തിന്റെ നാഥൻ. അവിടെ നോക്കിയാൽ കാണാ ചന്ദ്രൻ. ആ ചന്ദ്രനെ ആരാണോ
നിലാവലകളുള്ള ചന്ദ്രനാക്കിയത്. സൂര്യന്റെ പ്രകാശത്താൽ പ്രകാശിക്കുന്ന ആ ഗോളത്തെ ആരാണോ സംവിധാനിച്ചത്, ആ സംവിധായകനോടുള്ള പ്രാർത്ഥന, 14 ലോകങ്ങളെയും സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥനോടുള്ള പ്രാർത്ഥന. എന്താ പ്രാർത്ഥന? അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണേ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണേ. എന്റെ ചോദ്യം, അത് പ്രാർത്ഥിക്കുന്ന ഒരു ഹിന്ദു സന്യാസിക്ക്, അത് പ്രാർത്ഥിക്കുന്ന ഒരു ഹൈന്ദവന് ഇരുട്ടും വെളിച്ചവും വേർതിരിക്കാൻ മാനദണ്ഡം എന്താ? ആ മാനദണ്ഡം എന്താണ്? ആ മാനദണ്ഡം ശബരിമലയിൽ പെണ്ണുങ്ങൾ പോകാൻ പാടുണ്ടോ അല്ലേ? ഋഗ്വേദം പറയട്ടെ, പറഞ്ഞിട്ടുണ്ടോ? ചതുർവേദം പറയട്ടെ, പറഞ്ഞിട്ടുണ്ടോ? 108 ഉപനിഷത്തുകൾ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പരിശോധിക്കേണ്ടതാണ്. ഖുർആനിൽ ഒരു വനിതയുടെ പേര് പറയും, മറിയം എന്നാണ് ആ മറിയയുടെ പേര്. 34 സ്ഥലത്ത് ആ മറിയം ബീവിനെ പറ്റി പറയും. ആ സ്ത്രീയെ കുറിച്ച് 3-ാം അധ്യായം 42 പറയുന്നത്, ലോക സ്ത്രീകളിൽ ഏറ്റവും ഉന്നതയായ സ്ത്രീ. ആ സ്ത്രീ പള്ളി പരിപാലന കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ആ സ്ത്രീ പള്ളി പോയി നിസ്കരിച്ച ആളായിരുന്നു ഖുർആൻ പറയുന്നു. ആലോചിക്കുക. അതായത് പെണ്ണിന് മക്കത്ത് പോകാൻ പാടുണ്ടോ ഇല്ലേ എന്നിവിടെ ഒരു ചർച്ച വന്നാൽ പാടുണ്ട്. എന്താ കാരണം? ഖുർആൻ പറയുന്നു പാടുണ്ട്. പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുക ഇസ്ലാമിലൊരു ആരാധനയാണ്. ഖുർആനിന്റെ 2-ാം അധ്യായം 186, 87 പറയുന്നു പെണ്ണിന് പള്ളിയിൽ ഇരിക്കാന്ന്. പെണ്ണിന് പള്ളിയിൽ ഇരിക്കാന്ന് പറയുന്നു. അപ്പൊ പള്ളിയിൽ പോകാമോ? പോകാം. ഇരിക്കാമോ? ഇരിക്കാം. ആരാധന നടത്താമോ? നടത്താം. ഖുർആനിൽ കൃത്യമായിട്ടുണ്ട്. ഭഗവത്ഗീതയിലുണ്ടോ? ഇതാണ് ചോദ്യം. ബൈബിളിലുണ്ടോ? ഇതാണ് ചോദ്യം. ലോകവേദങ്ങളിലുണ്ടോ? ഇല്ലെങ്കിൽ എന്തുകൊണ്ട്? ഉണ്ടെങ്കിൽ എന്ത്? ഏത് വിഷയം എടുത്തു, ഏത് കാര്യം എടുത്തു, ഏത് വിഷയം എടുത്തു? ഒരു ഉദാഹരണം പറയാം. നോട്ട് നിരോധിച്ചു. ഓരോ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. 2 കൊല്ലം പിന്നിട്ടു. ഇന്ത്യയുടെ നടുവൊടിഞ്ഞു. എനിക്ക് പലപ്പോഴും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, BJP ഭാരതീയ ജനതാ പാർട്ടി അവരുടെ വാദപ്രകാരം അവരാണ് ഇവിടുത്തെ ഏറ്റവും നല്ല പാർട്ടി. ശരിയാണ്, ബാധ്യതാ ജനതാ പാർട്ടി എന്നാട്ടോ ഇനി അതിന്റെ പേര്. ഇനി വരുന്ന സർക്കാരിന് ലോകത്തെ ഏറ്റവും വലിയ ബാധ്യത ഉണ്ടാക്കി വെച്ച ബാധ്യതാ ജനതാ പാർട്ടി. ഇത് ഞാൻ പറയുമ്പോൾ നോട്ട് നിരോധവും ഇസ്ലാമും തമ്മിൽ ഒരു വേർപെട്ടു പോകുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ഉമറിന്റെ ഭരണകാലഘട്ടത്തിലാണ്. ഇതുപോലെ പല സംഭവങ്ങളും ഉമറിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. അതിൽ പെട്ടൊരു കാര്യമാണ് റേഷനുമായി ബന്ധപ്പെട്ട ഉമറിന്റെ തീരുമാനം. ഞാൻ പറയാം, നോട്ട് നിരോധിച്ചു. 100 ആളുകൾ ഇവിടെ മരിച്ചു വീണു. വല്ല അധികൃതർക്കും കണ്ണു തുറന്നോ? ഇപ്പോഴും തുറന്നോ? ഇല്ല. എന്നാൽ നിങ്ങൾ കേട്ടോളൂ, ഇതുപോലെ ഒരു നമ്പർ 8 നോട്ട് നിരോധിച്ചല്ലോ, അതുപോലെ പിന്നെ കുഞ്ഞുങ്ങൾക്ക്, ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും റേഷൻ ഇല്ല. ഉമറിന്റെ പ്രഖ്യാപനമാണ്. ജനിച്ചു വീഴുന്ന കുട്ടികൾക്കൊന്നും റേഷൻ ഇല്ല, മുലകുടി പ്രായം മാറിയാലല്ലാതെ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. ആ തീരുമാനം എല്ലാവരും ഓരോ കവലകളിൽ പ്രഖ്യാപിച്ചു. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് റേഷൻ ഇല്ല. അന്ന് ഖജനാവ് റേഷൻ ഉണ്ടായിരുന്നു, സർക്കാർ വക റേഷൻ ഉണ്ടായിരുന്നു. 1400 വർഷം മുമ്പുള്ള കഥയെ പറയുന്നത്. നോട്ട് നിരോധവും റേഷന്റെ അവസ്ഥയും തമ്മിലും ഒക്കെ ഒന്ന് പഠിക്കാനേ ഞാൻ പറയുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് പ്രധാനി ജനിച്ചു വീഴുന്ന കുട്ടികൾക്ക് മുലകുടി മാറാതെ റേഷൻ ഇല്ല എന്ന് പ്രഖ്യാപിച്ചു. അങ്ങനെ അദ്ദേഹം ഒരു ടെന്റിന്റെ അടുത്തൂടെ പോകുമ്പോൾ ഒരു കുട്ടി കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല കുട്ടിയുടെ കരച്ചിൽ. കുട്ടിയുടെ കരച്ചിൽ ഇഷ്ടപ്പെടായിട്ടില്ല. ആ കുട്ടിയുടെ മാതാവ് ആ കുട്ടിയെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് ഖലീഫ ഉമർ പറയുന്നത്. അദ്ദേഹം ചെന്ന്, എന്താ സഹോദരി, നിങ്ങളുടെ കുഞ്ഞ് കരയല്ലേ, എന്താ നിങ്ങൾക്കൊരു മനസ്സലിവില്ലാത്ത? ആ കുട്ടിയുടെ കരച്ചിൽ ഇല്ലാതാക്കും എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടന്നുപോയി. ആ കുഞ്ഞിന്റെ കരച്ചിൽ പിന്നീട് അർദ്ധരാത്രി ഖലീഫ ഉമർ ടെന്റിൽ വെച്ച് കേൾക്കുകയാണ്. മനുഷ്യന്മാരെ, കഥയല്ല കേട്ടോ, ഭാവനയല്ല. ലോകത്തൊരു നാട്ടിൽ ജീവിച്ച ഒരു ഭരണാധികാരിനെ പറ്റിയാ പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ഇപ്പൊ ഭരിക്കുന്ന പോലെ നാട് ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരിയെ കുറിച്ചാ പറയുന്നത്. നല്ലോണം ആലോചിക്കുക. കുട്ടിയുടെ കരച്ചിൽ കേൾക്കുന്നു. ഖലീഫ ഉമർ 20 ഭൗതിക സാമ്രാജ്യങ്ങളെ ഭരിക്കുമ്പോ അപ്പൊ അദ്ദേഹം ആ ടെന്റിലേക്ക് വീണ്ടും നടന്നു ചെന്നു അർദ്ധരാത്രി. നിങ്ങളോടല്ലേ ഞാൻ പറഞ്ഞു ഈ കുട്ടിയെ ഇങ്ങനെ കരയിപ്പിക്കരുത്. അപ്പൊ ആ സ്ത്രീ പറഞ്ഞു, നിങ്ങൾക്ക് എന്റെ പ്രയാസം മനസ്സിലാവില്ല, എന്റെ കുഞ്ഞ് മുലകുടി പ്രായത്തിലാ. മുലകുടി പ്രായത്തിലുള്ള കുട്ടിക്ക് റേഷൻ ഇല്ല എന്ന് ഖലീഫ ഉമർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ റേഷൻ കിട്ടാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിക്ക് മുല കൊടുക്കാതിരിക്കുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കിട്ടാതാകുമ്പോൾ അവൻ കരച്ചിൽ സ്വാഭാവികമായിട്ട് നിർത്തിക്കോളുമല്ലോ, അതിനു വേണ്ടിയാണ്. പിന്നെന്താ ഉണ്ടായത്? ഇവിടെ നോട്ട് നിരോധിച്ചപ്പോൾ 100 ആള് വരിയിൽ നിന്നും മരിച്ചല്ലോ. എന്തെങ്കിലും ഒരു അലിവ് ഹൃദയമുള്ളവർക്ക് ഉണ്ടാവും. അതുണ്ടായോ? നമ്മുടെ ഭരണാധികാരികൾക്ക് ഹൃദയമുള്ളവർക്ക് ഉണ്ടാവും, കുപ്പായിട്ടാ ഉണ്ടാവില്ല. ഈ ശരീരത്തിന്റെ മുകളിൽ കുപ്പായിട്ടാ ഹൃദയം നന്നാവില്ല. കുപ്പായ ഇടുന്നതിന് മുമ്പ് ശരീരത്തിന്റെ ഉള്ളിലെ ഹൃദയത്തിൽ മാലിന്യമില്ലാത്ത ധർമ്മത്തിന്റെ കുപ്പായ ഇടണം.
അതുണ്ടാകണമെങ്കിൽ ഒരു നല്ല മൂല്യത്തെ ഫോളോ ചെയ്യണം. നല്ല മൂല്യത്തെ ഉൾക്കൊള്ളുന്നവരുടെ ഹൃദയം നന്നാവും. നേരെ മറിച്ച് വൃത്തികേടിന്റെ സിദ്ധാന്തം ഏത് ഭരണാധികാരി ആയിക്കോട്ടെ, അത് മുസ്ലിം ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, ഓന് നന്നാക്കുന്നത് മൂല്യമാണ്. ഖലീഫ ഉമറിന് പിന്നെന്താ ഉണ്ടായത്? മുലകുടി മാറാത്ത കുട്ടിക്ക് റേഷൻ നിഷേധിച്ചുവല്ലോ. എന്താ ഉണ്ടായത്? പൊട്ടിക്കരയാണ് അദ്ദേഹം. രാത്രി മുഴുവനും കരഞ്ഞു നേരം പുലരുന്നവരെ പള്ളിയിൽ ചെന്നു. അദ്ദേഹം സുബൈ നിസ്കാരത്തിന് ഇമാമത്തുന്നു. ഇമാമത്ത് അദ്ദേഹം ലീഡറാണ്, അദ്ദേഹം പള്ളിയിലെ ഇമാമും കൂടിയാണ്. അദ്ദേഹം ഇമാമത്ത് നിസ്കരിക്കുമ്പോ കരയാണ്. സ്വഹാബത്തിനൊന്നും മനസ്സിലായില്ല. കരച്ചിൽ കഴിഞ്ഞു, സലാം വീട്ടി അദ്ദേഹം ജനങ്ങളോടായിട്ട് പള്ളിയിൽ നിന്ന് പറയാണ്, നിങ്ങൾ ഉമറിന് വേണ്ടി പൊറുക്കലിനെ തേടണം. പടച്ചോനോട് ഉമറിന് വേണ്ടി നിങ്ങൾ പൊറുക്കലിനെ തേടണം. ഒരു ഭരണാധികാരി എന്ന നിലക്ക് ഞാനൊരു പിടിപ്പ് കെട്ടവനായി പോയല്ലോ. ഞാനെടുത്ത ഒരു തീരുമാനം, ജനിച്ച കുട്ടികൾക്ക് റേഷൻ ഇല്ലെന്ന എന്റെ രാഷ്ട്രീയ തീരുമാനം എത്രയോ കുട്ടികളെ കരയിപ്പിച്ചു, എത്രയോ ഉമ്മമാരുടെ മനസ്സിനെ വേദനിപ്പിച്ചു. ഉമ്മമാരുടെ മനസ്സിനെ വേദനിപ്പിക്കുകയും കുട്ടികൾ കരയാൻ കാരണമായ ഒരു തീരുമാനമെടുത്ത എനിക്ക് എന്റെ റബ്ബ് പൊറുത്തു തരട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. രണ്ടാമത്തതോ, ഉമർ ഇങ്ങനെ പ്രഖ്യാപിച്ചതായി പറയണം. എന്ത് പറയണം? എല്ലാ ജനിക്കുന്ന കുട്ടികൾക്കും ഇന്നു മുതൽ റേഷൻ ഉണ്ട്. ഞാൻ എന്റെ ഇന്നലെയുടെ തീരുമാനം ഇന്ന് മാറ്റി. ആ ഉമറിന്റെ ഭരണം വേണമെന്ന് വിവരമുള്ള ഗാന്ധിജി ആഗ്രഹിച്ച അതുകൊണ്ടാണ്. അത്യാവശ്യം മൂല്യബോധമുള്ള കെജ്രിവാളും അത് പറയാനുള്ള കാരണം അതാണ്. നല്ലോണം ആലോചിക്കണം. ഗാന്ധിജിക്കും കെജ്രിവാളിനെ പറയാൻ കഴിഞ്ഞുള്ളൂ. ആധുനിക സമം കുറച്ച് ആദരിക്കുന്ന ഒരാളാണ്. 100 വലിയ മഹത്വ വ്യക്തികളിൽ 50ാമത്തെ സ്ഥാനം കെജ്രിവാളിനുണ്ട് ഇന്ത്യയിൽ. അപ്പോ ഉമറിന്റെ ഈ സമീപനം, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ, എന്റെ രാഷ്ട്രീയമായ ഒരു തീരുമാനം റോങ് ആയി പോയല്ലോ. ഇവിടെ ഉമറിനെ നയിച്ചത് എന്താണ്? ഉമറിനെ നയിച്ചത് ചില മൂല്യങ്ങളാണ്. ഉമറിന്റെ ഭരണാധികാരി ഉണ്ടായത് ചില മൂല്യം. ആ മൂല്യം ആരവതരിപ്പിച്ചതാ? അത് മുഹമ്മദ് നബി അവതരിപ്പിച്ചല്ല. അപ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കണേ. അത് ശ്രീരാമൻ അവതരിപ്പിച്ചല്ല, ശ്രീകൃഷ്ണൻ അവതരിപ്പിച്ചല്ല, അത് ദൈവം അവതരിപ്പിച്ചതാണ്. ആര്? ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയും സൃഷ്ടിച്ച പടച്ചോൻ അവതരിപ്പിച്ചാണ്. സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും സൃഷ്ടിച്ച പടച്ചോൻ അവതരിപ്പിച്ചാണ്. പാമ്പിനെയും പശുവിനെയും എലിയെയും പെരിച്ചായിയെയും സൃഷ്ടിച്ച പടച്ചോൻ അവതരിപ്പിച്ചതാണ്. 7 ആകാശങ്ങളെയും 7 ഭൂമിയെയും സാഗരങ്ങളെയും സൃഷ്ടിച്ച പടച്ചോൻ അവതരിപ്പിച്ചതാണ്. ആ പടച്ചോൻ അവതരിപ്പിച്ച മൂല്യം ഖലീഫ ഉമർ ഉൾക്കൊണ്ടു. ഒന്ന്, ഏറ്റവും ആധുനിക വിഷയത്തിൽ ഉമറിന്റെ സമീപനം പറയാം. ഖലീഫ ഉമർ ബിൻ ഖത്താബിന്റെ ആധുനിക ലോകത്ത് നമ്മളെ ഏൽക്കുന്ന ഇന്ത്യയിലെ ഇഷ്യൂസിന് ഒരു പരിഹാരം പറയാം. അപാരമായ പരിഹാരം. എന്തറിയോ? ഉമർ ബിൻ ഖത്താബ് ക്രിസ്ത്യാനികളുടെ നാട്ടിൽ ചെന്നു. ഭയങ്കര റെസ്പെക്റ്റോടെ ക്രൈസ്തവരെ ഉമർ ബിൻ ഖത്താബിനെ സ്വീകരിച്ചു, ഭരണാധികാരി എന്ന നിലക്ക് സ്വീകരിച്ചു. ആ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു നമസ്കാരത്തിന്റെ സമയമായി. നല്ലോണം ശ്രദ്ധിച്ചോളി മാഹി പാലത്തിന്റെ പ്രസംഗം. എവിടെ നിന്ന് കേൾക്കുന്ന ഹിന്ദു ആയാലും മുസ്ലിം ആയാലും നല്ലത് ആരിൽ നിന്ന് എടുത്തോളാം, നല്ലത് ആര് പറഞ്ഞാലും എടുത്തോളാം. ആര് പറഞ്ഞാലും അവിടെ നിങ്ങൾ ആലോചിച്ചോ, ഖലീഫ ഉമറിനോട് ക്രൈസ്തവര് അവരുടെ ചർച്ച് കാണിച്ചിട്ട് പറയാണ്, നിങ്ങളുടെ ആരാധന ഈ ചർച്ചിൽ വെച്ച് നടത്തിക്കോളി, ഞങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾ അള്ളാനെ ആരാധിക്കുന്നവരാണ്, അതിന് ഈ ചർച്ചിന്റെ ഒരു കോർണർ ഞങ്ങൾ അനുവദിക്കാം. നിങ്ങൾ സമയമായിട്ടുണ്ട് ഈ ചർച്ചിൽ വെച്ച് നമസ്കരിച്ചോളൂ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു ആ ക്രൈസ്തവ പണ്ഡിതന്മാരോട് പറഞ്ഞെന്നറിയോ? നോക്കൂ, നിങ്ങളുടെ സന്മനസ്സൊന്നുള്ള ലോകമല്ല വരാൻ പോണേ. അപാരമായ ദീർഘവീക്ഷണത്തെ പറ്റി ഞാൻ പറയുന്നു. അതൊരു മുസ്ലിമിനുണ്ടാവും. കാരണം പടച്ചോന്റെ ദർശനത്തെ മുഹമ്മദ് നബി പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ ചുണ്ടി വരിക, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒറ്റ വാക്ക് നബിയുടേതായിട്ട് ഇസ്ലാമിലില്ല. ഒരൊറ്റ വാക്കും അള്ളാന്റെ ഖുർആനാ പറഞ്ഞു, മുഹമ്മദ് സ്വന്തമായ ഒരു വാചകവും മതത്തിന്റെ പേരിൽ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ 100% ദൈവികം എന്ന് പറയാൻ പറ്റിയ ഒരു ദർശനത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആലോചിക്കാനാണ് ഞാൻ പറയുന്നത്. ഈ ഖലീഫ ഉമർ അവരോട് പറഞ്ഞ കാര്യം എന്താ അറിയോ? നിങ്ങളുടെ സന്മനസ്സിന് നന്ദി, ഞാൻ എങ്ങാണ്ട് ഈ ചർച്ചിൽ വെച്ച് നിസ്കരിച്ചാൽ ഇന്ത്യക്കാർക്ക് ഏറ്റവും നല്ല ഗുണപാഠമാണ്. ഉമറിനെ ശരിക്ക് പഠിക്കുക ഇന്ത്യയിലെ ഭരണാധികാരി. ഉമറല്ലാത്ത ഒരാളെ പഠിച്ചിട്ട് നിങ്ങൾക്ക് കാര്യമല്ല. അത് ഞാൻ വെറുതെ പറയുന്നില്ല, അറിഞ്ഞു പറയാണ്. വിഷമം വിചാരിക്കണ്ട, പഠിച്ച് പറയാൻ. കമ്പാരിറ്റീവ് റിലീജിയനിൽ പറയാൻ. ഓരോ നേതാക്കന്മാരെയും നരകാരിയതീറി പഠിച്ചിട്ട് പറയാൻ. അല്ലാഹു അക്ബർ വായിച്ച് പഠിച്ചിട്ട് പറയാൻ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അവരോട് പറഞ്ഞ എന്തറിയോ? ഉമർ എന്ന മുസ്ലിം ഭരണാധികാരി ഈ ചർച്ചിൽ വെച്ച് നിസ്കരിച്ചാൽ നാളെ മുസ്ലിം ഉമ്മത്തിലെ വിവരദോഷികൾ ഉമർ നിസ്കരിച്ച സ്ഥലം അത് ഞങ്ങൾ ആരാധനാലയാന്ന് പറയും. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്.
ഇന്ന് ഇന്ത്യയിലെ പാർലമെന്റിൽ എനിക്കൊരു ചാൻസ് കിട്ടി, അവിടെയും ഞാനിത് തന്നെ കേട്ടോ പറയാ. നരേന്ദ്രമോദിന്റെ എൻ്റെ മുമ്പ് കിട്ടിയ മൂപ്പരോട് ഞാൻ ഇത് തന്നെ പറയും. നമുക്ക് ഊപ്പർന്നാണ് ഭക്ഷണം. ആരുടെ ഔദാര്യത്തിൽ നമ്മൾ ഈ മണ്ണിൽ ജീവിക്കണില്ല. അങ്ങനെ ജീവിക്കുന്ന സ്ലേവറി ഇന്ത്യക്ക് ഇനി പാടില്ല. ഇന്ത്യ അങ്ങനെ കുറെ അടിമത്തത്തിൽ ജീവിച്ചു പോകുന്നൊരു നാടാ. നമുക്ക് സ്ലേവറി അന്യമാണ്. നമ്മൾ അള്ളാന്റെ അടിമകളാണ്. പടച്ചോന്റെ ആ ചന്ദ്രൻ ആരാണോ സൃഷ്ടിച്ചത് അവന്റെ അടിമകളായി ഇന്ത്യ രാജ്യത്തിലെ ലോകത്തിലെ മുഴുവൻ മനുഷ്യർ. ആ ബോധത്തിലേക്ക് നമ്മൾ വളരണം. ഖലീഫ ഉമർ പറഞ്ഞത് എന്താണ്? ഞാൻ ഈ ചർച്ചിൽ വെച്ച് നിസ്കരിച്ചാൽ പിൽക്കാലത്ത് ഉമർ നിസ്കരിച്ച ചർച്ചയെ ഞങ്ങൾക്ക് പള്ളിക്ക് വിട്ടിരണം തന്നെ ക്രിസ്ത്യനും മുസ്ലിമും നമുക്ക് കലാപുണ്ടാവും. അതിന് ഞാൻ അനുവദിക്കൂല. ഈ ദീർഘവീക്ഷണം ഉമറിന് എന്തുകൊണ്ടുണ്ടായി? അതാണ് ഖുർആന്റെ പ്രത്യേകത. തീർന്നില്ല. ബാബരി മസ്ജിദ് ഇഷ്യൂല് മുജാഹിദ് ബാലുശ്ശേരി പറയുന്ന വളരെ പ്രധാനമായ മർമ്മം. ബാബരി മസ്ജിദ് ഒറ്റ മിനിറ്റ് കൊണ്ട് പരിഹരിക്കുക. മനുഷ്യത്വണ്ടായാൽ മതി, മനുഷ്യനായാൽ മതി. രണ്ട് ഭാഗത്തുള്ളവരും, മുസ്ലിം ഭാഗത്തുള്ളവരും ഈ തീവ്ര ഹിന്ദുത്വ ഭാഗത്തുള്ളവരും ബാബരി മസ്ജിദ് രാമജന്മഭൂമി വിഷയത്തിൽ മനുഷ്യരായാൽ മതി. നമ്മൾ ചോദിക്കൂല മനുഷ്യരല്ലേ? ആണോ എന്ന് പരിശോധിക്കപ്പെടണം. മനുഷ്യൻ തന്നെ രണ്ടു കാലിൽ നിൽക്കുന്നുണ്ടല്ല, മനന സ്വഭാവമുള്ളവൻ മനുഷ്യൻ. മനുഷ്യൻ എന്ന് പറഞ്ഞ പത്തിന് അർത്ഥമുണ്ട്. ആ അർത്ഥത്തിനനുസരിച്ച് ഒറ്റ ജീവിക്കില്ലേ ഒരു രണ്ട് കാലിൽ നിൽക്കുന്ന ജന്തു. അല്ല പറഞ്ഞ ഓ മൃഗാടോ അല്ല, അതിനേക്കാൾ മോശമാണ്. മൃഗം പോലും അങ്ങനെ ആവില്ല. അതാ മാഹി പാലത്ത് കിടക്കണേ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഏതെങ്കിലും ഒരു നായി കള്ളു കുടിച്ച് ഇവിടെ എവിടെയും കിടക്കണേ നിങ്ങളുടെ കാണിച്ചേരി. ഈ ഭൂമുഖത്ത് എവിടെങ്കിലും ഒരു കുരങ്ങ് കള്ളു കുടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിന് മനുഷ്യരെ മാഹി പാലത്തിന്റെ പരിസരത്ത് മാത്രം കാണാം കള്ളു കുടിച്ചിട്ട് കിടക്കണേ. അത് മനുഷ്യനല്ലാതെ വേറൊന്നുണ്ടോ? അതുകൊണ്ട് മനുഷ്യനാകണോ? മനന സ്വഭാവം ഉണ്ടാകണം. ഖലീഫ ഉമറിന്റെ കാലത്ത് ഒരു വലിയ സംഭവം ഉണ്ടായി. അതെന്താ വെച്ചാല് ഇസ്ലാമിക രാജ്യം വികസിച്ചു, മുസ്ലിം മെമ്പർമാർ വർദ്ധിച്ചു. ക്രൈസ്തവതയിൽ നിന്നും ജൂതമതത്തിൽ നിന്നും ലോകരാജ്യങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് കുത്തി ഒഴുകി അത്രയും വലിയ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പൊ പള്ളികളൊക്കെ വികസിപ്പിക്കേണ്ട അവസ്ഥ വന്നു. അപ്പൊ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു ഒരു ഗവർണർ ഒരു പള്ളിയുടെ തൊട്ടടുത്തൊരു ക്രിസ്ത്യാനിയുടെ വീടാ. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ഭാവനയല്ല, കഥയല്ല, ചരിത്രമാണ്, ലോക ചരിത്രമാണ്. ആ പള്ളി ഇപ്പോഴുണ്ട് സഹോദരാ, ആലോചിക്കണം. ആ നാടും പള്ളിയും പ്രദേശവും ഒക്കെ ഇവിടെ ഉണ്ട്. ആ ക്രിസ്ത്യാനികളുടെ അതിർവരിച്ച സ്ഥാനം ഒക്കെ ഇവിടെ ഉണ്ട്. അത് അറിഞ്ഞുകൊണ്ടാ പറയണത്. നോക്കണം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഭരണകാലഘട്ടം. ആ ഭരണകാലഘട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ വീട് പള്ളിയുടെ തൊട്ടടുത്ത. പള്ളി വികസിപ്പിക്കണം, അതിന് ഈ ക്രിസ്തീയ വീട് തടസ്സമാണ്. അപ്പൊ അന്നത്തെ ഗവർണർ ഈ സഹോദരിയെ, ആ വീട്ടിലൊരു ക്രിസ്ത്യൻ സഹോദരിയാണ്, അവർ വിളിച്ചോട് പറഞ്ഞു, ദാ നോക്കിക്കേ, ഈ പള്ളി വികസിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. നിങ്ങൾ ഈ വീട് വിട്ടൊഴിയണം. നിങ്ങൾക്ക് നല്ല വീട് ഞങ്ങൾ വെച്ച് തരും, നല്ലൊരു സ്ഥലത്ത് വേറെ ഇതിനേക്കാൾ ബെറ്റർ ആയത്. പക്ഷെ ആ സ്ത്രീ അനുവദിച്ചില്ല. നൊസ്റ്റാൾജിയ, ഗതകാല സ്മരണകൾ ആ വീട്ടിലുണ്ട്. അവരുടെ പൂർവികരുടെ ചരിത്രം. ആ വീട് വിട്ടുപോകാൻ അവർക്ക് മനസ്സില്ല. അവസാനം നിർബന്ധിക്കപ്പെട്ടു. ക്യാഷും കൊടുത്തു, വീടിന് സൗകര്യം കൊടുത്തു, വീടുണ്ടാക്കി കൊടുത്തു, അധിക വിലയും കൊടുത്തു. ആ വീട് പൊളിച്ചു. ആ ലൊക്കേഷനിൽ പള്ളി വികസിപ്പിച്ചു. ഇതൊന്നും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അറിഞ്ഞില്ല. ഇത് ഗവർണർ ചെയ്തൊരു പണിയാണ്. കുറെ കാലം കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയുടെ വീട്ടിൽ അവരുടെ ഒരു ബന്ധു വന്നു, ഒരു ക്രിസ്ത്യാനി. അപ്പം അവർ ചോദിച്ചു, നിങ്ങൾ ആകെ ആവശ്യമായിട്ടുണ്ടല്ലോ, എന്താ നിങ്ങൾക്ക് പറ്റിയത്? അവർ പറഞ്ഞു, എൻ്റെ വീട് പൊളിച്ചു. പള്ളി വികസിപ്പിക്കാൻ വേണ്ടി പള്ളിയോട് ചേർന്ന് എൻ്റെ വീട് പൊളിച്ചു കളഞ്ഞു. എനിക്ക് ആ വീട്ടിലെ താമസിക്കാൻ കഴിയൂ, ഇവിടെ എനിക്ക് താമസിക്കാൻ വയ്യ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖലീഫ ഉമർ അറിയാൻ സാധ്യതയില്ല. ഒരു അമുസ്ലിമായ ക്രിസ്ത്യാനിയായ വ്യക്തി ഖലീഫ ഉമറിനെ കുറിച്ച് കരുതുന്ന എന്താണ്? അനീതി തരിമ്പും ആ ഭരണാധികാരി ഉണ്ടാവൂല. ആരാ കരുതുന്നത്? ക്രിസ്ത്യാനിയാണ് കരുതുന്നത്. എന്നിട്ട് അയാൾ പറയാണ് ഈ സഹോദരിയോട്, ഖലീഫ ഉമർ അറിയാൻ സാധ്യതയില്ല, നിങ്ങൾ ഉമറിനോട് പറഞ്ഞോളൂ. അങ്ങനെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മുമ്പിൽ ഈ പ്രശ്നം പരാതിയായി ഈ സ്ത്രീ ഉന്നയിച്ചു. ഉമർ കോപാകുലനായി ഗവർണറെ വിളിച്ചു വരുത്തി. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ ആ നാട്ടില്? ഈ ക്രൈസ്തവ സഹോദരിയുടെ വീട് പൊളിച്ച് പള്ളി വികസിപ്പിച്ചിട്ടുണ്ടോ? ഇവരുടെ കംപ്ലൈന്റ് ഒറിജിനലാണോ വെറുതെയാണോ? അപ്പൊ ഗവർണർ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, ആ സഹോദരി പറഞ്ഞത് ശരിയാണ്, പക്ഷെ അവർക്ക് ഞങ്ങൾ വേറെ വീടുണ്ടാക്കി കൊടുത്തിട്ടുണ്ട്, കൂടുതൽ ക്യാഷും കൊടുത്തിട്ടുണ്ട്. ഉമർ ചോദിച്ചു, എന്റെ ചോദ്യം അതല്ല, അവരുടെ വീട് പൊളിച്ചിട്ടാണോ പള്ളി വികസിപ്പിച്ചത്? അതേ ഉമർ, അതേ അമീറുൽ മുഅ്മിനീൻ. പിന്നെ മുന്നും പിന്നും നോട്ടില്ല. ഉമർ പറഞ്ഞു, പള്ളിയോട് പൊളിച്ചോ, ആ പള്ളി ഇപ്പം നിരത്തിക്കൊള്ളണം, ആ ഭാഗം പൊളിച്ചോളണം. അവിടെ ആ ക്രിസ്ത്യാനിക്ക് പൊളിച്ചു കൊടുത്തപ്പോഴുള്ള വീടെന്താണോ അതവിടെ പുനർനിർമ്മിച്ചു കൊടുക്കണം.
ഞാൻ ചോദിക്കുന്നു, ഇന്ത്യ ഭരിച്ച ഏതെങ്കിലും ഒരു ആൺകുട്ടിക്ക് ഇങ്ങനെ ഒരു കർമ്മം ചെയ്യാൻ കഴിഞ്ഞുണ്ട് ഇന്ത്യയിൽ? ഏത് മതപ്പെട്ടവനെയും ഞാൻ ചോദിക്കണം. ആ ക്രൈസ്തവ സഹോദരിക്ക് പള്ളി പൊളിച്ചിട്ട് വീടുണ്ടാക്കി കൊടുത്തു. നമ്മൾ എന്താ ചെയ്യണത്? ആ പള്ളി ഇപ്പൊ പൊളിച്ചു, 10 പള്ളി ഞങ്ങൾ കണക്കിലുണ്ട്, നാളെ പൊളിക്കുന്നു. ഓനൊക്കെ മനുഷ്യനാ? ഓനെ നമ്മൾ അധികാരത്തിലേറ്റേണ്ടത്? ആലോചിക്കുക, ചിന്തിക്കുക, ആലോചിക്കുക. ഞങ്ങൾ അമ്പലം പൊളിക്കും, ഞങ്ങളെ പള്ളി പൊളിക്കും എന്ന് പ്രഖ്യാപിക്കുന്നവരോട് നല്ലോണം ആലോചിക്കുക. ഖലീഫ ഉമറിനെ നയിച്ചത് ഖുർആനാണ്, ഇസ്ലാമാണ്, ദൈവത്തിന്റെ മതമാണ്. അത് പറയുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ പറയണ്ടേ, എന്റെ മതമാണ് ശരി എന്നാരും വാദിക്കരുത്, അത് മതഭ്രാന്താണ് എന്നാണ്. ഒരർത്ഥത്തിൽ ശരിയുമാണ്, എന്റെ മതമാണ് ശരി എന്ന് ഞാൻ വാദിക്കാൻ പാടില്ല. ക്രിസ്ത്യാനി അവന്റെ മതമാണ് ശരി എന്ന് വാദിക്കാൻ പാടില്ല. പക്ഷെ ഒരു കാര്യം പറയാം, അങ്ങനെയാണ് പറയേണ്ടത്. എന്താ? അപ്പൊ നിങ്ങൾ ആരെങ്കിലും നോക്കൂ, സൂര്യൻ ഇന്ന് വരെ നമുക്ക് അതിനൊരു ന്യൂനത തോന്നിയിട്ടുണ്ടോ? സൂര്യൻ ഇങ്ങനെ അല്ലായിരുന്നു, കോലത്തിലല്ല വേണ്ടത്, ചന്ദ്രൻ ഇങ്ങനെയല്ല വേണ്ടത്, ഭൂമി ഇങ്ങനെയല്ല വേണ്ടത്. അറിഞ്ഞിടത്തോളം നമ്മൾ പറയില്ല, എന്താ അറിയോ, ഭൂമിയെ പോലെ ബെറ്റർ ആയൊരു ഗുണം വേറില്ല എന്നാ. മനുഷ്യന് ജീവിക്കാൻ ഈ ഭൂമിയെ ദൈവം സംവിധാനിച്ച പോലെ വേറൊന്നില്ല എന്നാ. അപ്പൊ നമുക്ക് എപ്പോഴും ഇത് പെർഫെക്റ്റ് ആണ്. ഞാൻ ചോദിക്കുന്നത്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന ബാലേന്ദ്രന്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന സുരേന്ദ്രന്, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമിന്, ക്രിസ്ത്യാനിക്ക്, ഹിന്ദുവിന്, ഈ ഭൂമിയും ആകാശം, ഇവിടുത്തെ പച്ചക്കറികൾ, ഇവിടുത്തെ എല്ലാം ഹൃദ്യമാണ്. ശരി, അതിലൊന്നും ഒരു ന്യൂനത നമുക്കില്ല. ആകാശ നിർമ്മിതിയിൽ ന്യൂനതയില്ല, ഭൂമിയുടെ സംവിധാനത്തിൽ ന്യൂനതയില്ല, സാഗരത്തിന്റെ നിർമ്മിതിയിൽ ന്യൂനതകളില്ല. ശരി, ഇതൊന്നും ന്യൂനതയില്ലാതെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടല്ലോ. എല്ലാരും പറയണേ, ന്യൂനതകളില്ലാത്ത ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവുണ്ടല്ലോ. അവനൊരു ആശയം അവതരിപ്പിച്ചാൽ അതിന് ന്യൂനത ഉണ്ടാവുമോ? അവൻ സൃഷ്ടിച്ച ഒന്നിനും ന്യൂനതയില്ല എങ്കിൽ അവൻ അവതരിപ്പിച്ച മതം പെർഫെക്റ്റ് ആവുമോ? ആവും. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, ദൈവത്തിന്റെ മതം അത് മാത്രമാണ് സമ്പൂർണ്ണ ശരി, മനുഷ്യനിർമ്മിതമായതിൽ തെറ്റും ശരിയുമുണ്ട്. ഒന്ന് പറഞ്ഞു നോക്കേ, മുതൽ ഒന്ന് പറഞ്ഞു നോക്കേ. ഒരാളിപ്പോ ഒരു ഹിന്ദു കയറിയിട്ട് ഹിന്ദു മതമാണ് ഏറ്റവും ബെറ്റർ, അതിനെ വെല്ലാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് ഒരു മുസ്ലിം പറയുമ്പോൾ മനസ്സിലാവും. പക്ഷെ അള്ളാഹുവിന്റെ മതം പെർഫെക്റ്റ് ആണ് എന്നൊന്ന് പറഞ്ഞു നോക്ക്. ശ്രീബുദ്ധന്റെ അഷ്ടാംഗ മാർഗത്തിൽ കുഴപ്പമുണ്ടാവും, വർദ്ധമാനമീരന്റെ ത്രിരത്നങ്ങൾക്ക് കുഴപ്പമുണ്ടാവും, കാർൽ മാർക്സിന്റെ ഡാസ് ക്യാപിറ്റലിൽ കുഴപ്പമുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ കുഴപ്പമുണ്ടാവും, കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ന്യൂനത ഉണ്ടാവും, ഋഗ്വേദ സാമവേദങ്ങളിൽ മനുഷ്യന്റെ കൈകടത്തലുകൾ ഉണ്ടായി എന്ന് പലരും പറയുന്നു. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ദൈവീകമായ മതോ അതുപോലെയാവോ? ഈ സൂര്യനെ സൃഷ്ടിച്ച, ചന്ദ്രനെ സൃഷ്ടിച്ച, ഭൂമിയെ സംവിധാനിച്ച, ജന്തുലോകത്തെ സൃഷ്ടിച്ച ഒരു സൃഷ്ടാവ് ഒരാശയം അവതരിപ്പിച്ചാൽ അതിനെ വെല്ലാൻ പോകുന്ന ഒരു ആദർശം വേറല്ല. സർവജ്ഞനായ, ഭാവി അറിയുന്ന പടച്ചോനാണല്ലോ അവതരിപ്പിക്കേണ്ടത്. മനുഷ്യന് ഭാവി അറിയില്ല. ഭാവിയിൽ വരുന്ന ജനങ്ങൾ ഇങ്ങനെയാ ജീവിക്കേണ്ടതെന്ന് അറിയണമെങ്കിൽ ഭാവിയെ കുറിച്ചറിയണം. അതറിയുന്ന ദൈവം ഒരു ദർശനം അവതരിപ്പിച്ചാൽ അതിനെന്താ കുഴപ്പം? അതാണ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരാം. പ്ലാറ്റോവിന്റെ ലോബ്സ് എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്, നിയമങ്ങൾ എന്ന് പറയുന്ന പ്ലാറ്റോയുടെ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്, നിയമങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ നിന്ന്. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് നോക്കൂ. ഏതൻസുകാരനായ ഒരു അപരിചിതൻ, ക്രീറ്റ് നിവാസിയായ പിന്നെ ക്ലീനിയേഴ്സിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഈശ്വരനുണ്ടോ? ദൈവമുണ്ടോ? ഇതാണ് ചോദ്യം. എന്താ ചോദ്യം? ഏതൻസുകാരനായ ഒരു അപരിചിതൻ ക്ലീറ്റ് നിവാസിയായിട്ടുള്ള ക്ലീനിയേഴ്സിനോട് ഒരു ചോദ്യം ചോദിച്ചു, ദൈവമുണ്ടോ ആണ് ചോദ്യം. നമ്മുടെ മുന്നറിയിപ്പുകളുടെ കാതൽ അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും മനസ്സിലാകേണ്ടത്. ഉണ്ടോ? ദൈവമുണ്ടോ? 2 ഉത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. ഈ ചോദ്യത്തിന്, അപരിചിതന്റെ ചോദ്യത്തിന് 2 ഉത്തരം. അത്ഭുതം തോന്നിപ്പോയിട്ടുണ്ട് ഇസ്ലാമുമായി ബന്ധപ്പെട്ട്. അദ്ദേഹത്തിന്റെ മറുപടി എന്താ അറിയോ? ഈശ്വരനുണ്ടെന്ന് തെളിയിക്കാൻ പറഞ്ഞപ്പോ 2 സുന്ദരമായ ഉത്തരം പറഞ്ഞു അദ്ദേഹം. ഒന്ന്, പ്രപഞ്ചത്തിന്റെ സുന്ദരമായ സംവിധാനവും ഋതുക്കളുടെ ഒരിക്കലും പിഴക്കാത്ത ആവർത്തനവും. അത് വല്ലതും മനസ്സിലായോ പറഞ്ഞ എന്താ? ആ ഉത്തരം, ഒന്നാമത്തെ ഉത്തരം വല്ലതും മനസ്സിലായോ? ഒന്നുകൂടെ വായിച്ചേപ്പിച്ചു തരാം. പ്രപഞ്ചത്തിന്റെ സുന്ദരമായ സംവിധാനവും ഋതുക്കളുടെ ഒരിക്കലും പിഴക്കാത്ത ആവർത്തനവും, ഇത് രണ്ടും ഒരു ബുദ്ധിജീവിയാൽ നയിക്കപ്പെടാതെ ഉണ്ടാവൂല എന്ന കൃത്യമായ മറുപടി. നമുക്കറിയാം, കാറുകൾ മുന്നോട്ട് നീങ്ങുന്നു,
ലോറി മുന്നോട്ട് നീങ്ങുന്നു, അതിന്റെ അപ്പുറത്ത് സ്റ്റിയറിംഗ് പിടിക്കാൻ ഒരു ഡ്രൈവർ ഉണ്ട്. എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് അത് നോക്കൂ, മലബാർ അതുപോലെ മാവേലി ട്രെയിൻ 10 മിനിറ്റ് ലേറ്റ് ആവും, 10 മണിക്കൂർ ലേറ്റ് ആവും. സൂര്യനോ? അതാ അവിടുത്തെ മറുപടി. ഖുർആൻ പറയുന്നത് എന്താ അറിയോ? ദൈവമുണ്ടോ? അതിന്റെ ഏറ്റവും വലിയ ഉത്തരം സൂര്യനുണ്ട്, ദൈവമുണ്ട്. സൂര്യനുണ്ടോ? അതുകൊണ്ട് ദൈവമുണ്ട്. എന്താ അങ്ങനെ ഖുർആന്റെ മറുപടി അങ്ങനെ ആയത്? അതെ, വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീർ. ഖുർആന്റെ ഒരു പ്രയോഗമാണ്. 36-ാം അധ്യായം 38. അതിന്റെ അർത്ഥം എന്താ അറിയോ? സൂര്യൻ, ഖുർആൻ പറയാണ്, സൂര്യൻ സഞ്ചരിക്കുന്നു, ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസപ്പെടാതെ ഇന്ത്യയിലേക്ക് കടക്കേണ്ട സമയത്ത് ഷാർപ്പ് 6:10 ആ പ്രകാശ് ഇന്ത്യയിൽ കടന്നിരിക്കും എന്ന് ഖുർആൻ 1400 വർഷം മുമ്പാ പറയുന്നത്. മാധവി ചേച്ചി, സുരേഷ്, ദമയന്തി, രമേശ്, ബഷീർ, സുബേർ, ജോർജ്, ഏലിയാമേ, എന്റെ ചോദ്യം, 1400 വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ കൃത്യമായിട്ട് സഞ്ചരിക്കുന്നു എന്ന് മാത്രമല്ല, ഈ മാഹിയിലെ വാഹനക്കുടുക്ക് എന്താ? ടാങ്കർ ലോറി സമരമാണ്. ഡീസലുമായി ബന്ധപ്പെട്ട ചില പ്രശ്നം ഇവിടെ ഉണ്ട്. അതുകൊണ്ട് അപാര ബ്ലോക്കാ. എന്നാ നിങ്ങൾ എല്ലാവരും ചിന്തിക്കണം, 13.5 ലക്ഷം ഭൂമി ഒതുക്കി വെക്കാൻ വ്യാപ്തിയുള്ള സൂര്യൻ, 13.5 ലക്ഷം ഭൂമി. നമ്മുടെ ഈ ഭൂമി ഉണ്ടല്ലോ, അങ്ങനെ 13.5 ലക്ഷം ഭൂമി ഉണ്ടെങ്കിൽ സൂര്യനിൽ വെക്കാം. അപ്പൊ 13.5 ലക്ഷം ഭൂമി ഉൾക്കൊള്ളാനുള്ള വ്യാപ്തി സൂര്യനുണ്ട്. തീർന്നില്ല, ആ സൂര്യന്റെ 10 ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രമുണ്ട്. 10 സൂര്യൻ ഒരു നക്ഷത്രത്തെ കൊണ്ടുവെക്കാം. 13.5 ലക്ഷം ഭൂമി ഒരു നക്ഷത്രത്തെ കൊണ്ടുവെക്കാം. അത്ര വലുപ്പം നക്ഷത്രത്തിനുണ്ട്. എന്റെ ചോദ്യം വിശ്വാസികളോട്, ബുദ്ധിയുള്ളവരോട് എന്റെ ചോദ്യം, അത്ര വലിയ സൂര്യചന്ദ്രന്മാർ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിട്ട് ഖുർആന്റെ പ്രയോഗം എന്താ അറിയോ? വകുല്ലും ഫീ ഫലഖി യസ്ബഹൂൻ. എടോ മതനിഷേധി, നീ ഉണ്ടക്കണ്ണുരുട്ടി നോക്കിക്കോ, ഒരൊറ്റ ഗോളവും ഒന്നൊന്നിന് ഓവർടേക്ക് ചെയ്യുന്നില്ല. വളവിൽ വെച്ച് ബസ്സിനെ ഓവർടേക്ക് ചെയ്തു, എന്റെ അളിയൻ ആക്സിഡന്റ് പറ്റി മരിച്ചു. അപ്പുറത്തുനിന്ന് വരുന്ന വണ്ടി തട്ടി വണ്ടിയുടെ ഉള്ളിൽ കിടന്ന് പടഞ്ഞു മരിച്ചു എന്റെ ഭാര്യയുടെ ആങ്ങള. എന്താ കാരണം? ഒരിക്കലും പാടില്ലാത്ത വളവിൽ നിന്നുള്ള ഓവർടേക്ക്, അതും ഒരു ബസ്സിനെ, ആൾട്ടോ കാറിനെ, അതിനെയും കവിച്ചു ഓവർടേക്ക് ചെയ്താൽ എന്തായി? ഒരു റോഡ് മുഴുവനും ഒരു ഭാഗക്കാർ ഉപയോഗിച്ചു. അതെന്റെ അളിയൻ ചെയ്ത അപരാധം, മരിച്ചു പോവുകയും ചെയ്തു, മണ്ണോട് മണ്ണ് ചേർന്നു. ഞാൻ ഇത് പറയുന്നത് എന്തിനറിയോ? അള്ളാഹു ഖുർആനിൽ പറയുന്നറിയോ? ഒരു ഗോളവും ഒരു ഗോളത്തെ അതിജയിച്ചു പോണില്ല. അഹങ്കാരല്ല, സൂര്യൻ എന്ന വലിയ സൂര്യനെ ചന്ദ്രനെ തട്ടിത്തെറിപ്പിച്ച് പോണമെന്നില്ല എന്ന് ഖുർആൻ പറയുന്നു. ഖുർആന്റെ 3-ാം അധ്യായം 83-ൽ, ഖുർആന്റെ 3-ാം അധ്യായം 85-ൽ, ഖുർആന്റെ 3-ാം അധ്യായം 19-ൽ, ഖുർആന്റെ ഞാൻ ഈ പറഞ്ഞ 36-ാം അധ്യായം 38-ൽ ഖുർആൻ പറയുന്നു സൂര്യൻ ഒരു മൈക്രോ. എന്റെ ചോദ്യം എന്താ അറിയോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥം പറയുകയാണെന്ത്? ബാലേന്ദ്ര, സൂര്യൻ 6:10 ഉദിക്കും എന്ന് പറഞ്ഞാൽ 6:10 ഉദിക്കും. അത് 6:8 ഉദിക്കൂല, 6:12 ഉദിക്കാതെയും പോകില്ല എന്ന് ഖുർആൻ പറയാ. 1400 വർഷം കഴിഞ്ഞിട്ട് അങ്ങനെ തന്നെ പുലരുക. എങ്കിൽ ഈ ഗ്രന്ഥം മനുഷ്യനിർമ്മിതമോ ദൈവികമോ? ആലോചിച്ചു കൊള്ളുക ബുദ്ധിയുള്ളവർ. ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റില്ല. ഇതൊന്നും ചിന്തിക്കുക, ആലോചിക്കുക. മാഹി പാലത്തിലിന്റെ പ്രസംഗം കേൾക്കുന്നവര് ഇത് ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ചിലപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും, സോഷ്യൽ മീഡിയയിൽ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. നമ്മൾ നല്ലോണം ആലോചിക്കണം. രണ്ടാമത്തെ മറുപടി എന്താ അറിയോ? ചോദ്യകർത്താവിന്റെ രണ്ടാമത്തെ ചോദ്യത്തിന് മറുപടി, പരിഷ്കൃതരും പ്രാകൃതരും ഉൾപ്പെടുന്ന മനുഷ്യ സമൂഹത്തിന് പൊതുവെ കാണപ്പെടുന്ന ഈശ്വര വിശ്വാസം. ഒരിക്കലും ഈ വിശ്വാസം എടുത്തു മാറ്റാൻ പറ്റില്ല. ഏത് വലിയവനും എത്ര ജീനിയസ് ആണെങ്കിലും ഓന്റെ ഉള്ളിൽ എന്തിന് ദൈവനിഷേധിയായ നായനാർക്ക് പോലും പത്രക്കാരോട് എന്താ പറയേണ്ടത്? എടോ, അധിക പ്രസംഗം നടത്തേണ്ട, മേലതൊക്കെ കേൾക്കുന്ന ഒരാളുണ്ട്. പിന്നെ നമ്മൾ കമ്മ്യൂണിസ്റ്റുകാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്, അതോടൊക്കെ. നായനാര് മനസ്സ് തട്ടി പറഞ്ഞ പടച്ചോനുണ്ടോ ചെങ്ങായി, അതിന് വിട്ടുപോണ്ട. അത് മനുഷ്യന്റെ ഫിത്രത്ത. ഖുർആനെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ആ ഫിത്രത്ത് അറിയാതെ പുറത്തേക്ക് ചാടും. അതാണ് ലോക ചരിത്രത്തിൽ ആർക്കുണ്ടായത്? ലെനിനുണ്ടായത്, അതാ മുസോളിനിക്കുണ്ടായത്, ലോകത്തെ നിരീശ്വരവാദികൾ എന്ന് പറയുന്ന പലർക്കുണ്ടായത്. ആ പടച്ചോൻ ഉള്ളിൽ നിങ്ങളുടെ പുറത്തേക്ക് വരും. അതുകൊണ്ട് ദൈവമുണ്ട് എന്ന്. ആ ദൈവം ആരാ? അവിടെയാണല്ലോ ഇപ്പൊ പ്രശ്നം. ഞാൻ എല്ലാവരോടും ഒരു പൊതു ചോദ്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ കസേരട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നമ്മളൊന്ന് അടുത്ത തലമുറ, നമ്മുടെ അച്ഛൻ, എൻ്റെ അച്ഛൻ, അതിൻ്റെ അപ്പുറം. അപ്പൊ ഞാനൊക്കെ മുസ്ലിമായി, അപ്പേട്ടന്റെ മോനായാണ്. അതിങ്ങൾക്ക് അറിയോ? അപ്പേട്ടനാണ് ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം. കൊടുങ്ങല്ലൂർ ആദ്യമായിട്ട് ഇസ്ലാമായ മുസ്ലിം അപ്പേട്ടനാണ്. കച്ചവടക്കാരനായ അപ്പേട്ടൻ, കച്ചവടക്കാരനായ മാലിക് ദീനാറിന്റെ സംസ്കാരം കണ്ട്
എനിക്ക് കാത്തുന്നിട്ട് കാര്യമില്ല, ഇസ്ലാം സ്വീകരിക്കലാന്നല്ലെന്ന് അപ്പേട്ടൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇന്ത്യയിൽ ഇന്തോനേഷ്യ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുടെ നാട് ഇതായി. കേരളത്തിൽ മാലിക് ദിനാർ വന്നപ്പോൾ അപ്പേട്ടൻ സ്വീകരിച്ച് ആ അപ്പേട്ടന്റെ മക്കളുടെ 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 മക്കളായിട്ട് ഞാനൊക്കെ ഇവിടെ, നിങ്ങളൊക്കെ ഇവിടെ. അതുകൊണ്ട് ആലോചിക്കേണ്ട ഒരു പോയിന്റ് പറയാം. മനുഷ്യരില്ലാത്ത കാലം ഉണ്ടായിട്ടുണ്ടോ? ശബരിമലയും കഅബാലയവും അതുപോലെ കുരിശുമല തീർത്ഥാടന കേന്ദ്രവും പിശാരിക്കാവിൽ അമ്മയും ശ്രീരാമനും ശ്രീകൃഷ്ണനും മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും ഒന്നുമില്ലാത്ത കാലം, അമ്പലവും പള്ളിയും ചർച്ചും ഒന്നുമില്ല. നിങ്ങൾ മനസ്സിൽ ശരിക്കും ഇന്ന് പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവരോട് മനസ്സിൽ നിങ്ങൾ വെച്ച് ചോദിക്കുക, ഈ ചോദ്യം നിങ്ങൾ ചോദിക്കുക. എന്ത്? മനുഷ്യരില്ലാത്ത കാലത്ത്, മനുഷ്യർ ഈ ഭൂമുഖത്തില്ലാത്ത കാലത്ത് ഭൂമി ഉണ്ടോ? ഉണ്ട്. അന്ന് നായുണ്ടോ? ഉണ്ട്. കാക്കുണ്ടോ? ഉണ്ട്. പാമ്പുണ്ടോ? ഉണ്ട്. പശു ഉണ്ടോ? ഉണ്ട്. സിംഹം ഉണ്ടോ? ഉണ്ട്. ഫിഷ് ഉണ്ടോ? ഉണ്ട്. പച്ചക്കറി ഉണ്ടോ? ഉണ്ട്. അന്ന് അമ്പലമുണ്ടോ? ഇല്ല. പള്ളി ഉണ്ടോ? ഇല്ല. വീണപൂവുണ്ടോ? ഇല്ല. ഭൂമിക്കൊരു ചരമഗീതമുണ്ടോ? ഇല്ല. ഇല്ല. അതായത് ആ പുഷ്പമേ അധിക തുങ്കപദത്തിൽ നീ എത്ര ശോഭിച്ചിരുന്നു രാജ്ഞി കടക്കയെ എന്ന് പാടാൻ കുമാരനാശാനില്ല. ഈ പ്രപഞ്ചത്തിനൊരർത്ഥമുണ്ടായത് മനുഷ്യൻ പൂജാതനായപ്പാ അല്ലേ? അല്ലേ? അന്നൊരു ശരത്കാല പൗർണമി ഒരുക്കിയ ചന്ദനപ്പുഴ നീന്തി കടന്നു നടന്നൊരാൾ. ആ വൃക്ഷം എന്ന കവിത ഉണ്ടായത് മനുഷ്യനുണ്ടായതുകൊണ്ടാ അല്ലേ? ഇഷ്ടവധുവാം നിന്നെ സൂര്യനണിയിച്ച ചിത്രപടകഞ്ചുകം തെല്ലൊന്നു നീക്കി നീ അരുളിയ മുലപ്പാൽ കുടിച്ചു തെഴുത്തവർക്കൊരു ദാഹമുണ്ടായി, ഒടുക്കത്തെ ദാഹം നിൻ തിരുഹൃദയ രക്തം കുടിപ്പാൻ. അല്ലേ? അമ്മിഞ്ഞ പാലോലവും ചോരിവ കൊണ്ടാദ്യം അമ്മയെ തന്നെ വിളിച്ച കുഞ്ഞെ, മറ്റൊരു മാതാവ് കൂടിയുണ്ടൻ മകൻ ഉറ്റ വാത്സല്യമോടോമനിപ്പാൻ. വൈലോപ്പിള്ളി ശ്രീധരമേനുണ്ട വരികളാ. മനുഷ്യനുണ്ടായപ്പോഴാണ് ഇതിനൊക്കെ അർത്ഥം ഉണ്ടായത്. എന്റെ ചോദ്യം, അമ്പലമില്ലാത്ത, ശബരിമലയില്ലാത്ത, രാമജന്മഭൂമി ഇഷ്യൂ ഇല്ലാത്തൊരു കാലം മാധവി ചേച്ചി ഉണ്ടായിരുന്നില്ലേ? സുരേന്ദ്ര ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ലേ? എങ്കിൽ ഞാൻ മനസ്സ് തട്ടിയൊരു ചോദ്യം ചോദിച്ചോട്ടെ. മനുഷ്യരില്ലാത്ത കാലത്ത് സൂര്യനുണ്ടെങ്കിൽ, ചന്ദ്രനുണ്ടെങ്കിൽ, നക്ഷത്രമുണ്ടെങ്കിൽ, ഈ 14 ലോകങ്ങളും ഉണ്ടെങ്കിൽ, അതിലെ സർവചരാചരങ്ങളും ഉണ്ടെങ്കിൽ, അന്ന് പശു ഉണ്ടെങ്കിൽ, പാമ്പുണ്ടെങ്കിൽ, എന്റെ മാധവ അന്ന് ശ്രീരാമനില്ല, അന്ന് ശ്രീകൃഷ്ണനില്ല. ഉണ്ടോ? ദ്വാപരയുഗവും ത്രേതായുഗവും കഴിഞ്ഞ് കലിയുഗത്തിലാണ് അല്ലേ? ദേവകിയുടെ 8ാമത്തെ പുത്രനായിട്ടാണ് ശ്രീകൃഷ്ണൻ. ദശരഥ മഹാരാജാവിന്റെ കൗസല്യയിലെ പുത്രനാണ് ശ്രീരാമൻ. ശ്രീരാമൻ ജനിക്കുന്നതിന് മുമ്പ് കൗസല്യ ഉണ്ടല്ലോ, കൗസല്യയും സുമിത്രയും ഉണ്ടല്ലോ. ആലോചിച്ചു നോക്കിക്കേ നിങ്ങള്. അന്ന് വെള്ളമുണ്ടല്ലോ. ആരുണ്ടാക്കി? അന്ന് ശ്രീരാമനില്ല, പക്ഷെ കുടിക്കാൻ വെള്ളമുണ്ട്. ആരുണ്ടാക്കി? ഇതൊരു നല്ല ചോദ്യ. നമുക്ക് ഒന്നാകണ്ടേ? ഹിന്ദു മുസ്ലിമും തല്ലി മരിച്ച് എന്നും ഈ കൊലപാതകവും കുത്തിക്കൊല്ലലും ചവിട്ടലും ഇതൊക്കെ മതി. നമുക്ക് ഒന്നാകാനുള്ള പണിയാണ് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ നിങ്ങളോട് പറയുന്നത്. ഒറ്റ പടച്ചോനിലേക്ക് മടങ്ങിക്കൂടി, എന്നാ നന്നാവും. ഒറ്റ പടച്ചോനിലേക്ക് മടങ്ങാത്താണല്ലോ മുസ്ലിങ്ങളെ പ്രശ്നം. മുസ്ലിങ്ങൾ തമ്മിൽ തെറ്റിപ്പോയത് എന്തുകൊണ്ട്? അപ്പൊ കുഞ്ഞിപ്പള്ളി അവിടെ ഒരു ഔലിയ ആരാധിക്കപ്പെടുകയാണ്, ഒരു പടപ്പ്, ഒരു സൃഷ്ടി ആരാധിക്കപ്പെടുകയാണ്. ഉള്ളാളത്ത് ഒരു പടപ്പ് ആരാധിക്കപ്പെടുകയാണ്. മമ്പറം പെറുകേല് ഒരു മനുഷ്യൻ ആരാധിക്കപ്പെടുകയാണ്. മനുഷ്യന്റെ സിട്ടാവിനെ ആരാധിക്കാനാ പറഞ്ഞ് വേദങ്ങളൊക്കെ. അത് നമ്മൾ തെറ്റിച്ചപ്പോൾ നമ്മൾ തമ്മിൽ തെറ്റി. നമുക്ക് ഇഷ്ടമുള്ളവരൊക്കെ ദൈവമായി. ആ ദൈവത്തിന് വേണ്ടി കുത്താനും മരിക്കാനും നമ്മൾ സന്നദ്ധരായി. ഇതിനുള്ള പ്രശ്നം നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക, ആത്മാർത്ഥമായി ചിന്തിക്കുക. നമ്മൾ ഇങ്ങനെ ചിന്തിച്ചേ, മനുഷ്യരില്ലാത്ത കാലത്ത്, നമ്മൾ ഇന്ന് ആരാധിക്കുന്ന യേശുക്രിസ്തു, ശ്രീരാമനും മുഹമ്മദ് നബി ഒന്നുമില്ലാത്ത കാലത്ത് ആകാശവും ഭൂമിയും ഒക്കെ ഉണ്ടെങ്കിൽ അത് സൃഷ്ടിച്ച ഒരാൾ ഉണ്ടാവുമല്ലോ. അതാരാ? ആ ആളെയാണ് ഇസ്ലാം, അള്ളാഹു എന്ന് പറയുന്നത്. സമ്മതിച്ചോ? ആ അള്ളാനെയാണ് മാനവകുല ആരാധിക്കേണ്ടത്. ഇതൊന്ന്. രണ്ടാമത്തത്, ഇപ്പൊ പശുവിന്റെ പേരിൽ ഒരുപാട് ആൾ കൊല്ലപ്പെടും. ഞാൻ ഇരുന്ന് ചിന്തിക്കുന്ന ഒരാളാണ്, കിടന്നും നടന്നും ചിന്തിക്കാറുണ്ട്. ചിന്തയാണ് ജീവിതത്തിന്റെ ഒരു മാറ്റം എന്ന് വിചാരിക്കുന്നു. ഞാൻ എപ്പോഴും ചിന്തിക്കും, ഇസ്ലാമില് നമസ്കരിക്കുന്നു മുസ്ലിങ്ങൾ, പള്ളിയിൽ നിസ്കരിക്കുന്നു, അതിന് ദൈവത്തിന്ന് കൂലി കിട്ടും എന്ന് ദൈവം പറയുന്നു. ഖുർആനിൽ പറയുന്നു, നമസ്കരിച്ചാൽ കൂലി കിട്ടും എന്ന് പറയും. അനാഥയെ സംരക്ഷിക്കുന്നവർ സ്വർഗത്തിൽ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ, വിധവയെ സംരക്ഷിക്കുന്നവർ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ. ആലോചിക്കണം. അപ്പൊ എന്ത് പ്രവൃത്തി ചെയ്താൽ കൂലി കിട്ടുമെന്ന് ദൈവം പറയുന്നുണ്ട്. എന്റെ ചോദ്യം, പശു ദൈവാണെന്ന് തൽക്കാലം സങ്കല്പിച്ചോ?
പശുവിന്റെ പേരിൽ കൊന്ന് കെട്ടിത്തൂക്കുമ്പോ ആ കൊല്ലുന്ന കൊലയാളികൾക്ക് ദൈവം കൂലി കൊടുക്കുവോ? പശുദൈവം കൂലി കൊടുക്കുവോ? ചിന്തിക്കാനാണ്, നല്ലോണം ചിന്തിക്കാനാണ്, നല്ലവണ്ണം ചിന്തിക്കാനാണ്, നമ്മൾ ആലോചിക്കാവുന്നതാണ്. അങ്ങനെ പശു കൊല്ലുന്നത് അറിയുന്നുണ്ടോ? പശുവിന് വേണ്ടിയാണ് ഇവർ കൊല്ലുന്നത് എന്ന് പശുവിന് അറിയാമോ? പശു അവരെ അഭിനന്ദിക്കുന്നുണ്ടോ? പശു അവരുടെ പേരിൽ സന്തോഷിക്കുന്നുണ്ടോ? ചിന്തിക്കാവുന്നതാണ്, ആലോചിക്കാവുന്ന. നമ്മുടെ ദൈവം, നമ്മളെ സൃഷ്ടിച്ച ലോകത്തിന്റെ നാഥൻ, ആ നാഥൻ നമുക്ക് നൽകിയ മഹാമുന്നറിയിപ്പുകളിൽ ഒന്നാണ്, മനുഷ്യരെ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങിക്കൊള്ളി. ദൈവത്തിൽ ഇപ്പൊ നമുക്കറിയാം, വലിയ ജലപ്രളയം ഉണ്ടായി. നമ്മളൊക്കെ എന്താ പറഞ്ഞത്? പ്രകൃതിയെ നമ്മൾ ദുരുപയോഗം ചെയ്തു, ഒരു സംശയമില്ല. മാധവ് ഗാഡ്ഗിൽ ഏറ്റവും പ്രധാനമായി പറഞ്ഞൊരു കാര്യം അതാണ്. മാധവ് ഗാഡ്ഗിൽ 7 കൊല്ലങ്ങൾക്ക് മുമ്പാ പറഞ്ഞ്, ഭൂമിയെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്. ഖുർആൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. മാധവ് ഗാഡ്ഗിൽ 7 കൊല്ലം മുമ്പ് പറഞ്ഞു. ഇസ്ലാം 1500 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഭൂമിയെ ദുരുപയോഗം ചെയ്യരുത്. എവിടെ പറഞ്ഞു? ഖുർആനിലെ 30-ാം അധ്യായം 41-ൽ പറഞ്ഞു. കേട്ടോ ആ വാചകം, ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യരുടെ കൈകളെ പ്രവർത്തിച്ചുകൊണ്ട് കരയിലും കടലിലും കുഴപ്പം പ്രത്യക്ഷപ്പെട്ടു. കടലിലും കരയിലും. ഇപ്പൊ നമുക്കറിയാം, നമ്മളിപ്പോ ഞാൻ ലളിതമായ ഒരു ഉദാഹരണം പറയാം. ഒരു ഡാം ഡിസൈൻ ചെയ്യുമ്പോൾ, അറിയപ്പെട്ട ഒരു ഡാം പറയാം, നമ്മള് ഇടുക്കി ഡാം, എല്ലാവർക്കും അറിയാവുന്ന ആ ഇടുക്കി ഡാം ഡിസൈൻ ചെയ്ത എഞ്ചിനീയർമാരുണ്ട്. അത് ഡിസൈൻ ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ ഒഴുക്ക് എങ്ങോട്ടാണോ ആ ഭാഗത്താണ് ഷട്ടർ ഇടുക. ആ ഷട്ടർ പൊക്കിയാല് ഇത്ര ഗാലൻ കണക്കിന് വെള്ളം ഇത്ര മിനിറ്റ് കൊണ്ട് പുറത്തോട്ട് പോകും എന്ന് കൃത്യ കണക്കാണ്. ആ പുറത്തോട്ട് പോണ ജലം ഒഴുകാൻ ആവശ്യമായ നീരൊഴുക്ക് സംവിധാനങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുക. ആ വെള്ളം അങ്ങനെ തന്നെ ഷട്ടർ പൊക്കിയാൽ അതിലൂടെ ഒഴുകിപ്പോണം. അത് ഓവർഫ്ലോ ചെയ്യാൻ പാടില്ല. പിന്നെ എന്തേ സംഭവിച്ചത്? ലളിതമായി സാധാരണക്കാർക്ക് വേണ്ടി പറയും. 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക്, 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ടാങ്ക്. ആ ടാങ്കിൽ 2000 ലിറ്റർ വെള്ളം കൊണ്ടുവന്നിട്ട് ലോറിയിൽ ആ ടാങ്കിലേക്ക് വെള്ളം അടിച്ചു കൊടുക്കും. അങ്ങനെ ഒരിക്കലും 2000 ലിറ്റർ വെള്ളവുമായിട്ട് വന്നപ്പോൾ ആ ടാങ്കിൽ 100 ലിറ്റർ വെള്ളം അടിച്ചപ്പോഴേക്ക് തന്നെ ടാങ്ക് നിറഞ്ഞൊഴുകുന്നു. ടാങ്ക് നിറഞ്ഞൊഴുകുക 100 ലിറ്റർ വെള്ളം എത്തിയപ്പോൾ തന്നെ. അപ്പൊ പോയി പരിശോധിച്ച് നോക്കുമ്പോൾ എന്താ അറിയോ? 100 ലിറ്റർ വെള്ളത്തിന്റെ ബാക്കിയുള്ള ഭാഗമൊക്കെ മണ്ണിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. മണ്ണിട്ട് ഫില്ല് ചെയ്താൽ പിന്നെ 2000 ലിറ്റർ വെള്ളം കൊള്ളു ആ ടാങ്കിൽ? ഇല്ല. ഇത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഈ ഭൂമിയെ കുറിച്ച് ഖുർആൻ പറയുന്നറിയോ? നിങ്ങൾക്ക് വേണ്ടിയാണത്. ഖലഖലക്കും മാ ഫിൽ അർളി ജമീഅ. ഖുർആന്റെ 2-ാം അധ്യായം 29-ാമത്തെ വചനം. അതിൽ ഖുർആൻ പറയുന്നത് ഈ ഭൂമി നിങ്ങൾക്ക് വേണ്ടിയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഉപയോഗിക്കുക, മിസ്യൂസ് ചെയ്യരുത്. നമ്മൾ മിസ്യൂസ് ചെയ്തു, നമ്മൾ പർവ്വതങ്ങൾ ഇടിച്ചു നിരത്തി. ഖുർആൻ പറഞ്ഞത് എന്തറിയോ? ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാനുള്ള ബാലൻസിങ് ആണിയാണ് പർവ്വതം, മൗണ്ടെയിൻസ്. പർവ്വത വിജ്ഞാനീയം കരഗതമാക്കാത്ത 1400 വർഷം മുമ്പ് പറയുന്നറിയോ? ഈ ഭൂമി ഇളകാതിരിക്കാനുള്ള മൗണ്ടെയിൻസുകൾ ഇന്നെന്താ അറിയോ? ഐസ്ബർഗിനെ പോലെയാണ് പർവ്വതം. ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ 20% കടലിന്റെ ഉപരിതലത്തില്, 80% കടലിന്റെ അടിയിലാണ്. അതുപോലെ ഒരു പർവ്വതത്തിന്റെ ആണി എന്നാണ് ഖുർആൻ പറഞ്ഞത്. വൽ ജിബാല ഔതാദ. എന്ത് കറക്റ്റ് പ്രയോഗ ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ ചുമരിൽ ഒരു ആണി അടിക്കുകയാണ്. അത് 75% ആ ചുമരിന്റെ ഉള്ളോട്ട് ആണി അടിച്ചിട്ടാണ് നമ്മൾ കലണ്ടർ തൂക്കുക. 25% പുറത്തോട്ട് ഉണ്ടാകുക. ഖുർആന്റെ പ്രയോഗം എന്താണ്? പർവ്വതം മേലോട്ടുള്ളതിന്റെ ഭൂമിയുടെ ഉപരിതലത്തിൽ, അതായത് ഇതാ ഈ സ്പീച്ചിങ് സ്റ്റാൻഡിലേക്ക് ഒന്ന് നോക്കൂ, എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളൊക്കെ. ഇവിടുന്ന് ഒരു പർവ്വതം ഉയരുകയാണെങ്കിൽ ആ പർവ്വതം എങ്ങനെയായിരിക്കും? ആ പർവ്വതം എങ്ങനെയാ വരിക? ഇങ്ങനെ വന്നിട്ട് അത് ഇങ്ങനെ താഴോട്ട്, എന്നിട്ട് നാനാഭാഗവും. അത് 80% ഭൂമിക്കടിയിലാണ്. അതുകൊണ്ട് എന്തുണ്ടാവും അറിയോ? ഭൂകമ്പം ഉണ്ടാകുന്ന സമയത്ത് ടെക്ടോണിക് പ്ലേറ്റുകൾ ഈ ബെൽറ്റിൽ ചെന്നിട്ട് അടിക്കുക, ഈ ബസാൾട്ടിൽ ചെന്നിട്ട് അടിക്കുക. ബസാൾട്ടിൽ ചെന്നിട്ട് അടിക്കുമ്പോൾ അത് റിഫ്ലക്ട്, അത് തിരിച്ചു പോരും. അവിടെ എന്തുണ്ടാവില്ല? ഭൂകമ്പത്തിന്റെ യാതൊരു പ്രതിസന്ധി ഉണ്ടാവില്ല. പർവ്വതം നീക്കുന്നതോടെ ഈ ബാലൻസ്, ടെക്ടോണിക് പ്ലേറ്റുകൾ വരും. ഈ പറഞ്ഞ ബസാൾട്ടിൽ അടിക്കാതെ നേരെ അങ്ങ് കയറും. അപ്പൊ ഭൂമി, നമ്മൾ നിലത്ത് ഒരു മുസല്ല വിരിച്ചിട്ട്, ഒരു പായ വിരിച്ചിട്ട് അതിലൊരാളെ നിർത്തിയിട്ട് വലിച്ചാൽ എങ്ങനെ ഉണ്ടാവുക? അതുപോലെ ഭൂകമ്പങ്ങൾ ഉണ്ടാവും. ഖുർആൻ 1400 വർഷം വരെ മനുഷ്യരെ ഭൂകമ്പം ഉണ്ടാകാതിരിക്കാൻ പർവ്വതത്തെ ഉണ്ടാക്കി തന്നു. അത് ഇടിച്ചു നിരത്തിയ ഭൂകമ്പം ഉണ്ടാവും. അപ്പൊ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചതൊക്കെ ഉണ്ടായി. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഇത്രയേറെ പ്രതിസന്ധികൾ നമ്മൾ ഉണ്ടാക്കി. ഇത്രയേറെ പ്രതിസന്ധികളാണ്
നമ്മളിവിടെ ഉണ്ടാക്കി. ഈ ജലപ്രളയം ശരിക്കും ദൈവത്തിന്റെ ശിക്ഷയാണോ ദൈവത്തിന്റെ കാരുണ്യമാണോ? ദൈവത്തിന്റെ ശിക്ഷ. അപ്പൊ ദൈവത്ര ക്രൂരനാ? മനുഷ്യനൊക്കെ വെള്ളത്തിൽ മുക്കിക്കൊല്ലണേ? അങ്ങനെ ഒരു ചിന്ത നമുക്ക് ചിന്തിക്കാലോ. ജലപ്രളയമുണ്ടായി, ഭൂകമ്പമുണ്ടായി, സുനാമി ഉണ്ടായി, സാൻ ഫ്രാൻസിസ്കോയിൽ ഉണ്ടായി, അർമീനിയയിൽ ഉണ്ടായി, 2000 വർഷത്തിന്റെ പഴക്കമുള്ള ബാം പ്രദേശത്തുണ്ടായി, ഗുജറാത്തിലെ ലത്തൂരിലുണ്ടായി, നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായി. ഇനി ഒന്നുകൂടെ മനസ്സിലായിക്കോളൂ, അതിശക്തമായ ഭൂകമ്പങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവും. പല കാരണങ്ങൾ കൊണ്ട്. ആ കാരണങ്ങൾ വിവരിക്കാൻ എനിക്ക് നിങ്ങൾ അവസരം തന്നെ നാം വിവരിക്കും, ന്യായമായി, അല്ലാണ്ട് വിടുവായിട്ടല്ല, കൃത്യമായി. നിങ്ങൾക്കറിയോ സുമാത്രയിലെ ഭൂകമ്പം ഉണ്ടായില്ല 2004? അതിന്റെ പിറ്റേന്ന് ഞാൻ ചെയ്തൊരു പ്രഭാഷണമുണ്ട്, ആവർത്തിക്കപ്പെടുന്ന ഭൂകമ്പം. ക്ലിപ്പോടെ നെറ്റിൽ കയറി ഞങ്ങൾക്ക് കിട്ടും. ആവർത്തിക്കപ്പെടുന്ന ഭൂകമ്പം. ആ 2004 ഡിസംബർ 26-നാണ് 27-ന് ഈയുള്ളവൻ ചെയ്ത ആ സുനാമി ഉണ്ടായ പിറ്റേന്ന് ചെയ്ത പ്രസംഗം നെറ്റിൽ ഇപ്പോഴും ഉണ്ട്, നിങ്ങളെടുത്ത് കേൾക്കണം. ആ സുമാത്രയിലെ ഭൂകമ്പം ഉണ്ടാകുന്ന ദിവസത്തിന്റെ 4-5 ദിവസങ്ങൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിൽ പല സംഭവം ഉണ്ടായി. സയൻസ് രേഖപ്പെടുത്തുന്ന ഏറ്റവും ആധികാരികമായ കാര്യം, ആ ഭൂകമ്പം ഉണ്ടാകുന്ന പ്രദേശത്തുള്ള പക്ഷികളൊക്കെ അവിടെ വിട്ടുപോയി, മൃഗങ്ങളൊക്കെ അവിടെ വിട്ടുപോയി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവത്തെയും മതത്തെയും വിമർശിക്കുന്നവർ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. സുനാമി ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് എന്നെ മൃഗങ്ങൾ അറിയും സുനാമി ഉണ്ടാകാൻ പോകണമെന്നുള്ള വിവരം മൃഗങ്ങൾക്ക് അറിയിച്ചു കൊടുക്കും ദൈവം. നിങ്ങൾക്ക് ചിലപ്പോൾ പരിഹാസമായി തോന്നാം, പക്ഷേ സയൻസ് തെളിയിച്ച കാര്യമാണ്. നിങ്ങൾക്കറിയോ, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഭൂകമ്പോ സുനാമി ഉണ്ടാകുന്നതിൻ്റെ ഒരാഴ്ച മുമ്പ് നിങ്ങൾ പക്ഷികളെ നിരീക്ഷിച്ചാൽ എന്തോ ഒരു അപകടം ഈ നാടിന് വരാൻ പോകുന്നു എന്ന് പക്ഷികൾ നമുക്ക് പഠിപ്പിച്ചു തരും. അതെന്താണെന്നും കൂടി ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാണ് അന്വേഷിക്കേണ്ടത്? പക്ഷികൾ ഒരിക്കലും കൂട്ടിലടങ്ങൂല. ആ കാലയളവിൻ്റെ ഒരാഴ്ചയിൽ പക്ഷികൾ കൂട്ടിലിറങ്ങില്ല. പക്ഷി കൂട്ടിലേക്ക് പറന്നു കയറും, പെട്ടെന്ന് കൂട്ടിന്ന് പുറത്തിറങ്ങും. കൂടിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ ചിറകടിച്ച് ശബ്ദമുണ്ടാക്കും. അടുത്ത ചില്ലയിൽ വരും, അടുത്ത ചില്ലയിൽ വരും, അതിന്റെ പരിസരത്ത് പോകും. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്ന് പക്ഷി ഇങ്ങനെ പ്രകടിപ്പിച്ചു തരും. എന്നിട്ട് സുനാമിയുടെ തൊട്ട് തലേന്ന് പക്ഷികളും ജന്തുക്കളും അവിടെ വിട്ടു പോകും. സുമാത്രയിൽ ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്തു അത് എന്നാ സത്യസന്ധമായി നിങ്ങൾ വിലയിരുത്തിയാൽ പ്രവാചകന്റെ വചനം അതാണ്. പ്രവാചകൻ പറഞ്ഞു, സുനാമി ഭൂകമ്പം ഉണ്ടാകുന്നതിന് മുമ്പ് ജന്തുക്കളും പക്ഷികളും അറിയും ഇൻസൊയ്കെ. ഇനി ഏറ്റവും രസമുള്ളൊരു കാര്യം ഞാൻ പറയാം. ഈ സുനാമി, ഭൂകമ്പം, ജലപ്രളയം ഏറ്റവും കൂടുതൽ ഉണ്ടാകൽ എപ്പോഴാണെന്നറിയോ? അതിന്റെ ടൈം ഖുർആൻ പറയുന്നത് കേട്ടോളി നിങ്ങൾ. ഞാൻ ഖുർആനിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. വായുവും വെള്ളവും ഏതൊരു പടച്ചോൻ്റെതാണോ മാധവി ചേച്ചി ശ്വസിക്കുന്നത്, ആ പടച്ചോൻ അവതരിപ്പിച്ച ഗ്രന്ഥം എന്ന് ഉറപ്പുള്ള ഗ്രന്ഥം. സുരേന്ദ്രനും ബാലേന്ദ്രനും ഈ മണ്ണിൽ ജീവിക്കണ്ടെങ്കിൽ, ബാലേന്ദ്ര നിനക്ക് ഹൃദയം തന്ന പടച്ചോന്റെ കലാം, റബ്ബിന്റെ വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥത്തിലെ 7-ാം അധ്യായം, അതിന്റെ തുടക്കം. ആ ഭാഗം നിങ്ങൾ വെറുതെ ഒന്ന് കേട്ടാൽ മതി. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം, ഒന്ന് കേട്ടോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വകമ്മിൻ ഖറിയത്തിൻ അഹ്ലക്നാഹ, എത്ര രാജ്യങ്ങളെ ഞാൻ മുമ്പ് നശിപ്പിച്ചിട്ടുണ്ട്. എത്ര രാജ്യങ്ങളെ ഭൂകമ്പത്തിലൂടെ, സുനാമിയിലൂടെ, ചരൽവർഷത്തിലൂടെ, അതുപോലെ ഉൽക്കാപതനങ്ങളിലൂടെ എത്ര രാജ്യങ്ങളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. നശിപ്പിച്ച ടൈം പറയാണ് ഖുർആൻ. 1400 വർഷം മുമ്പാ പറയുന്നത്. അത് കൃത്യതയോടുകൂടി നടക്കുന്നുവെങ്കിൽ നേരത്തെ ആ പറഞ്ഞ ഏതൻസിലെ തെരുവീതിയിലൂടെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടിലെ തെരുവീതിയിലൂടെ ആ ചോദ്യകർത്താവിന്റെ ഉത്തരം നിങ്ങളൊന്ന് ഓർത്താ മതി. രാത്രിയിലോ അവർ ഉച്ച ഉറക്കത്തിലോ ആയിരിക്കുമ്പോൾ നമ്മുടെ ശിക്ഷ അവരെ പിടികൂടി. അവരെ ആരെ? മൃഗങ്ങളെ അല്ല, പക്ഷികളെ അല്ല, പിന്നെ ആരെ? അവരെ, മനുഷ്യരെ പിടികൂടി. എപ്പോ? രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോഴോ, അർദ്ധരാത്രിയിലോ, ഉച്ചക്കുറങ്ങുമ്പോഴോ നമ്മുടെ ശിക്ഷ. ഏറ്റവും രസകരമായ ഒരു പോയിന്റ് ഞാൻ പറയാം. ഇന്ന് നിങ്ങൾ നെറ്റിൽ പോയിട്ട് സെർച്ച് ചെയ്യുക, ലോകത്തുണ്ടായ പ്രസിദ്ധമായ ഭൂകമ്പങ്ങൾ, സുനാമികൾ, അതെല്ലാം നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. അതെല്ലാം ഉണ്ടായത് അർദ്ധരാത്രിയിലാണ്, ഉച്ച ഉറക്കത്തിലാണ്. 2 സമയം ഖുർആൻ പറയുന്നുണ്ട്. ആ 2 സമയത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായത്. നിങ്ങൾ ഒന്നുകൂടെ ചിന്തിക്കുക. 1400 വർഷങ്ങൾക്ക് മുമ്പ് നിരക്ഷരനായ ഒരു പ്രവാചകൻ, അറബ് ലോകത്ത് ജീവിച്ചൊരു പ്രവാചകൻ ലോകത്തിനോട് പറയാണെന്ത്? സുനാമിയും ഭൂകമ്പവും അതുപോലുള്ള ശിക്ഷാ നടപടികളും ജലപ്രളയവും നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് കൂടുതൽ ഉണ്ടാവുക. എന്നിട്ട് 1400 വർഷം മുമ്പ് ഖുർആൻ അത് പറഞ്ഞു. അങ്ങനെ തന്നെ പിന്നീട് ലോകത്തുണ്ടാവുക മഹാഭൂരിപക്ഷവും. എങ്കിൽ അറിയുക, ഈ ഗ്രന്ഥം ചെറുതല്ല. ഈ ഗ്രന്ഥം വായിക്കാത്തവൻ യഥാർത്ഥത്തിൽ വിവേകത്തിന്റെ ലോകത്തേക്കും കടന്നിട്ടില്ല. നിങ്ങൾ നല്ലോണം മനസ്സിലായിക്കോളൂ. പടച്ചോന്റെ വായു നമുക്ക് വേണം, വെള്ളം വേണം, ഫ്രൂട്ട് വേണം, പച്ചക്കറി വേണം. പടച്ചോന്റെ ഗ്രന്ഥം വേണ്ട. എന്തൊരു അത്ഭുതമാണിത്. ഞാനത് ലളിതമായി പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വാചകം പറഞ്ഞുതരാം. ഒരു ഉപ്പ, ഒരു പിതാവ് ഒരു മകനെ കൂട്ടിക്കൊണ്ടുപോയി.
കൂട്ടിക്കൊണ്ടുപോയിട്ട് മനോഹരമായൊരു വീട് കാണിച്ചു കൊടുത്തു. അതൊക്കെ കയറി കാണാൻ പറഞ്ഞു. അധുനാധുന സംവിധാനമുള്ളൊരു വീട്, എല്ലാ സൗകര്യമുള്ള വീട്. ആ വീടൊക്കെ കറങ്ങി കണ്ടിട്ട് ഈ മകൻ അത്ഭുതത്തോടു കൂടി പറഞ്ഞു, ഉപ്പ ആര് വീടായി ഇത്? പറയട വാടാകട്ടെ എന്ന് പറഞ്ഞു. കാർ പോർച്ച് കൊണ്ടുവന്ന് ലോകത്തിലെ ഏറ്റവും നല്ലൊരു കാറും കാണിച്ചു കൊടുത്തു. അതൊക്കെ കൊടുത്തിട്ട് ഗേറ്റിൽ വന്നിട്ട് ഉപ്പ താക്കോൽ ഇങ്ങനെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ പൊന്നുമോനെ, ഇത് നിനക്കുള്ള പ്രസന്റേഷൻ ആണ്, ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നാ നിന്റെ അച്ഛൻ വിചാരിച്ചത്, നിന്റെ ഉപ്പ വിചാരിച്ചത് ഇതൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്നാ. എന്നിട്ട് ആ പിതാവ് മകനോട് പറയാണ്, ഈ വീടും ഈ കാറും ഈ സ്ഥലവും ഈ സ്വത്തും ഈ ബാങ്ക് ബാലൻസ് ഒക്കെ നിനക്കുള്ളതാണ്. പക്ഷെ ഉപ്പ നിനക്കൊരു ലെറ്റർ തരും. ആ ലെറ്ററിലെ കണ്ടന്റ് നീ എങ്ങനെ ജീവിക്കണം, നീ എങ്ങനെ ധാർമ്മിക ജീവിതം നയിക്കണം എന്നുള്ളതാണ് ആ കണ്ടന്റ്. മോന് ഇതും കൂടി അനുസരിച്ച് ജീവിച്ചാൽ ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യൻ നീയാവും. ആ മകൻ ബാപ്പാന്റെ മുമ്പിൽ വെച്ചാൽ കത്ത് കീറിക്കളഞ്ഞാലോ, എന്നിട്ട് വീടിന്റെ ആധാരം വാങ്ങി തൊക്കിൽ വെച്ചാലോ? അതുപോലെയാണ് ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. പടച്ചോന്റെ ഭൂമി, പടച്ചോന്റെ സൂര്യൻ, പടച്ചോന്റെ ചന്ദ്രൻ, പടച്ചോന്റെ ഗ്രന്ഥോ അത് തുറന്നു നോക്കാൻ ആരെയും കിട്ടണില്ല. നന്ദി കെട്ടവർ, നന്ദി കെട്ടവർ, നന്ദി കെട്ടവർ. ഇനി ഖുർആനിലേക്ക് വന്നു. ഇനി നല്ലവണ്ണം ഖുർആനിലേക്ക് വാ. 7-ാം അധ്യായം തന്നെ എടുത്തോ. 7-ാം അധ്യായത്തിലെ 96 ഞാൻ വായിച്ചു കേൾപ്പിച്ചേരാം. ഇതൊക്കെ 14 നൂറ്റാണ്ട് മുമ്പാട്ടോ. ولو أن أهل القرى آمنوا واتقوا لفتحنا عليهم بركات من السماء والأرض ولكن كذبوا فأخذناهم بما كانوا يكسبون أفمن أهل القرى أن يأتيهم بأسنا وهم نائمون أفمن أهل القرى أن يأتيهم بأسنا ضحى وهم يلعبون. മുന്നറിയിപ്പുകളെ മറക്കാതിരിക്കാന്നുള്ള കണ്ടന്റാ പറയുന്നത്. എന്താ അറിയോ? ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ജീവിതത്തിൽ ധർമ്മപരിപാലനം അങ്ങനെ നല്ല മനുഷ്യരായി ജീവിച്ചിരുന്നുവെങ്കിൽ അവരുടെ ദൈവം അവർക്ക് ആകാശത്തുനിന്നും ഭൂമിയിൽ നിന്നും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ മഹാധികാരികളായി. അപ്പം നമ്മുടെ ശിക്ഷ അവരെ പിടികൂടി. എപ്പോ? അവാമിനാഹിലിൽ ഖുറാ അയ്യൗചിയഉം ബൗസുനാ ബയാതൻ വഹും നായിമൂൻ. ഉറങ്ങിക്കിടക്കുമ്പോ അവർക്ക് എന്റെ ശിക്ഷ വന്നു കിട്ടി. അവർ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ അവരെ ശിക്ഷിച്ചു. കാരണം മനുഷ്യനെയാണ് ശിക്ഷിക്കുന്ന ദൈവം. അപ്പം മനുഷ്യനെ കിട്ടണമെങ്കിൽ അവൻ ഉറങ്ങിക്കിടക്കണം. മനസ്സിലായോ? അവനെ ഉറക്കി കിടത്തിയിട്ട് പിടിച്ചു കൊടുത്തു. രാത്രിയിൽ രക്ഷാപ്രവർത്തനം പോലും നടത്താൻ സമയം കിട്ടരുത്. ഓൻ ആലോചിക്കണം. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നൂലേ ദൈവം ദുഷ്ടനാണ്? ഞാൻ പറയുന്നത് നിങ്ങൾ ക്ഷമിക്കണം. കേരളത്തിൽ ഇപ്പം ഉണ്ടായ ജലപ്രളയം ഉണ്ടല്ലോ, ദൈവത്തിന്റെ മഹാകാരുണ്യമാണ്. ആഹാ, അമ്പടജ്ജ ആള് തരക്കേടില്ലടാ എന്ന് നിങ്ങൾക്ക് എന്നെ പറ്റി തോന്നുന്നു. ഞാൻ തെളിയിച്ചു തരാം. അപ്പോൾ ഒറ്റ വാചകം കൊണ്ട് തെളിയിച്ചു തരാം. അത് കേട്ടോളൂ കേട്ടോ, നല്ലോണം ശ്രദ്ധിച്ചോളൂ, നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ. ഒരച്ഛൻ മകനെ അപാരമായി സ്നേഹിക്കുന്ന ഒരച്ഛൻ, അപാരമായി സ്നേഹിക്കുന്ന ഒരച്ഛൻ. സഹോദരങ്ങളെ, നമ്മുടെ ഈ പ്രോഗ്രാമിന് ആവശ്യമായ ചെലവ് അത് നിങ്ങളോട് ഇങ്ങനെ വാങ്ങും. ഒരു പാത്രം ഉപയോഗിച്ച് നിങ്ങളോട് വാങ്ങും. അത് ഇവിടെ തന്നെ കൊടുക്കുകയും ചെയ്യും ഓപ്പറേറ്ററുടെ കയ്യിൽ. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞ് ഈ പ്രോഗ്രാമിന്റെ വിജയത്തിനുള്ള സാമ്പത്തിക സഹായം വേറൊന്നുമല്ല, അത് നിങ്ങൾ കൊടുക്കണം. ഞാൻ പറയും. ഇനി ഞാൻ പറയുന്നതിലേക്ക് വന്നു. ഒരച്ഛൻ മകനെ നിരന്തരമായി ഉപദേശിക്കും. തിന്മ ചെയ്യരുത്, മയക്കുമരുന്ന് അടിമപ്പെടരുത്, കള്ളുകുടി, അങ്ങനെ നല്ല കാര്യങ്ങൾ പറയും. പക്ഷെ എന്തൊക്കെ ആയിട്ടും മകൻ തെറ്റിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപാര ഗുരുതരമായ തെറ്റിൽപ്പെട്ട് മനുഷ്യൻ ഈ മകൻ എന്നേക്കുമായി നശിച്ചു പോകും എന്ന് മനസ്സിലാക്കിയ അച്ഛൻ ഈ മകനെ ചങ്ങലക്കിട്ട് കെട്ടിയിട്ടു. അവിടെ കെട്ടിയിട്ട് തിന്നാൻ കൊടുക്കലൊക്കെ അവിടെയാക്കി. അപ്പൊ വേറൊരാൾ വന്നു നോക്കുമ്പോ മകനെ കെട്ടിയിട്ടിരിക്കുന്നു അച്ഛൻ. നിങ്ങൾ എന്തൊരു മനുഷ്യനാ! സ്വന്തം മകനെ എങ്ങനെ ചങ്ങല കെട്ടിയിട്ടാ? മകനെ കെട്ടിയിട്ടാ? നിങ്ങൾ വല്ലാത്തൊരു ദുഷ്ടനാ. അപ്പൊ അപ്പുറത്ത് ഒരു ഭൃത്യനുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ആ അച്ഛനെ പറ്റി ദുഷ്ടൻ എന്ന് പറഞ്ഞാലേ നിനക്ക് മാപ്പില്ല. ആ അച്ഛൻ ആരാ അറിയോ? ഈ മകൻ നന്നാകാൻ വേണ്ടി ജീവാർപ്പണം ചെയ്ത ത്യാഗം അനുഭവിച്ചൊരച്ഛൻ. ഒരിക്കലും മകൻ നന്നാകാതെ ഏറ്റവും വലിയ അപകടത്തിലേക്ക് നീങ്ങിയപ്പോ ആ കുറ്റകൃത്യം ചെയ്ത് എന്നേക്കുമായി മകൻ നശിക്കാതിരിക്കാൻ ഈ അച്ഛൻ മകനെ തൽക്കാലം പിടിച്ചെട്ടിയ. അച്ഛനിൽ കാരുണ്യമാണോ? ശിക്ഷയാണ്? സംശയമുണ്ടോ? ശിക്ഷയാണ്? കരുണയാണോ? ആണ്. അധ്യാപകൻ ഒരു കുട്ടിയെ അടിച്ചു. എനിക്കറിയാം, ഞാൻ തുറന്നു പറയാം, എന്റെ അധ്യാപകരുടെ സ്വാധീനമാണ് എന്നെ നന്നാക്കി. നമ്മൾ പിൽക്കാലത്ത് പറയാം, അന്ന് എൻ്റെ അമ്മ അന്ന് എന്നെ ഇങ്ങനെ ശിക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ നന്നാവില്ലായിരുന്നു. അപ്പൊ ശിക്ഷ കരുണയാണോ? ആണ്. ശിക്ഷ കരുണയാണ്. ഇതുപോലെ നമ്മുടെ രാജ്യത്ത് നമ്മൾ തിന്മ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരിതും ഉണ്ടാവില്ല. ഒരു മുന്നറിയിപ്പ് ഉണ്ടായാലോ? എയ്ഡ്സ് വന്നപ്പോൾ ഒരു മുന്നറിയിപ്പ് ഉണ്ടായി. എയ്ഡ്സ് ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തിന്റെ മുന്നറിയിപ്പുകളെ മറക്കാതിരിക്കണം. നമ്മൾ
ഇപ്പൊ നമ്മൾ സാധാരണ നമ്മുടെ ഇന്ത്യ ഒരു മതവിശ്വാസത്തിന്റെ നാടാണല്ലോ. അണ്ടർ CC ബൈക്കും അതിലൊരു പൂജാ വെട്ടും വേണം, പാറി നടക്കും പറവകളൊന്നും വേളി കഴിച്ചിട്ടില്ല എന്നാ. പാറി നടക്കുന്ന മൃഗങ്ങൾ കല്യാണം കഴിച്ചു പോകും ഇല്ല, അതുകൊണ്ട് മനുഷ്യന് കല്യാണം വേണ്ട. ഞാൻ വിനീതമായി, ഇത് സിനിമയിൽ പാടിയൊരു പാട്ടാ ഇത്. അണ്ടർ CC ബൈക്കും അതിലൊരു പൂജാ വെട്ടും വേണം, പാറി നടക്കും പറവ്. ഇത് എഴുതിയ ഒരാളുണ്ടാവുമല്ലോ, ഈ കവിത രചിച്ച ആള് നമ്മുടെ ഗിരീഷ് പുത്തഞ്ചേരി എന്നൊക്കെ പറയുന്ന പോലെ. ഈ കവിത രചിച്ച ആളെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ? നിങ്ങൾക്ക് എന്താ അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായമല്ല. കാരണം എന്താ? ഭാര്യാഭർത്തൃ ബന്ധം എന്ന കുടുംബ സംവിധാനത്തിനെതിരെ വൃത്തികെട്ട വരി എഴുതി ഒരുത്തൻ. അതെ, നിങ്ങൾ ചിന്തിക്ക്, അയാൾക്ക് മോളുണ്ടോ, അയാൾക്ക് ഭാര്യ ഉണ്ടോ, അയാൾക്ക് മക്കളുണ്ടോ എങ്കിൽ അയാൾ പറയണെന്താ? കല്യാണമൊന്നും ആവശ്യമില്ല. എന്താ അയാൾ ജനങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്? ആലോചിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷികൾ കല്യാണം കഴിച്ചില്ല, അതുകൊണ്ട് നമുക്ക് കല്യാണം വേണ്ട. ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിച്ചോട്ടെ, പക്ഷികൾക്ക് എയ്ഡ്സ് ഉണ്ടോ, എബോള ഉണ്ടോ, സിഫിലീസ് ഉണ്ടോ, ഗൊണോറിയ ഉണ്ടോ? ഇല്ല. എന്നാ മനുഷ്യനിതുണ്ടോ? ഉണ്ട്. അനധികൃതമായി ലൈംഗികതയിൽ ഏർപ്പെട്ടവർക്കൊക്കെ ഇതുണ്ട്. എന്തുകൊണ്ട് മനുഷ്യന് മാത്രം ഇതുണ്ടാവുള്ളൂ? എയ്ഡ്സും എബോളയും സിഫിലീസും ഗൊണോറിയയും. ആധുനിക ലോകം പഠിക്കും. പാപനഗരം എന്ന നഗരം അമേരിക്കയില് 300 ക്ലബ്ബാണ്. പൂർണ്ണ നേക്കഡായ ആണും പെണ്ണും നൃത്തവും തോന്നിയാസവും നടത്തുന്ന 300 ക്ലബ്ബ്. ആ ക്ലബിലേക്ക് കടക്കുന്നിടത്ത് എഴുതി വെച്ച ബോർഡ് എന്താ അറിയോ? പാപനഗരം. ഇന്ത്യ അങ്ങനെ ആകണോ? നമ്മൾ ആലോചിക്കണം. ഇന്ത്യ അങ്ങനെ ആകേണ്ടതുണ്ടോ? ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പൊ നമുക്കറിയാം, മുംതാസ് എന്ന് പറയുന്ന വലിയൊരു നടി, കർണാടക നടിയാണ്. കർണാടക നടിയാണ് മുംതാസ്. വളരെ വൾഗറായി മോഡേണായി ഡ്രസ്സ് ധരിച്ചൊരു നടി. അവർ ഈ കഴിഞ്ഞ സമയത്ത് മീ ടു പ്രോഗ്രാം ഉണ്ടായല്ലോ, മീ ടു സംഭവം നമ്മുടെ കേരളത്തിലെ മീഡിയയിൽ. ആ സമയത്ത് മുംതാസ് പറയണെന്ന് അറിയോ? ഞാനൊരു സിനിമാ നടിയാണ്, വളരെ മോശമായിട്ട് ഡ്രസ്സ് ധരിച്ച ഒരാളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ലോകത്തോട് പറയാണ്, സ്ത്രീകൾ മാന്യമായ ഡ്രസ്സ് ധരിക്കണം, അതേ രക്ഷപ്പെടാനുള്ള വഴിയുള്ളൂ. ജസ്റ്റിസ് ശ്രീദേവി മരിച്ചുപോയി. അവർ 2014 നവംബറിൽ ഓച്ചിറ ടെമ്പിളിൽ ഒരു പ്രസംഗം ചെയ്തു. ഓച്ചിറ ടെമ്പിളിൽ, ആ ടെമ്പിളിലെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു, സ്ത്രീകളുടെ വസ്ത്രം മാന്യമാകണോ? അഴിഞ്ഞാട്ടമാണ്. ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ പെൺകുട്ടികള്? ഉണ്ടോ? ഞാൻ ഒന്നുകൂടെ പറയാം, ലോകത്തൊക്കെ ആണുങ്ങൾ വസ്ത്രത്തിൽ മാന്യരാണ്, പെണ്ണുങ്ങളല്ല. ക്ഷമിക്കണം, ആണ്. ഞാൻ പറയുമ്പോൾ ഏതാണിനെ നോക്കിയാലും വലിയ ബോറില്ല. ഇപ്പൊ നിങ്ങൾ ഇന്നെ നോക്കേ, എൻ്റെ കൈ വരെ ഇവിടെ മറഞ്ഞിട്ടുണ്ട്, നരിയാണി വരെ മറഞ്ഞു. എൻ്റെ കയ്യും ഇതാ ഫ്രണ്ട് കാണാം, മുഖവും കാണാം. പെണ്ണോ? പെണ്ണോ? ശരിക്കും പെണ്ണല്ലേ ഇങ്ങനെ ജീവിക്കണ്ടേ? മാത്രമല്ല, ഞാൻ ആരെയും കുറ്റപ്പെടുന്നത്, ചാനലിലൊക്കെ സ്ത്രീകളുടെ പർദ്ദയെ കുറിച്ച് ചർച്ച നടത്തും. ആര്? വേണു, വിനു, അങ്ങനെ കുറെ ആളെ കേട്ടില്ലേ? ഒരെങ്ങനെ ചർച്ച നടന്നത്? പെണ്ണിന് എന്തിനാ പർദ്ദ? ആ ചോദ്യം ചോദിക്കുമ്പോൾ ഓനിട്ട ഡ്രസ്സോ, പാൻസും ഷർട്ടും ഇൻസൈഡും കോട്ടും ഷോക്സും ഷൂവും ഒക്കെ ധരിച്ചു, ഓന്റെ മുഖവും കയ്യും മാത്രമാണ് കാണുന്നത്. എന്നിട്ട് ഓൻ ചോദിക്കാണ്, പെണ്ണെന്തിനാ പർദ്ദ? ആലോചിക്കാവുന്നതാണ്. തലച്ചോറുള്ളോൽക്ക് ഞാൻ കുറച്ച് വിമർശനം തന്നെയാ പറയുന്നത്. മനുഷ്യൻ ഇങ്ങനെ ആവാൻ പാടില്ല. ആണ് നല്ല വസ്ത്രം, പെണ്ണോ? അത്ഭുതല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആണ് ഇപ്പൊ നരിയാണിയുടെ മേലെ തുണി ഉടുക്കണത് വിമർശിക്കുന്ന ഒരുപാട് ആളുണ്ട്. ഇതെന്തിനാ അങ്ങനെ കയറ്റി ഉടുക്കണത്? പെണ്ണിനോടോ, മോളെ ഇതെന്തിനാ താത്തി ഉടുക്കണതെന്ന്. എങ്ങനെയുണ്ട്? ആണ് കുറച്ച് നരിയാന്റെ മേലെ കയറ്റിയപ്പോ ഭയങ്കര കംപ്ലൈന്റ്. പെണ്ണോ, മോളെ മുട്ടിന്റെ താഴെ ഇറങ്ങേണ്ടതുണ്ടോ, കുറച്ചുകൂടി കയറ്റിയാൽ ഞങ്ങൾക്കൊക്കെ കുറച്ച് ദിവസം കൂടെ ഒരു മൈലേജ് കിട്ടുകയായിരുന്നു. എങ്ങനെയുണ്ട്? ഉളുപ്പും മാനവും നഷ്ടപ്പെട്ട ജനത. ആലോചിച്ചു നോക്കൂ നിങ്ങളെ. അപ്പൊ പെണ്ണെന്താ? പെണ്ണ് പുരുഷന്റെ ആസ്വാദനമാണ്. അതാ അനീതി, അതാ പാരതന്ത്ര്യം. പെണ്ണിടുന്ന ഡ്രസ്സ് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു ഡ്രസ്സ് ഡിസൈൻ ചെയ്തിട്ടുണ്ടോ? പെണ്ണിന് ആവശ്യമുള്ള ഡ്രസ് കോഡ് ലോകത്ത് ഏതെങ്കിലും ഒരു പെണ്ണ് ഡിസൈൻ ചെയ്തു നിങ്ങൾ തെളിയിച്ചു തന്നെ ഞാൻ മീശ പഠിച്ചിട്ട് മാഹിക്കൂടാണ്. പെണ്ണിടുന്ന എല്ലാ ഡ്രസ്സും ആണുങ്ങൾ ഡിസൈൻ ചെയ്ത, ആണുങ്ങൾക്ക് വേണ്ടി മാത്രം. എന്നാൽ പർദ്ദയോ, പെണ്ണിനെ ആണിനെയും സൃഷ്ടിച്ച പടച്ചോൻ ഉണ്ടാക്കിയ വ്യത്യാസം. ആണുണ്ടാക്കിയല്ല. ഇസ്ലാമിലെ പർദ്ദ പുരുഷൻ ഇടിച്ചല്ല, അള്ളാഹ് ഇടിച്ചതാ. അള്ളാഹു ഇടിക്കണം പെണ്ണിനെ. എന്തിനാ? മോളെ, നീ സ്ഫടികമാണ്, നീ പെണ്ണാണ്, നിന്റെ സൗന്ദര്യം ഭർത്താവിന്റെ മുമ്പിലേ പറയും. ഇപ്പൊ നമ്മളെ അവസ്ഥ എന്താ? നിങ്ങൾക്ക് എന്റെ ശരീരം, നാട്ടുകാർക്കും എന്റെ ശരീരം. അങ്ങനെയാ? അതാ മാന്യത.
ഒരു പെണ്ണിന്റെ ശരീരം കണ്ടാ പുരുഷന് വികാരം ഉണ്ടാവും, ഒരു പുരുഷനെ കണ്ടാ സ്ത്രീക്ക് വികാരം ഉണ്ടാവില്ല. അതാ ശരീര സയൻസ്, ശരീരശാസ്ത്രം എന്ന് പറയുന്ന അതാ. മനുഷ്യന്റെ സയൻസ് പഠിച്ചോ. പെണ്ണിന് കാഴ്ചയല്ല. പെണ്ണൊരു തോർത്തുമുണ്ടെടുത്തിട്ട് പാടത്ത് ബാലട്ടനോ സുരേന്ദ്രനോ ബഷീറോ നിൽക്കുന്നുണ്ട്, ഒരു ചേച്ചിക്ക് ഒരു വികാരം ഉണ്ടാവില്ല. തോർത്തുമുണ്ടെടുത്ത് ഒരു പെണ്ണ് പുറത്തോട്ടിറങ്ങിയാലോ വ്യത്യാസമുണ്ട്. ഞാൻ നിങ്ങൾക്ക് ആണും പെണ്ണും വ്യത്യസ്തമെന്ന് പറയാൻ ഒരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ പല ഞരമ്പ് രോഗികളുണ്ട്. സ്ത്രീകൾ കുളിക്കുന്നത് ഒളിച്ചു നോക്കിയിട്ട് പിടിച്ചിട്ട് നാട്ടുകാർ കൈകാര്യം ചെയ്ത് എത്രയോ കേസ് ഇല്ലേ? ഏതെങ്കിലും ഒരു പുരുഷൻ കുളിക്കുന്ന ഒളിച്ചു നോക്കിയ ഒരു പെണ്ണിന്റെ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടോ? എല്ലാവരും മനസ്സ് തട്ടി കേൾക്കേണ്ട പോയിന്റ് പറയുന്നത്. ഏതെങ്കിലും ഒരാണ് കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കിയ ഒരു പെണ്ണിനെ ഇന്നോളം മാനവ ചരിത്രത്തിൽ പിടിച്ചിട്ടുണ്ടോ? അതൊരൊറ്റ പോയിന്റ് മാത്രം മതി, പെണ്ണും ആണും എന്താന്ന് മനസ്സിലായി. ഞാൻ പറയട്ടെ, ശരീരശാസ്ത്രം പഠിച്ച അമേരിക്കയിലെ സയൻസ് അധ്യാപകർ പറയുന്നറിയോ, പെണ്ണിന്റെ നരിയാന്റെ മുകളിൽ നിന്ന് ഒരു അവൾ ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് അല്പം പൊന്തിയാൽ അവളെ മടമ്പ് കണ്ടാ മതി പുരുഷനോളെ ഇമേജ് ചെയ്യാൻ. അതുകൊണ്ട് അള്ള എന്ത് പറഞ്ഞു? പെണ്ണിനോട് നീ സ്ഫടികമാണ്, സൂക്ഷിക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും ചിന്തിക്കും, നമ്മൾ മത്തി വെക്കുമല്ലോ, അയിലയും മത്തിയൊക്കെ വെക്കില്ല, ചാളയൊക്കെ വെക്കുമല്ലോ, അതാരെങ്കിലും ലോക്കറിൽ വെക്കാറുണ്ടോ? സ്വർണ്ണക്കടയിലെ സ്വർണ്ണം ലോക്കറിൽ വെക്കുന്ന പോലെ വെക്കാറുണ്ടോ? എന്താ വെക്കാത്ത? എന്തൊരു ചോദ്യമാണ്. ടെക്സ്റ്റൈൽസിലെ എല്ലാ ഡ്രസ്സും ഉണ്ടോ വാരിയിട്ട് ലോക്കറിൽ വെച്ച് പൂട്ടല്? പക്ഷെ സ്വർണം വാരിയിട്ട് ലോക്കറിൽ വെച്ച് പൂട്ടുന്നു, ഇരുമ്പ് ഭൂമിക്കടിയിലാക്കി. എന്റെ ചോദ്യം, ഭൂമിക്കടിയിൽ സ്വർണം കുഴിച്ച് വെക്കുന്നത് സ്വർണത്തിന് മൂല്യമുള്ളതുകൊണ്ടാണോ മൂല്യമില്ലാത്തതുകൊണ്ടാണോ? മൂല്യമുള്ളതിനെയാണ് മറച്ചു വെക്കുക. പെണ്ണ് മൂല്യമുള്ളതാ, അതുകൊണ്ടാ മറച്ചു വെക്കാൻ പറയുന്നത്. വിവരം വേണം, അല്ലെങ്കിൽ വിവരമുള്ളവരുടെ കാറ്റെങ്കിലും തട്ടണം. പെണ്ണ് അമൂല്യമാണ്, അതുകൊണ്ടാ സംരക്ഷിക്കണത്. ഇനി ഞാൻ മനുസ്മൃതിയിൽ നിന്ന് ഒരു ശ്ലോകം ഉദ്ധരിക്കാം. പിതാ രക്ഷിതി കൗമാരേ ഭർത്രോ രക്ഷിതി യൗവനേ പുത്രോ രക്ഷിതി വാർദ്ധക്യേ രക്ഷന്തിസ്തവരേ പുത്രന സ്ത്രീ സ്വാതന്ത്ര്യമർഹിതി. മനുസ്മൃതിയുടെ 8-ാം അധ്യായത്തില. അതിന്റെ അർത്ഥം എന്തറിയോ? പിതാ രക്ഷിതി കൗമാരേ, പിതാവിന്റെ സംരക്ഷണത്തിലാണ് ഇന്ത്യൻ പ്രായമനുസരിച്ച് 18 വയസ്സ് വരെ ഒരു മോള് വളരേണ്ടത്. പിന്നെ ഭർത്രോ രക്ഷിതി യൗവനേ, ഭർത്താവിന്റെ സംരക്ഷണത്തിലാണ്. മാത്രമല്ല, കുലീനതയുള്ള ഒരു പെണ്ണും അവളുടെ മറയ്ക്കണമെന്ന് അവളുടെ സ്വയംബോധം അവളോട് പറയുന്ന ഒന്നും അവൾ മറയ്ക്കാതിരിക്കില്ല. കാരണം ഇതെന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സമർപ്പിക്കേണ്ടതാണ്. മാന്യമായ ബോധം അതെല്ലാവർക്കും കാണാൻ, എല്ലാവർക്കും അവളെ ഇമേജ് ചെയ്യാൻ, മനസ്സിൽ കൊണ്ടിടക്കാൻ വേഷം കൊണ്ടൊരിക്കലും സ്ത്രീകൾ മെനക്കെടരുത് എന്നാണ് ഞാൻ പറയുന്നത്. ഞാനിത് വെറുതെ പറയുകയല്ല. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രന്മാരും പറയുന്നത്, ഇപ്പം നിങ്ങൾക്കറിയോ, 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകൾ, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ട് ഒരു സ്ത്രീ ട്രെയിനില്ലേ, ഞാൻ പറയുന്നത്, നിങ്ങൾ സയൻസ് പറയുന്നത് പഠിക്കണം. എന്താ ഈ കൈത്തണ്ടയൊക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്തി എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാരി ജീവിയാണ്. അവന്റെ വിവേകം ബ്രെയിനിന് നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിൽ എന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാ പിടിച്ചുകൊണ്ട് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കണത്. എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും, ഞാൻ ആരെയും നിരപരാധിയാക്കല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഇടിക്കുന്ന. ഇനി വേറൊന്നുകൂടെ പറയാം. അറബ് റീഹ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അറബ് നാട്ടിൽ ഫേമസ് ആയ ഒരു ഗ്രന്ഥമാണ്. സ്ത്രീകളെ പർദ്ദടിക്കുന്നതിനെതിരെ എഴുതിയ ഗ്രന്ഥമാണ്. പക്ഷെ ഞാന് നമ്മുടെ സക്കറിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുകുന്ദേട്ടന്റെ കൂടെയുള്ള സക്കറിയ, സാഹിത്യകാരൻ സക്കറിയ, മനസ്സിലായോ? ആ സക്കറിയ സൗദി അറേബ്യയിൽ പോയി വന്നിട്ട് അദ്ദേഹം ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിൽ എന്താ ഉള്ളത് അറിയോ? ഓ, പർദ്ദ ധരിച്ചു, മുഖവും മൂടി, കണ്ണ് മാത്രമാ കാണുക, എന്നിട്ട് പോലും ഈ അറബി പെണ്ണുങ്ങൾക്ക് എന്തൊരു സൗന്ദര്യമാണ്. ഇപ്പൊ മനസ്സിലായോ? അതായത് ഇതൊക്കെ മറച്ചു വെച്ചിട്ടും മൂപ്പർക്ക് സൗന്ദര്യത്തിൽ അങ്ങ് മതി പറഞ്ഞുപോയി. അതുകൊണ്ട് ഇസ്ലാം പറഞ്ഞ എന്ത്? ഇജ്ജാതി ആൾക്കാർ മുമ്പിൽ മോളെ ജി മര്യാദന്റെ ഡ്രസ്സ് ധരിച്ചല്ലേ, ഓ മാതി കീറിക്കളയുന്നു. അത് തന്നെ മനസ്സിലാണ്ട് നിങ്ങൾക്ക്. അപ്പൊ പെണ്ണിനോട് അടങ്ങാൻ പറഞ്ഞത് ഓളെ സ്വാതന്ത്ര്യത്തിനെതിരല്ല, ഓക്ക് മാന്യത നൽകി. മാത്രമല്ല,
അത്ഭുതകരമായ ഖുർആന്റെ പ്രയോഗം എന്താ അറിയോ? മോളെ, നീ ഈ വേഷം ധരിക്കുന്നത് ശല്യപ്പെടുത്തപ്പെടാതിരിക്കാനാ. ഇസ്ലാമിക വേഷം ഇങ്ങനെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കി ഭാഗം മറച്ചു വെച്ചാൽ നിനക്ക് കിട്ടണ മെച്ചെന്താണ്? ഞരമ്പ് രോഗികളുടെ ശല്യം കുറയും. വല്ലാത്തൊരു പ്രയോഗം അത്. ഈ കമലാ സുറയ്യ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടായിരുന്നല്ലോ, കമലാദാസ്. അള്ളാഹു അവരുടെ ഖബർ വിശാലാക്കി കൊടുക്കട്ടെ, അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ഈ കമലാദാസിന്റെ ഒരുപാട് സാഹിത്യങ്ങൾ വായിച്ച് ഒരുപാട് കാലം വായിച്ച ഒരാളാണ് ഞാൻ. വൊക്കാബുലറിക്ക് വേണ്ടി, പദസമ്പത്തിന് വേണ്ടി, വാഗ്ഭണ്ഡാകാരത്തിന് വേണ്ടി വായിച്ച ഒരു കാലഘട്ടത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട് അവരെ. അവർ അതീവ സുന്ദരിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവര് പറയാണ്, അവര് മലയാള മനോരമയിൽ വന്നാണ്. അവർ പറയാണ്, ഞാൻ സുന്ദരി, ഞാൻ സാരിയും ബ്ലൗസും ഒക്കെ ഇട്ട് പോവുകയാണെങ്കിൽ എന്നെ പലരും നോക്കും, എന്നെ തോണ്ടും, എന്നെ ട്രെയിൻ തോണ്ടും, ബസ്സും തോണ്ടും, ശല്യം ഉണ്ടാവും. ഞാൻ തിരുവനന്തപുരത്ത് നടക്കുമ്പോൾ എന്നെ നോക്കും. എന്നിട്ട് അവര് പറയാണ്, ഞാൻ ഇസ്ലാം ആകുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ പർദ്ദട്ടിട്ട് പോയി നോക്കി. എന്നെ ആരും നോക്കണില്ല, എന്നെ ആരും ശല്യപ്പെടുത്തണില്ല, എനിക്കൊരു ബുദ്ധിമുട്ടില്ല. കേരളത്തിലെ ഒരു നടി, ഭർത്താവ് പെട്ടെന്ന് മരിച്ചുപോയൊരു നടി, ആ നടി ഭർത്താവ് മരിച്ചതിന് ശേഷം പല ഓഫീസുകളിലും പല കടലാസും ശരിയാക്കാൻ വേണ്ടി അവർക്ക് പോകേണ്ടി വന്നു. അപ്പൊ അവർ ഏറ്റവും മോഡേൺ ആയ ഡ്രസ്സ് ധരിച്ചാ പോയത്. അപ്പൊ അവർക്ക് പല ശല്യവും ഓഫീസിലുണ്ടായി. ഇപ്പൊ നിങ്ങൾ ഈ മീറ്റു പരിശോധിച്ചാൽ കാണാ, അവിടെ MJ അക്ബർ വരെയുള്ളവർ പീഡിപ്പിച്ച പെണ്ണുങ്ങള്. ഞാൻ MJ അക്ബറിനെ കുറ്റപ്പെടുത്തുന്നതോടൊപ്പം ഒരു കാര്യം പറയുന്നു. MJ അക്ബർ എന്ന പുരുഷന്റെ മുമ്പിൽ അർദ്ധനഗ്നയായി ഏറ്റവും അട്രാക്ഷനുള്ള ഡ്രസ് ഇട്ട് ചെല്ലുന്ന പെണ്ണുങ്ങൾക്കുണ്ടായില്ലൊരു പങ്കാളിത്തം. അത് ഗൗരവമായി, അതാണ് ഞാൻ ചർച്ച ചെയ്യണേ. ഈ സിനിമാ നടി എന്ത് ചെയ്തു എന്നറിയോ? ഇവര് മോഡേൺ ആയി ഡ്രസ്സ് ധരിച്ചു പോയപ്പോൾ ശല്യങ്ങൾ ഉണ്ടായി. അപ്പൊ അവര് മനസ്സിൽ ഇങ്ങനെ ഒരു ദിവസം ഇരുന്നപ്പോ ഞാനൊന്ന് പർദ്ദട്ട് പോയി നോക്കിയാൽ എന്താ. അങ്ങനെ ഈ അമുസ്ലിമായ സഹോദരി പർദ്ദയിട്ട് ചെന്നപ്പോൾ ഭയങ്കര റെസ്പെക്ട് കിട്ടി അവർക്ക്, ഭയങ്കര ആദരവ് കിട്ടി അവർക്ക്. പിന്നെ അവർ ഇസ്ലാം സ്വീകരിച്ചു. ഞാൻ പറയുന്നത്, മനുഷ്യരെ, ഇസ്ലാം അള്ളാന്റെ മത, സൂര്യനും ചന്ദ്രനും സൃഷ്ടിച്ച പടച്ചോന്റെ മത. അയാൾ പഠിക്കാൻ സന്നദ്ധരായ ഉറപ്പായിട്ടും അതിൽ നിന്ന് കിട്ടും നമുക്ക് ചിലത്. അത് നമ്മൾ പഠിക്കേണ്ടതുമാണ്. അതുകൊണ്ട് നമുക്കുള്ള ഈ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, ലോകത്ത് മുഴുവനും അള്ളാഹ് നമ്മളോട് പറയുന്ന താക്കീതുകളെ ഗൗരവമായ ചർച്ചയ്ക്ക് വരേണ്ടതാണ്. പടച്ചോൻ നൽകിയ താക്കീതുകളെ ഗൗരവമായി വിലയിരുത്തുമ്പോൾ നമുക്കൊരു ധാർമ്മിക ജീവിതം, മദ്യം വേണ്ട, മയക്കുമരുന്ന് വേണ്ട, അരാജകത്വങ്ങൾ വേണ്ട, കൊലപാതകങ്ങൾ വേണ്ട, സംഘർഷങ്ങൾ വേണ്ട, തീവ്രവാദം വേണ്ട, ഭീകരവാദം വേണ്ട, യാതൊരു നിലക്കുമുള്ള തിന്മകൾ വേണ്ട എന്ന് പറയാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടാവണം. അതിനുവേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ. അതിൽ ഒന്നാമത്തെ പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹിരണ്യഗർഭഃ സമവർത്തദാഗ്രേ ഭൂതസ്യജാത പതിരേക ആസീത് സദാധാര പൃഥിവ്യം ദ്യാമുദേവായ കശ്മൈ ദേവായ വിശാവിദേമാം. ഋഗ്വേദത്തിന്റെ 10-ാം മണ്ഡലത്തിലുള്ളതാണ്. 121-ാമത്തെ സൂക്തം 1-ാമത്തെ റക്കിൽ അതിൽ പറയുന്നത്, 7 ആകാശവും 7 ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഒന്നാണ്. എല്ലാ വേദങ്ങളും പറയുന്ന ആ ദൈവം ഒന്നാണെന്ന്. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ൽ പറയുന്നത് ദൈവം ഒന്നാണ്. ഷമ്മ ഇസ്രായേല അഡോണായ എലോഹിൻ അഡോണായഹ്, ദൈവം ഏകനാണ്, നിങ്ങൾ ആ ദൈവത്തിന്റെ അടിമകളാണ്. അപ്പം ഒന്നാമതായി നാം ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ദൈവം ഒന്നാണ്. ആ ദൈവം ഒന്നാണെന്ന് പഠിച്ചാൽ പിന്നെ ബാബരി ഇഷ്യൂ ഇല്ല, പിന്നെ രാമജന്മഭൂമി തർക്കമില്ല, പിന്നെ ശബരിമല പ്രശ്നമില്ല, പിന്നെ ദർഗാ വിഷയങ്ങളില്ല. ഒറ്റ ദൈവം, ഒരൊറ്റ ജനത. ഇൻഷാ അല്ലാഹ് തലശ്ശേരി ബസ് സ്റ്റാൻഡിൽ നമ്മൾ അങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കും. ജനങ്ങളെ ശരിക്കും കേട്ടുപഠിക്കേണ്ടതാണ്. ഒരൊറ്റ ജനത, മനുഷ്യവാസ് ബാന്ധവ മാനവ സർവേ സ്വദേശാഭുവൻ. അത്രയും ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം എന്ന വലിയ സന്ദേശം. ലോകമാണ് തറവാട്, വസുദൈവ കുടുംബകം എന്ന വലിയ സന്ദേശം. ആ സന്ദേശമാണ് ഇതിൽ ഒന്നാമതായി. 2, മരണാനന്തരം ഒരു ജീവിതം. ധാർമ്മിക ജീവിതത്തിന്റെ ഏറ്റവും വലിയ മെച്ചം എന്താണ്? അതാണ്. മനുഷ്യന് മരണത്തെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. ശ്രീബുദ്ധൻ എല്ലാവർക്കും അറിയാം. ഈ ശ്രീബുദ്ധനോട് ഒരമ്മ മകൻ മരിച്ചപ്പോ, ആ അമ്മയുടെ മകൻ മരിച്ചപ്പോ ആ മകനെയുമായി ശ്രീബുദ്ധന്റെ അടുത്ത് വന്നു. അവരുടെ ഭാഷയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അവർ പറഞ്ഞു, ബുദ്ധ ഭഗവാനെ എന്റെ മകന് ജീവൻ നൽകണം, എന്റെ ഏക പുത്രനാണ്, എനിക്ക് ഈ മകനില്ലേ ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ബുദ്ധ ഭഗവാൻ പറഞ്ഞു, ശരി, അതിനൊരു കാര്യം വേണം, മരണം കടന്നു വന്നിട്ടില്ലാത്ത, ശ്രീബുദ്ധന്റെ പരാമർശമാണ്, മരണം കടന്നു വന്നിട്ടില്ലാത്ത വീട്ടിൽ നിന്ന് ഒരു പിടി കടുകെടുത്തു തരണം എനിക്ക്. അപ്പൊ ആ അമ്മ പറഞ്ഞു, അത് അസാധ്യമാണ്, മരണം കടന്നു വരാത്തൊരു വീടും ഭൂമുഖത്തില്ല, മരണം കടന്നു വരാത്ത ഒരു വീടും ഭൂമുഖത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? ശ്രീബുദ്ധൻ പറഞ്ഞു, മരിച്ചാ പിന്നെ രക്ഷ,
പിന്നെ നമുക്ക് ആർക്കും അവരെ ജീവിപ്പിക്കാൻ കഴിയില്ല. നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത്ത് വമാ നഹ്നു ബിമസ്ബൂഖീൻ. പടച്ചോൻ പറയാണ് ഖുർആനിൽ, നിങ്ങൾ മരിക്കും, അതിൽ നിന്ന് ഒളിച്ചോടാൻ നിങ്ങൾക്ക് ഒരാൾക്ക് പറ്റില്ല. ഖുർആൻ ഖണ്ഡിതമായി പറയാണ്. സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ് സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലചക്ര വിഭ്രമത്തിലെങ്കിൽ നമുക്ക് പിന്നെ എന്ത് ശങ്ക? എല്ലാവരും മരിക്കും, ഞാൻ നിങ്ങളൊക്കെ മരിക്കും. ആ മരണത്തിനു മുമ്പ് മനുഷ്യന്റെ ജീവിതം എന്താന്ന് വിലയിരുത്തും, മനുഷ്യൻ ആരാന്ന് വിലയിരുത്തും. ഇപ്പൊ നമ്മുടെ നാട് ചിരിക്കാത്ത നമ്മുടെ നാട്, പരസ്പരം ചിരിക്കാൻ അറിഞ്ഞുകൂടാ. ചോന്ന തുണി കൊടുത്ത ചോന്ന ചരടിട്ട് ഒരുത്തനെ കണ്ടാൽ ഒരു മുസ്ലിമിന് ചിരിക്കാൻ തോന്നുന്നില്ല. താടി വെച്ച് ജുബ്ബയിട്ട് ഒരു മുസ്ലിമിനെ കണ്ടാൽ ആ ചോന്ന ചരടിട്ടവന് ചിരിക്കാൻ തോന്നുന്നില്ല. വല്ലാത്തൊരു ദുര്യോഗം, വല്ലാത്തൊരു ദുര്യോഗം. നമ്മൾ അകന്നു പോവുകയാണ്. സത്യത്തിൽ എന്താ, ഒരേ നാട്ടുകാര്, ഒരേ നാട്ടിൽ. നിങ്ങളിപ്പോ മാഹി മാത്രം നിങ്ങൾ സങ്കല്പിച്ചോ, തലശ്ശേരി സങ്കല്പിച്ചോ, പാരീസ് ഹോട്ടൽ എടുത്തോ, പലതും എടുത്തോ, ശോഭ ടെക്സ്റ്റൈൽസ് എടുത്തോ, പലതും എടുത്തോ. ഒരുപാട് ടെക്സ്റ്റൈൽസ് മുസ്ലിങ്ങളുടെ കയ്യിലാണ്, ഒരുപാട് ഹോട്ടൽ മുസ്ലിങ്ങളുടെ കയ്യിലാണ്, ഒരുപാട് ടെക്സ്റ്റൈൽസ് ഹൈന്ദവരുടെ കയ്യിലാണ്, ഒരുപാട് ഹോട്ടൽ ഹൈന്ദവരുടെ കയ്യിലാണ്. നമ്മുടേതായെല്ലാം അല്ലേ, ഹിന്ദുവിന്റെ ഹോട്ടലിൽ നിന്ന് മുസ്ലിം കഴിക്കുന്നു, മുസ്ലിമിന്റെ വീട്ടിൽ കയറി അമുസ്ലിം ഭക്ഷണം കഴിക്കുന്നു. എന്തൊരു സാഹോദര്യത്തിൽ കഴിഞ്ഞവരും നമ്മളിപ്പോൾ അകന്നകന്ന് പോകും അല്ലേ. മത്സ്യം കിട്ടണം, അതിന് നമ്മൾ പോയിടാ മാർക്കറ്റിൽ ആരാ ഏറ്റവും കൂടുതൽ മീൻ വിൽക്കുന്നത്? മുസ്ലിങ്ങളായിരിക്കും. പല കാര്യങ്ങൾ എടുത്തു നോക്കൂ. ഇപ്പൊ എന്റെ നാട്, ആ നാട്ടിൽ ഫിഷ് വിൽക്കുന്നത് മുസ്ലിങ്ങൾ, ഇറച്ചി വിൽക്കുന്നത് മുസ്ലിങ്ങൾ, സൂപ്പർ മാർക്കറ്റ് മുസ്ലിങ്ങൾ, ടെക്സ്റ്റൈൽസ് എടുക്കുന്നത് മുസ്ലിങ്ങൾ. അവിടെ ഹൈന്ദവരും മുസ്ലിങ്ങളും സമാസമാ. എന്നിട്ട് എല്ലാവരും കൊണ്ടും കൊടുത്തല്ലേ ജീവിക്കണത്. മതം വേറെ, നമ്മളെന്ന ചിന്ത വേറെ. മതവിശ്വാസം ഓരോരുത്തരുടെ വൈജ്ഞാനിക നിലവാരത്തിനനുസരിച്ചുണ്ടാകേണ്ട ഒരു സംഗതിയാണ്. കമ്പാരിറ്റീവ് റിലീജിയനിലൂടെ ഒരാൾ നേടിയെടുക്കേണ്ട പുരോഗതിയാണത്. നേരെ മറിച്ച് ഒരേ വായുശ്വസിച്ച്, ഒരേ വെള്ളം കുടിച്ചു, ഒരേ നാട്ടിൽ മലയാളികളായി, ഒരേ നാട്ടുകാരായി, ഒരേ പ്രോസസ് അനുസരിച്ച്. മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലാണ് എന്നെ പ്രസവിച്ചല്ലേ നിങ്ങളെ പ്രസവിച്ച്? മെഡിക്കൽ കോളേജിന്റെ വരാന്തയിലാണ് മാധവേട്ടനെ പ്രസവിച്ചത്. അതേ ആ ഡോക്ടർ തന്നെയാണ്, ഖദീജ മുംതാസ് തന്നെയാണ്. ഇപ്പുറത്ത് വന്ന സത്യനാരായണനാണോ ഓപ്പറേഷൻ ചെയ്തത്? അബ്രഹാമാണ് ഓപ്പറേഷൻ ചെയ്തത്? നമുക്ക് ആർക്കും കണ്ടല്ലോ വല്ല ജാതീയതയും. ട്യൂഷൻ എടുക്കുന്നു ആര്? ഹിന്ദു അധ്യാപകൻ മാത്തമാറ്റിക്സിന്റെ നാരായണ നമ്പൂതിരി എടുക്കുന്നു, നമ്പൂരി മാഷി എനിക്ക് മലയാളം എടുക്കുന്നു, വർമ്മ സാർ എനിക്ക് മലയാളം എടുക്കുന്നു. ഒക്കെ ഹൈന്ദവരാണ്. അതുകൊണ്ട് അവർ പഠിപ്പിച്ച പലതും ഞങ്ങളോട് പറയുന്നത് ഇതാണ് നമ്മുടെ നാട്. അത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്, ഒരു കാരണവശാലും നമ്മളത് മറന്നു പോകരുത്. നമ്മൾ ആർക്കോ വേണ്ടി തല്ലേണ്ടവരല്ല, അയോധ്യ വിഷയത്തിൽ നമ്മൾ അകലേണ്ടവരല്ല. നമ്മൾ പറയേണ്ടത് എന്താണ്? അവിടെ പൊളിച്ച പള്ളി ഉണ്ടാക്കി കൊടുക്കലാണ് മാനവികത. ഞാൻ പറഞ്ഞല്ലോ, പള്ളി പൊളിച്ച് ക്രിസ്ത്യാനിക്ക് വീടുണ്ടാക്കി കൊടുത്തു. ഇസ്ലാം അതാണ് പഠിപ്പിച്ചത്. പിന്നെ ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത ഞാൻ പറയാം. പരിശുദ്ധ കഅബാലയത്തിൽ ഉംറ നിർവഹിക്കാൻ നബി അനുയായികളും പോയി. അവിടുത്തെ ആളുകൾ തടഞ്ഞു, പറ്റൂല അറിഞ്ഞു, കലാപം ഉണ്ടാവും. പ്രവാചകൻ തിരിച്ചു പോയി. ഞാൻ കലാപം ഉദ്ദേശിക്കുന്നില്ല, എന്റെ മനസ്സിന്റെ ഭക്തി പടച്ചോനറിയാം, അവൻ എനിക്ക് കൂലി തന്നു, ഞാൻ കലാപത്തിനില്ല. കലാപത്തിന് തിരികൊളുത്തലല്ല. മൂത്രൊഴിച്ചും രക്തമൊഴുക്കിയും ശബരിമലയിൽ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചവർ, അവരെ നമ്മൾ അംഗീകരിക്കരുത്. ISIS നിങ്ങൾക്കറിയാം, മക്കയിലും മദീനയിലും ബോംബിടാൻ ശ്രമിച്ചു. ആ ISISകാരന്റെ മനസ്സും ശബരിമല അശുദ്ധമാക്കാൻ പോയവരുടെ മനസ്സും ഒരേപോലെ മനസ്സ്. അവർ രണ്ടുപേരും പേരുകൊണ്ട് വ്യത്യാസമുണ്ടാകാം, കുറി തൊട്ടിട്ടുണ്ടാകാം, നിസ്കാര ടൈമുണ്ടാകാം. അവരുടെ ഹൃദയം തീവ്രവാദത്തിന്റെ ഹൃദയം. നമുക്കത് ആവശ്യമാണ്. ഞാൻ പറയുന്ന ISIS നമുക്ക് വേണ്ട, RSS വേണ്ട, ഒരു തീവ്രവാദ സംഘടനയും നമുക്ക് വേണ്ട, അൽ ഖായിദ വേണ്ട, വേണ്ട നമുക്ക്. എന്തിനായത്? ഇതുകൊണ്ട് എന്താ ഉണ്ടായത്? ഇന്ത്യയിൽ നടന്ന കലാപങ്ങൾ കൊണ്ട് നമുക്ക് എന്ത് നേടി? മാറാട് പൂനാട് കലാപങ്ങൾ കൊണ്ട്, വീഞ്ഞം കലാപം കൊണ്ട് കേരളത്തിൽ എന്തുണ്ടായി? നരിമാൻ പ്ലേസിലും അബ്രോഡിലും ഹൈദരാബാദിലും കൊണാട്ട് പ്ലേസിലും ഒക്കെ ഉണ്ടായി. ബോംബെയുടെ തെരുവീതികളിൽ 3000-ത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു അല്ലേ? സിഖ് കലാപവുമായി ബന്ധപ്പെട്ട ഒരാളെ ഇപ്പൊ ജീവപര്യന്തം ശിക്ഷിച്ചു. എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും മഹാത്മാഗാന്ധിയും കൊല്ലപ്പെട്ടു. കലാപത്തിന്റെ ഭൂമിയായി നമ്മുടെ നാട് പലപ്പോഴും മാറി. അറിവില്ലായ്മയായിരുന്നു നമ്മുടെ മുഖമുദ്ര. ലോകത്തിന് വലിയ അറിവുകൾ സമ്മാനിച്ച ഒരു നാടായിരുന്നു ഇത്. അതുകൊണ്ട് നമ്മളിത് ഗൗരവമായി മനസ്സിലാക്കും. ഇൻഷാ അല്ലാഹ് ഈ ജനുവരി 27 കടവത്തൂർ വെച്ചൊരു ഹദീസ് സെമിനാർ, പ്രവാചക വചനങ്ങളെ കുറിച്ചുള്ള നാരായ വേരുകൾ ദർശിക്കുന്ന ഒരു സെമിനാർ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമായ പ്രവാചകന്റെ വചനങ്ങൾ, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വചനസാഗരം കൊണ്ട് മാനവതയെ ധന്യപ്പെടുത്തിയ തിരുദൂതരുടെ വചനങ്ങളുടെ പേരാണ്, സമാഹാരമാണ് ഹദീസ് സമാഹാരങ്ങൾ. അതിൽ കടന്നുകൂടിയതെന്ത്, കടന്നുകൂടാത്തതെന്ത്, സത്യമേതെന്ത്, ധർമ്മമേതെന്ന് കൃത്യമായി വിവച്ഛേദിക്കുന്ന പ്രവാചകന്റെ മാതൃകകൾ. പ്രവാചകനിൽ നിന്നവർ നമസ്കാരം പഠിച്ചു, നോമ്പ് പഠിച്ചു, ഹജ്ജ് പഠിച്ചു. അതിന്റെ വിശദാംശങ്ങൾ ഖുർആനിലില്ല, അത് പ്രവാചകന്റെ വ്യാഖ്യാനങ്ങളിലാണ്.
വിവരണങ്ങളിലാണ് അതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മഹത്തായ ജില്ലാ ഹദീസ് സെമിനാറിന്റെ തലശ്ശേരി മണ്ഡലം പ്രചരണ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാം ഇത്രയും നേരം സംസാരിച്ചത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മാഹി പാലമായാലും എവിടെയായിരുന്നാലും നമ്മളൊക്കെ ചിന്തിക്കുക. നമുക്ക് ഇന്ന് കണ്ടവരെ നാളെ കാണാൻ പറ്റില്ല. പെട്ടെന്നുള്ള മരണം, നാം ഓരോ മരണങ്ങളും വായിക്കുന്നുണ്ട്. അതുപോലെ മരിച്ചു പോകുന്നവരാണ് നമ്മൾ. മനുഷ്യർ തമ്മിൽ ശത്രുതയും കലാപവും വിദ്വേഷവും സംഘട്ടനവും ഉണ്ടാക്കേണ്ടവരല്ല നമ്മൾ. പരസ്പരം അറിയേണ്ടവരാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു ആലുവ മണൽത്തിട്ടയിലെ ആ മഹാസമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും വരൂ എന്ന സെന്റൻസ് ചെയ്ത്, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറയുന്ന മനുഷ്യജാതി, ജാതീയതയില്ല, വർഗീയതയില്ല, അതുപോലുള്ള ഒന്നുമില്ല. മറിച്ച് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാതലായത് മനുഷ്യനൊരു പടച്ചവനിലേക്ക് മടങ്ങണം എന്നതാണ്. മനുഷ്യൻ ഒരു പടച്ചവനിലേക്ക് മടങ്ങണം എന്നതാണ്. ഇതാണ് കാതലായ നമ്മുടെ വശം. അത് നമ്മൾ മനസ്സിലാക്കും. അതുകൊണ്ട് നല്ലൊരു ജീവിതം നയിക്കാൻ മദ്യം നമുക്ക് ഉപകാരമില്ലാത്തത്, മയക്കുമരുന്ന് നമുക്ക് ആവശ്യമില്ലാത്തത്. ഒരു ജന്തുവും അത് കഴിച്ചിട്ട് അതിന് സീറോസിസ് ഉണ്ടാവണില്ല. നമുക്ക് ഒരു സൃഷ്ടിജാലവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയല്ല. മനുഷ്യനെന്ന ഈ മഹാബുദ്ധിജീവി സ്വന്തം ശരീരത്തെ വലാത്തക്തുലു അംഫുസക്കും എന്ന് ഖുർആൻ പറഞ്ഞു. സ്വന്തത്തെ കൊല്ലരുതടോ. പുകവലിച്ചുകൊണ്ടും മയക്കുമരുന്നും മദ്യം കഴിച്ചുകൊണ്ടും സ്വന്തത്തെ കൊല്ലരുതടോ എന്ന് അല്ലാഹു പറഞ്ഞു. പക്ഷേ നമ്മൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയുടെ അബദ്ധസഞ്ചാരം ഓർക്കുമ്പോൾ വേദനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വേദനിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. സഹോദരങ്ങളെ, ആയതുകൊണ്ട് തന്നെ ഏറ്റവും ധന്യമായ ഒരവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ജനങ്ങളോട് നമുക്കുള്ള സ്നേഹം, അവരാരും ദൈവസന്നിധിയിൽ സൃഷ്ടിക്കപ്പെടരുത്, അവരാരും കുറ്റവാളികളായി ദൈവത്തിന് മുമ്പിൽ വരരുത്. ഇത് നമ്മുടെ ദൗത്യമാണ്. ഒരാളെയും നിർബന്ധിക്കുന്ന പ്രശ്നം നമുക്കില്ല. ഒരു മനുഷ്യരെയും നിർബന്ധിക്കുന്ന പ്രശ്നം നമുക്കില്ല. നമ്മളത് ഗൗരവമായി മനസ്സിലാക്കേണ്ടതാണ്. ഞാനിവിടെ 1-2 ആളുകൾക്ക് രോഗമാണ് എന്നറിയുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളോട് പറയുന്നു. ഒന്ന്, നമ്മുടെ വളരെ പ്രഗത്ഭനായ നമ്മുടെ കൂട്ടായ്മയിലൊക്കെ നേതൃത്വത്തിലൊക്കെ ഉള്ള ഒരാളുടെ ഉപ്പ ഒരു ഓപ്പറേഷത്തിന് വല്ല പ്രയാസത്തിൽ, അദ്ദേഹത്തിന് വേണ്ടി ഷെരീഫ് കട ഉപ്പാക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അതുപോലെ കെ മുഹമ്മദ് സാഹിബിൻ്റെ അതുപോലെയുള്ള 2-3 ആളുകളുടെ, അവരെല്ലാം രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു ഋഷിക്ക് നൽകുമാറാകട്ടെ. അതോടൊപ്പം ധാരാളം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ജലപ്രളയമുണ്ടായി, ധാരാളം വീടുകൾ നഷ്ടപ്പെട്ടവർ, അതുപോലെ അവരുടെ അവരുടെ ഭൂമി നഷ്ടപ്പെട്ടു പോയവർ, കച്ചവട സ്ഥലം നഷ്ടപ്പെട്ടു പോയവർ, അവരെയൊക്കെ പുനരധിവസിക്കേണ്ട ബാധ്യത സർക്കാരിന് മാത്രമല്ല, നമ്മുടേതാണ്. സർക്കാരിനെ നിലനിർത്തിയ പോലും നമ്മളാണ്. ഏറ്റവും വലിയ സംഖ്യ സംഭാവന ചെയ്തത് നമ്മൾ മലയാളികൾ അല്ലേ? നമ്മുടെ മലയാളികൾ അല്ല, ജാതിയും മതവും ഒന്നുമില്ല. അറബ് നാട് ഈ കേരള മണ്ണിലേക്ക് കോടിക്കണക്കിന് ഉറുപ്പ്യ തരാമെന്ന് അവർ പറഞ്ഞു. അവരുടെ വിശാല മനസ്സ്, ആ അറബ് രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ മനസ്സ്, ഒരിക്കലും വർഗീയതയില്ലാത്ത മനസ്സ് അല്ലേ? എം എ യൂസുഫ് അലിക്ക് എന്ത് വർഗീയത, അതുപോലെ മറ്റുള്ള ആളുകൾക്ക് എന്ത് വർഗീയത? കോടിക്കണക്കിന് ഉറുപ്പ്യാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും അല്ലേ, എല്ലാവരും കോടിക്കണക്കിന് രൂപയാണ് പ്രഖ്യാപിച്ചത് ഈ കേരളത്തെ പുനർനിർമ്മിക്കാൻ വേണ്ടി. അത് നമ്മൾ ബോധപൂർവമായിരിക്കണം കേരളത്തെ പുനർനിർമ്മിക്കുന്നത്. പടച്ചവന്റെ മുന്നറിയിപ്പുകളെ അവഗണിക്കല്ല. നമ്മുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടായിട്ടുണ്ടോ അത് തിരിച്ചറിയണം. ഏറ്റവും വലിയ അധർമ്മം ഉണ്ടായിട്ടുണ്ടോ തിരിച്ചറിയണം. മാതാപിതാക്കളെ ആദരിക്കാത്തൊരവസ്ഥയുണ്ടോ തിരിച്ചറിയണം. അങ്ങനെ നന്മയിലേക്ക് മനുഷ്യർ മടങ്ങിപ്പോണം. അങ്ങനെ മടങ്ങിപ്പോയാൽ ലോകത്ത് നല്ലതാണ്, നമുക്കും നല്ലതാണ്. മരണത്തോടുകൂടി ആരംഭിക്കുന്ന ജീവിതത്തിലെ നന്മ ചെയ്തവർക്കേ രക്ഷയുള്ളൂ, തിന്മ ചെയ്തവർക്ക് രക്ഷയില്ല. അതുകൊണ്ട് തന്നെ സ്വർഗനരകങ്ങളെക്കുറിച്ച് ചിന്തിച്ചും പഠിച്ചും മനസ്സിലാക്കിയും വേദഗ്രന്ഥത്തെക്കുറിച്ച് പറഞ്ഞും മനസ്സിലാക്കിയും നാം ജീവിക്കുക. സർവശക്തനായ അല്ലാഹു പടച്ച തമ്പുരാൻ നമ്മുടെയൊക്കെ ഈ നല്ല സംരംഭത്തെ അല്ലാഹു നിലനിർത്തുകയും കൂടുതൽ ജനങ്ങളിലേക്ക് നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ എത്തിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഐക്യവും സ്നേഹവും സാഹോദര്യവും സഹിഷ്ണുതയും ഒക്കെ ഈ നാട്ടിൽ നിലനിൽക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നാട്ടിൽ ഒരു കലാപത്തിനും നമ്മൾ ആരും ഒരു നിലക്കും സപ്പോർട്ടാകരുത് എന്നും നന്മയായിരിക്കണം നമ്മുടെ മുഖമുദ്രയെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെല്ലാം അഗൈരവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا اغفر لنا ولإخوان الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.